ഹായ് ഗായ്സ്, ഞാൻ ഇന്നൊരു കോമഡി മുഴുനീള തിരക്കഥയായിട്ട് വന്നിരിക്കുകയാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഞാനും എൻ്റെ ഒരു സുഹൃത്തായ ശ്രീഹരിയും കൂടിയാണ്. സോ കൺഫ്യൂഷനോ വലിയ പരിപാടികളോ ഒന്നുമില്ലാതെ ലീനിയറായിട്ട് പോകുന്ന ഒരു കൊച്ചു സിനിമയുടെ സ്ക്രീൻ പ്ലേ. ഈ സ്ക്രീൻ പ്ലേ നരേറ്റ് ചെയ്യുമ്പോൾ അതിലൂടെ കോമഡി എത്ര വർക്കാവുമെന്ന് എനിക്കറിയില്ല. എങ്കിലും നിങ്ങൾ കേട്ടിട്ട് അഭിപ്രായം പറയാം. അതുപോലെ തന്നെ എങ്ങനെയാണ് തിരക്കഥ പോയിരിക്കുന്നത് എന്നും നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ തുടങ്ങാം. ഇത് ഞാൻ പേരിട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ അൺടൈറ്റിൽഡ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് ഞാനും ആൻഡ് ശ്രീഹരി പ്രതാപ്. ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. സോ തുടങ്ങാം. അതിനു മുമ്പ് ഇതിലുള്ള പ്രധാനപ്പെട്ട ഒരു 3-4 ക്യാരക്ടേഴ്സിൻ്റെ അവരുടെ ഒരു സ്വഭാവത്തെപ്പറ്റി ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറയാം. ഇതിലെ മെയിൻ ക്യാരക്ടറാണ് അലക്സിച്ചായൻ. 50-നും 55-നും ഇടയിൽ പ്രായം, പക്ക നാട്ടിൻപുറത്തുകാരൻ. ധാരാളം സ്ഥലവും അവിടെ ഏലം, കുരുമുളക്, റബ്ബർ മുതലായ കൃഷികളുമാണ് പുള്ളി നോക്കി നടത്തുന്നത്. നാട്ടിൽ മെമ്പറും പോലീസും അടക്കം എല്ലാവരും പുള്ളീനെ ഇച്ചായൻ എന്നാണ് വിളിക്കുന്നത്. ഭാര്യയോടൊപ്പമാണ് കഴിയുന്നത്. പുള്ളിക്ക് മക്കളില്ല. അടുത്തത് ബേസിൽ. ഈ ബേസിലാണ് ഇതിലെ നായകൻ എന്ന് പറയാവുന്ന ഒരു ക്യാരക്ടർ. അലക്സിച്ചായൻ്റെ പെങ്ങടെ മോളാണ് ബേസിൽ. അതായത് ബേസിലിൻ്റെ അമ്മാവനാണ് അലക്സിച്ചായൻ. 29-നും 30-നും ഇടയിലാണ് പ്രായം. അച്ചായൻ്റെ കൂടെ കറങ്ങി നടക്കലാണ് വിനോദം. ടൗണിലൊരു സൂപ്പർ മാർക്കറ്റിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അടുത്തത് തോമസ്. തോമസ് എന്ന് വെച്ചാൽ ഈ ബേസിലിൻ്റെ ഉറ്റ സുഹൃത്താണ് തോമസ്. ഒരേ പ്രായം, മണ്ടൻ സ്വഭാവം. നാട്ടിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് IELTS പഠിച്ച് കാനഡയ്ക്ക് പോകാനായിട്ട് നിൽക്കുന്നവനാണ് ഈ പറയുന്ന തോമസ്. അടുത്തത് വർക്കിച്ചൻ. അത് ഈ അലക്സിച്ചായൻ്റെ അമ്മായച്ചനാണ് വർക്കിച്ചൻ. ആൾക്ക് ഒരുപാട് രോഗങ്ങളൊക്കെ ഉള്ളതിനാൽ വയ്യായികയിലാണ്, വീട്ടിൽ തന്നെയാണ്. അലക്സിയുമായി അത്ര ചേർച്ചയിലല്ല, അതായത് അലക്സിച്ചായനുമായിട്ട് അത്ര ചേർച്ചയിലല്ല. അതുകൊണ്ട് തന്നെ അലക്സിക്കിട്ട് കൊട്ടാൻ കിട്ടുന്ന ഒരു അവസരവും പുള്ളി പാഴാക്കാറില്ല. അടുത്തത് ഗ്രിഗറി അപ്പൂപ്പൻ. വകയിലുള്ളൊരു അപ്പൂപ്പനാണ് ഈ ഗ്രിഗറി അപ്പൂപ്പൻ. ബന്ധം എങ്ങനെയാണെന്ന് പുള്ളിക്ക് തന്നെ നിശ്ചയമില്ല. എന്തെങ്കിലും അറിഞ്ഞാൽ അപ്പം തന്നെ ഓടിയെത്തും. അതായത് പെട്ടെന്നൊരു സഹായത്തിന് ഓടിയെത്താൻ പുള്ളിയാണുള്ളത്. ഒരു പിന്തിരിപ്പൻ സ്വഭാവം. അടുത്ത സിജുമോൻ SI. 38-നും 40-നും ഇടയിൽ പ്രായം, മസിൽ കാട്ടി വിരട്ടി നടക്കുന്ന ഒരു പോലീസുകാരൻ. പക്ഷേ നാട്ടുകാർക്കിടയിൽ വലിയ മതിപ്പൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഒരു ഏകദേശ രൂപം. അപ്പം ഇനി സിനിമ ആരംഭിക്കുകയാണ്. സിനിമ ആരംഭിക്കുന്നത് ഒരു പാട്ടിൽ നിന്നുമാണ്. ഈ പാട്ടിൽ ബേസിലിൻ്റെ കല്യാണവും മറ്റുമാണ് കാണിക്കുന്നത്. നാട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാവരെയും കല്യാണത്തിൽ കാണിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇൻസിഡൻസ് ഒന്നും എഴുതിയിട്ടില്ല അത്ര വിവരിച്ച്, ബിക്കോസ് ഇതൊരു ഫസ്റ്റ് ഡ്രാഫ്റ്റാണ്. അതുകൊണ്ട് അത്ര വിവരിച്ച് എഴുതിയിട്ടില്ല. അവിടെ നിന്ന് കട്ടാവുന്നു. എക്സ്റ്റീരിയർ കല്യാണ വീട്, രാത്രി. ഗ്രിഗറി അപ്പൂപ്പൻ മുറ്റത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ അലക്സിച്ചായൻ അങ്ങോട്ട് വന്നു. അപ്പോൾ ഗ്രിഗറി, അലക്സി ഈ പന്തലൊക്കെ പൊളിക്കണ്ടേ? അപ്പോൾ അലക്സിച്ചായൻ, പെണ്ണും ചെറുക്കനും വന്ന് കയറിയിട്ട് സമയം ഇത്രയല്ലേ ആയുള്ളൂ, പന്തൽ പൊളിക്കലും പരിപാടിയൊക്കെ ഇവിടെയുള്ള പിള്ളേർ സെറ്റ് നോക്കിക്കോളും. അപ്പൂപ്പൻ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ ഗ്രിഗറി, എന്നാൽ ഞാൻ പോയി വേറെ എന്തെങ്കിലും പൊളിക്കാനുണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. എന്നിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. ഒന്ന് കട്ടാകുന്നു. ഇൻറ്റീരിയർ ചായപ്പ്. ചായപ്പ് മീൻസ് വീടിൻ്റെ ബാക്കിലുള്ള ഒരു ഷെഡ്. വീടിൻ്റെ പിന്നിലുള്ള ഷെഡിൽ തോമസും അവൻ്റെ ഒരു കൂട്ടുകാരനും വെള്ളം അടിക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അലക്സിച്ചായൻ അങ്ങോട്ട് വന്നു. എന്നിട്ട് അലക്സിച്ചായൻ, വേഗം ഒരെണ്ണം കയറ്റൊഴുക്കി. അപ്പോൾ കൂട്ടുകാരൻ മദ്യം ഒഴിക്കുകയാണ്. അപ്പോൾ തോമസ്, ഈ ചായ പറയാതിരിക്കാൻ പറ്റില്ല, നല്ല അടിപൊളി പരിപാടിയായിരുന്നു. അപ്പോൾ അലക്സിച്ചായൻ, ഞാൻ ഏറ്റു നടത്തുന്ന പരിപാടിയൊക്കെ അങ്ങനെയാടാ. അപ്പോൾ ബേസിൽ അങ്ങോട്ട് വരുന്നു. ഈ ബേസിൽ ടെൻഷനിലാണ്. പുള്ളി ടെൻഷനോടെ, എനിക്കൊരു ചെറുതൊഴിക്കുക വേഗം. അപ്പോൾ സുഹൃത്ത്, എന്താ ഒരു വെപ്രാളം? അപ്പോൾ ബേസിൽ, ടെൻഷൻ, എന്താ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ തോമസ്, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലേ? അപ്പോൾ ബേസിൽ, ഓ അതല്ല. അപ്പോൾ പെട്ടെന്ന് പുറത്തുനിന്നും ഗ്രിഗറിയുടെ ശബ്ദം കേൾക്കുന്നു. ഗ്രിഗറി, എന്താ പിള്ളേരെ അവിടെ, വെള്ളോടിയാണോ? അപ്പോൾ അലക്സിച്ചായൻ, എൻ്റെ അമ്മോ കുരിശ്. എന്നിട്ട് ഉറക്കെ, അല്ല പൂപ്പ, ഞങ്ങൾ ഈ കണക്കൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. അപ്പോൾ കൂട്ടുകാരൻ, എന്തിനാ ചായ നിങ്ങളാ വില്ലപ്പനെ ഇങ്ങനെ ഒഴിവാക്കി വിടുന്നത്? പാവം, ഇത്രയും പ്രായമുള്ള ആളല്ലേ, രണ്ടെണ്ണം അടിച്ചിട്ട് പോട്ടേന്ന്. അപ്പോൾ അലക്സിച്ചായൻ, എടം നിനക്കറിയില്ലാത്തതുകൊണ്ടാ, വയ്യാവേലിയാണ് ആ കിളവൻ. അപ്പോൾ കൂട്ടുകാരൻ, ഒന്ന് പോയി ചായ. എന്നിട്ട് ഉറക്കെ, അപ്പൂപ്പാ ഇങ്ങ് വന്നേ. അപ്പോൾ ബേസിൽ, ആ ഞാൻ പോണു. അപ്പോൾ തോമസ്, നീ പോവല്ലേ, ഇത് കഴിഞ്ഞിട്ട് പോവും. അപ്പോൾ അപ്പൂപ്പൻ അങ്ങോട്ട് കയറി വന്നു. അപ്പൂപ്പൻ, അത് ശരി. അപ്പോൾ സുഹൃത്ത് ഒരെണ്ണം ഒഴിച്ച് നീട്ടി, ഒരു ഗ്ലാസ് മദ്യം നീട്ടി. അപ്പോൾ അപ്പൂപ്പൻ, അല്ല എന്നിട്ട് സുഹൃത്ത്, സോറി ഇതൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ സുഹൃത്ത് ചോദിക്കുകയാണ്, സുഹൃത്ത് പറയാണ്, ഇതങ്ങോട്ട് പിടിപ്പിച്ചേ. അപ്പോൾ അപ്പൂപ്പൻ, ഇല്ല ഞാൻ കഴിക്കാറില്ല. അത് കേട്ട് അച്ചായനും ബേസിലും പരസ്പരം നോക്കുന്നു. ഇയാൾ എന്താണ് ഈ പറയുന്നതെന്നുള്ള മട്ടിൽ. അപ്പോൾ സുഹൃത്ത്, അപ്പൂപ്പൻ എന്താ അപ്പൂപ്പ കല്യാണം കഴിക്കാഞ്ഞത്, വല്ല നഷ്ടപ്രണയവും ഉണ്ടാവും? അപ്പോൾ അപ്പൂപ്പൻ, ആ അങ്ങനെയും പറയാം. അപ്പോൾ സുഹൃത്ത്, അത് ശരി. അപ്പോൾ അപ്പൂപ്പൻ,
പക്ഷേ എനിക്ക് അങ്ങോട്ടല്ലായിരുന്നു, അവൾക്ക് ഇങ്ങോട്ടായിരുന്നു. അപ്പോൾ തോമസ് പതിയെ, ഈശ്വര അതാരാണ് ഈശ്വര ഇത്ര ഗതികെട്ട പെൺകുട്ടി. അപ്പോൾ സുഹൃത്ത്, എങ്കിലാ കഥയൊന്ന് പറഞ്ഞേ, ഞാൻ എന്താ സംഭവം എന്നൊന്ന് നോക്കട്ടെ. അത് കേട്ട് അപ്പൂപ്പൻ ഗ്ലാസ്സിലൊഴിച്ച ആ മദ്യം ഒറ്റ വലിക്ക് കുടിച്ചു. അപ്പോൾ സുഹൃത്ത്, അപ്പൂപ്പൻ കഴിക്കാറില്ലെന്ന് പറഞ്ഞിട്ട്? അപ്പോൾ അപ്പൂപ്പൻ വെള്ളം ഒഴിച്ചത് കഴിക്കാറില്ലെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇപ്പം മനസ്സിലായോ എന്നുള്ള മട്ടിൽ അപ്പോൾ അച്ചായൻ സുഹൃത്തിനെ നോക്കുന്നു. അപ്പോൾ അപ്പൂപ്പൻ പുള്ളി പറഞ്ഞു തുടങ്ങുവാണ്, പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ നാട്ടിൽ എന്ത് പണി വന്നാലും ഞാൻ വേണം. ഒരു കല്യാണം വന്നാൽ ഞാൻ വേണം, മരിച്ചടക്ക് വന്നാൽ ഞാൻ വേണം. എന്തിന്? ആരുടെയെങ്കിലും കിണറ്റിലൊരു പട്ടി ചാടിയാലും അവിടെ ഞാൻ വേണം. അപ്പോൾ തോമസ്, ഓഹോ, അപ്പോൾ അപ്പൂപ്പൻ പണ്ടത്തെ ബംഗാളിയായിരുന്നല്ലേ. അപ്പോൾ അത് കേട്ട് അച്ചായൻ അടക്കി പിടിച്ച് ചിരിക്കുന്നു. അപ്പോൾ അപ്പൂപ്പൻ, അങ്ങനെ ഒരു ദിവസം നാട്ടിലെ വലിയൊരു മുതലാളിയുടെ വീട്ടിൽ ഞാൻ പുറംപണിക്ക് പോയി. അപ്പോൾ അവിടെ വീട്ടുപണി എടുത്ത് നടക്കുന്ന പെങ്കൊച്ചിന് എന്നോടൊരു നോട്ടം. ഞാൻ വലിയ മൈൻഡ് കൊടുത്തില്ല. അപ്പോൾ തോമസ്, അതെന്താ? അപ്പോൾ അപ്പൂപ്പൻ, അങ്ങനെ വീട്ടുപണി എടുത്ത് നടക്കുന്ന പെണ്ണിൻ്റെ ഒപ്പം കുടുംബം ഉണ്ടാക്കേണ്ട കാര്യം എനിക്കില്ല. അപ്പോൾ തോമസ്, അപമാനം. അപ്പോൾ അപ്പൂപ്പൻ നോക്കുക. അന്നേരം തോമസ്, അല്ലല്ല, അഭിമാനം. അപ്പോൾ അപ്പൂപ്പൻ, അങ്ങനെ ആ വീട്ടിലെ പണി തീരുന്ന അന്ന് വൈകുന്നേരം ഞാൻ കയ്യും മുഖവും കഴുകി പോകാൻ നേരത്ത് അവൾ കുളക്കടവിലേക്ക് വന്നു. അപ്പോൾ തോമസ്, ഈശ്വര, കുളക്കടവിലോ? എന്നിട്ട്? അപ്പോൾ അപ്പൂപ്പൻ, എന്നിട്ടെന്താ, ഒരു കടലാസ് അവൾ എനിക്ക് നീട്ടി. ഞാനത് തുറന്നു നോക്കിയപ്പോൾ സംഗതി മറ്റേത് തന്നെ, പ്രേമക്കത്ത്. അക്ഷരാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് ഞാനത് വായിക്കാൻ നിന്നില്ല. കത്ത് ചുരുട്ടി അവളുടെ മുഖത്തെറിഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോയത്. അപ്പോൾ സുഹൃത്ത്, അപ്പൂപ്പനാൾ കൊള്ളാലോ. അപ്പോൾ തോമസ്, ഇത്രയും ഞാനും പ്രതീക്ഷിച്ചില്ല. പക്ഷെ കല്യാണം കഴിക്കുന്നില്ലെന്ന് തീരുമാനിക്കാനുള്ള അത്ര എന്താ ഉള്ളത് ഇതിൽ? അപ്പോൾ അപ്പൂപ്പൻ, പിന്നീട് ഒരിക്കൽ നാട്ടിലെ വലിയൊരു കല്യാണത്തിന് ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ പെണ്ണ് അവളായിരുന്നു. അപ്പോൾ സുഹൃത്ത്, ആ വേലക്കാരിയോ? അപ്പോൾ അപ്പൂപ്പൻ, വീട്ടുപണി എടുത്ത് നടക്കുന്നതുകൊണ്ട് വേലക്കാരിയാണെന്ന് തെറ്റിദ്ധരിച്ചത് ഞാനാ. അവൾ ആ മുതലാളിയുടെ ഒറ്റ മോളായിരുന്നു. അപ്പോൾ അച്ചായൻ ചിരിക്കുന്നു. അപ്പോൾ അപ്പൂപ്പൻ, ആ കുട്ടിയുടെ സ്നേഹം കണ്ടില്ലെന്ന് വെച്ചതിന് ഞാൻ എനിക്ക് തന്നെ വിധിച്ച ശിക്ഷയാണ് ആ തീരുമാനം. അപ്പോൾ തോമസ്, അപ്പൂപ്പൻ്റെ ഒറ്റ തീരുമാനം കൊണ്ട് എത്ര പെൺകുട്ടികളുടെ ജീവിതമാണ് രക്ഷപ്പെട്ടതെന്ന് അറിയാമോ? അപ്പോൾ ബേസിലും ചിരിക്കുകയാണ്. പെട്ടെന്ന് അച്ചായനൊരു കോൾ വരുന്നു. അപ്പോൾ അച്ചായൻ, നിങ്ങളിവിടെ കഥയും കേട്ടിരിക്കുക, ഞാനിപ്പോൾ വരാം. അച്ചായൻ അവിടെ നിന്ന് മാറി നിന്ന് ഫോൺ എടുക്കുന്നു. അപ്പോൾ ഒരു സ്ത്രീയാണ് ഫോൺ വിളിച്ചത്. ഫോണിൽ കൂടി, അലക്സി. അപ്പോൾ അച്ചായൻ, എല്ലാവരും എന്നെ അച്ചായ എന്ന് വിളിക്കുന്നതിനിടയ്ക്ക് നിൻ്റെ ഈ അലക്സി എന്നുള്ള വിളി കേൾക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ സ്ത്രീ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, എന്തായി മറ്റേ കാര്യം? അപ്പോൾ അച്ചായൻ, ഏത് കാര്യം? അപ്പോൾ സ്ത്രീ, മറന്നോ? അപ്പോൾ അച്ചായൻ, അത് തരാം. അപ്പോൾ സ്ത്രീ, ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. അപ്പോൾ അച്ചായൻ, എങ്കിൽ ഇനി അവധിയില്ല, ഇന്നേക്ക് 4-ാം ദിവസം ഞാൻ വന്നിരിക്കും, വാക്ക്. അപ്പോൾ സ്ത്രീ, സത്യം? പെട്ടെന്ന് ബേസിൽ അവിടേക്ക് വിളിക്കുന്നു. ബേസിൽ, അച്ചായ. അപ്പോൾ അച്ചായൻ, സത്യം, ദേ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, ഞാൻ വിളിക്കാം. എന്നിട്ട് അച്ചായൻ ഫോൺ കട്ട് ചെയ്ത് അവിടെ നിന്നും അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ ബേസിൽ, ഇച്ചായൻ ഇത് ആരെ വിളിക്കുക, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അപ്പോൾ ഇച്ചായൻ, നിനക്കിത് എന്നാ പറ്റിയ, ഇത്ര വെപ്രാളം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ബേസിൽ, എന്നാലും. അപ്പോൾ ഇച്ചായൻ, ഒരെന്നാലും ഇല്ല, നീ വന്നേ. ഇച്ചായൻ അവൻ്റെ കയ്യെ പിടിച്ച് വീട്ടിലേക്ക് പോകുന്നു. ബേസിലിൻ്റെ അമ്മയും പെങ്ങളും അവിടെയുണ്ട്. അവൾ അച്ചായൻ, ഇതേ ഇവനെ അകത്തേക്ക് കയറ്റിക്കേ. പെട്ടെന്ന് പെങ്ങൾ അവൻ്റെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കയറ്റുന്നു. പെങ്ങൾ, ചേച്ചി എത്ര നേരമായിട്ട് പോയിട്ടെന്നറിയാമോ, ചേട്ടാ അങ്ങോട്ട് ചെല്ല്. അപ്പോൾ ബേസിൽ, അല്ല എൻ്റെ ബൂസ്റ്റ്. അപ്പോൾ പെങ്ങൾ, അതൊക്കെ ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ബേസിൽ, നിൽക്ക് ഞാനൊന്ന് മൂത്രമൊഴിച്ചിട്ട്. അപ്പോൾ പെങ്ങൾ, ഒന്ന് പോ ചേട്ടായി. പെങ്ങൾ അവനെ മുറിയിലേക്ക് കയറ്റി വാതിലടയ്ക്കുന്നു. ഇൻറ്റീരിയർ മണിയറ, അകത്ത് ട്രീസ ഇരിക്കുന്നു. ട്രീസ എന്നാണ് ആ പെണ്ണിൻ്റെ പേര്. ബേസിൽ അടുത്തേക്ക് ചെന്നു. എൻ്റെ ട്രീസ, ഇതാ ബൂസ്റ്റ്. അപ്പോൾ ബേസിൽ അത് വാങ്ങുന്നു. ട്രീസ, എല്ലാ ദിവസവും ബൂസ്റ്റ് കുടിക്കാറുണ്ടോ? അപ്പോൾ ബേസിൽ, ചെറുപ്പം മുതലേ ശീലമായിപ്പോയി. എന്നിട്ട് ബേസിൽ അത് ഒറ്റ വലിക്ക് മുഴുവനും കുടിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് മുഴുവനും കുടിക്കാൻ പാടില്ലായിരുന്നു. എന്നിട്ട് പുള്ളി പറയാണ്, അയ്യോ വേണമായിരുന്നോ? അപ്പോൾ ട്രീസ ചിരിക്കുന്നു. അപ്പോൾ ട്രീസ, വേണ്ട ഞാൻ കുടിച്ചു. അപ്പോൾ ബേസിൽ, പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ, ഫസ്റ്റ് നൈറ്റ് അല്ലേ? അപ്പോൾ ട്രീസ, അങ്ങനെയൊന്നുമില്ല, എന്തുണ്ടെങ്കിലും ഓപ്പണായിട്ട് ഷെയർ ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ ബേസിൽ, നീ അറിയാത്ത ഒരു രഹസ്യവും ഇനി എൻ്റെ ലൈഫിലുണ്ടാവില്ല. അപ്പോൾ ട്രീസ, സത്യം? അപ്പോൾ ബേസിൽ, സത്യം. അപ്പോൾ ട്രീസ പുഞ്ചിരിക്കുന്നു. അവിടെ നിന്ന് കട്ടാവാണ്. എക്സ്റ്റീരിയർ കാട് വെളുപ്പിന്. കാടിനുള്ളിലൂടെ ബേസിലും തോമസും അച്ചായനും തോക്കുമായിട്ട് നടക്കുകയാണ്. ഈ തോമസ് എപ്പോഴും ഉണ്ടാവും ഇവരോടെ. അലക്സിച്ചായനാണ് മുന്നിൽ നടക്കുന്നത്. 3 പേരും മിണ്ടാതെയാണ് നടക്കുന്നത്. പെട്ടെന്ന് കുറച്ച് മുന്നിൽ ഒരു അനക്കം കേട്ട് അവർ നിന്നു. അലക്സിച്ചായൻ മെല്ലെ താഴ്ന്നിരുന്ന് തോക്ക് ഉന്നം പിടിച്ചു. ബേസിലും തോമസും ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുകയാണ്.
തൊട്ടടുത്ത നിമിഷം അലക്സിസ് ചായൻ വെടിവെച്ചു. ദൂരെ നിന്നൊരു പന്നിയുടെ കരച്ചിൽ കേൾക്കുന്നു. അപ്പോൾ തോമസ് അത്ഭുതത്തോടെ അമ്പോ. അപ്പോൾ അലക്സിസ് ചായൻ പിന്നെ അല്ല. ബേസിലും തോമസും അവിടേക്ക് എന്ന് നോക്കി. അവിടെ ഒരു കാട്ടുപന്നി വെടിയേറ്റ് മരിച്ചു കിടക്കുകയാണ്. അപ്പോൾ അലക്സിസ് ചായൻ അവിടേക്ക് വന്നു. അപ്പോൾ തോമസ് കിഡിലൻ ഷോട്ടായിരുന്നു. അപ്പോൾ ബേസിൽ ആരും കാണാതെ ഇതെങ്ങനെ കൊണ്ടുപോകും? അപ്പോൾ അലക്സിസ് ചായൻ ഇതിനെ ഇങ്ങനെ തന്നെ ചുവന്നുകൊണ്ട് പോവല്ല, ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. നീ ആ കത്തിയും എടുക്ക്, ഈ പന്നിയുടെ മോനെ കുട്ടപ്പനാകട്ടെ. അവരവിടെ ഇരുന്ന് ഇറച്ചി മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ തോമസ് എന്നാലും ഇരുട്ടത്ത് ഇത്ര കൃത്യമായിട്ട് എങ്ങനെ വെടിവെച്ചു? അല്ല കണ്ണ് പിടിക്കണ്ടേ? അപ്പോൾ അലക്സിസ് ചായൻ നല്ലൊരു വെടിക്കാരന് കണ്ണില്ലെങ്കിലും കുഴപ്പമില്ല. ശബ്ദം കേട്ട് ഇര എവിടെയാണെന്ന് മനസ്സിലാക്കി ടപ്പേന്ന് പൊട്ടിക്കും, അതൊരു ടെക്നിക്കാണ്. അപ്പോൾ ബേസിൽ ആൻറ്റി എങ്ങാനും അറിഞ്ഞാൽ പിന്നെ തീർന്നു. അപ്പോൾ അലക്സിസ് ചായൻ ആൻറ്റി ഒന്നും അറിയില്ല, ഇനി നിങ്ങളായിട്ട് അറിയിക്കാതിരുന്നാൽ മതി. അപ്പോൾ ബേസിൽ അല്ല ഇതിപ്പോൾ പെട്ടെന്നൊരു വെടിയിറച്ചിക്കൊതി തോന്നാൻ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ അലക്സിസ് ചായൻ അതൊക്കെ എൻ്റെ മോന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പം എൻ്റെ സൗന്ദര്യം നോക്കി വയ്ക്കാതെ രണ്ടും ഈ അറ്റത്ത് പിടിച്ച് വെട്ടം വയ്ക്കുന്നതിന് മുമ്പേ കാട് ഇറങ്ങണം. എക്സ്റ്റീരിയർ കാട് കുറച്ച് സമയത്തിന് ശേഷം ഇറച്ചിയൊക്കെ മുറിച്ചെടുത്ത് കൈയും മുഖമൊക്കെ കഴുകി അവർ തിരിച്ച് നടക്കുകയാണ്. ഒരിടവഴിയിൽ ഒതുക്കി നിർത്തിയിരിക്കുന്ന ഒരു പിക്കപ്പ് ജീപ്പിനടുത്തേക്ക് അവർ വന്നു. ജീപ്പിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് അവർ അവിടെ നിന്നും പോകുന്നു. കുറച്ച് മുന്നോട്ട് ചെന്നതും ഫോറസ്റ്റ് ജീപ്പ് ഇവരെ കണ്ട് വണ്ടി നിർത്തുന്നു. ഇരുട്ടായതിനാൽ വണ്ടി വ്യക്തമല്ല. അപ്പോൾ ഉദ്യോഗസ്ഥൻ്റെ ശബ്ദം ഉറക്കെ, ഡാ എന്താ പരിപാടി? പെട്ടെന്ന് ഇച്ചായും വണ്ടി വേറൊരു വഴിയിലൂടെ വേഗത്തിൽ ഓടിക്കുന്നു, ഒരു ചെറിയ ചേസ് പോലെ. അപ്പോൾ ബേസിൽ ദൈവമേ പെട്ട് നമ്പർ കണ്ടു കാണോ? അപ്പോൾ തോമസ് പുറകെ ഉണ്ടോ നോക്ക്. തോമസ് പുറകോട്ട് നോക്കി, പിന്നിൽ വണ്ടിയൊന്നുമില്ല. അപ്പോൾ തോമസ് പിടിച്ചാൽ തീർന്നു, നിങ്ങൾ രണ്ടുപേരും അകത്ത് കിടക്കേണ്ടി വരും. അപ്പോൾ ബേസിൽ അപ്പോൾ നീയോ? തോമസ് പെട്ടെന്നൊരു സൈലൻ്റ് ആവുന്നു. എന്നിട്ട് തോമസ് എനിക്കടുത്ത മാസം കാനഡയ്ക്ക് പോകാനുള്ളതാണ്. അപ്പോൾ അമ്മാവൻ പോയത് തന്നെ. എന്നിട്ട് സ്വയം മൂട്ടിലെ ചുവപ്പ് മാറാത്ത പിള്ളേരെയും കൊണ്ട് ഈ പരിപാടിക്ക് ഇറങ്ങി എന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ ജീപ്പ് സഞ്ചരിക്കുന്നതിൻ്റെയും നേരം വെളുത്തു വരുന്നതിൻ്റെയൊക്കെ ദൃശ്യം കാണിക്കുന്നു. അവിടുന്ന് കട്ടാവുന്നു. ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ബേസിലിൻ്റെ വീട് രാവിലെ. ബേസിലിൻ്റെ അമ്മ ഭക്ഷണം വിളമ്പി വയ്ക്കുകയാണ്. അച്ഛനും പെങ്ങളും ഭക്ഷണം കഴിക്കുകയാണ്. ട്രീസയും അവിടെയുണ്ട്. അപ്പോൾ അച്ഛൻ അവൻ വന്നില്ലേടി? അപ്പോൾ അമ്മ വന്നു ആരോടും ചോദിക്കാതെയും പറയാതെയുള്ള ഇറങ്ങിപ്പോക്കും വരവ് എന്താവുമോ എന്തോ. എന്നിട്ട് ട്രീസയോട് നിന്നോട് വല്ലതും പറഞ്ഞായിരുന്നോ? അപ്പോൾ ട്രീസ അലക്സിസ് ചായൻ്റെ കൂടെ പോവുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അച്ഛൻ അപ്പോൾ വല്ല കക്കാനും പോയതായിരിക്കും. അതായത് ഇവർ തമ്മിലും അത്ര വലിയ ചേർച്ചയിലല്ല. അപ്പോൾ അത് കേട്ട് പെട്ടെന്ന് അമ്മ ദേഷ്യത്തോടെ നോക്കുന്നു. അച്ഛൻ സൈലൻ്റ് ആവുന്നു. അപ്പോൾ അമ്മ കൊച്ചുകൂടി ഇരിപ്പുണ്ട്, ഇല്ലെങ്കിൽ എൻ്റെ വായിലിരിക്കുന്ന ഏട്ടനെ. പെങ്ങളും ട്രീസയെ അടക്കി പിടിച്ച് ചിരിക്കുന്നു. ബേസിൽ കുളിയൊക്കെ കഴിഞ്ഞ് ജോലിക്ക് പോകാനായി റെഡിയായി അവിടേക്ക് വന്ന് കൈ കഴുകിയിരുന്നു. ഇഡ്ഡലിയാണ് ഭക്ഷണം. അപ്പോൾ ബേസിൽ ഇന്നും ഇഡ്ഡലിയാണോ? അപ്പോൾ അമ്മ എന്തേ പിടിച്ചില്ലേ? അപ്പോൾ ബേസിൽ ആണോ എന്ന് ചോദിച്ചല്ലേ ഉള്ളൂ എൻ്റെ പൊന്നോ. അവിടെ നിന്ന് കട്ടാവുന്നു. എക്സ്റ്റീരിയർ വീട്. ബേസിൽ പോകാനായിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. പെങ്ങളെ കോളേജിൽ വിട്ടിട്ടാണ് പുള്ളി പോകുന്നത്. പെങ്ങൾ പിന്നിൽ കയറി. ട്രീസ നോക്കി നിൽക്കുവാണ്. അപ്പോൾ പെങ്ങൾ പോകാം. അവരവിടെ നിന്ന് പോകുന്നു. എക്സ്റ്റീരിയർ കോളേജ് ജംഗ്ഷൻ. ബേസിൽ ബൈക്ക് നിർത്തി. പെങ്ങൾ ബൈക്കിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് പെങ്ങൾ അതെ ഒരു 300 ഉണ്ടാവോ? അപ്പോൾ ബേസിൽ എന്തിനാ ഇപ്പോൾ 300? അപ്പോൾ പെങ്ങൾ ഇന്ന് ഫ്രണ്ട്സ് എല്ലാവരും പുറത്തുനിന്ന ഫുഡ്. അപ്പോൾ ബേസിൽ പേഴ്സ് എടുത്ത് നോക്കി. എന്നിട്ട് എൻ്റെ കയ്യിലാകെ 300 രൂപയേ ഉള്ളൂ. അപ്പോൾ പെങ്ങൾ എനിക്ക് 300 മതി. അപ്പോൾ ബേസിൽ അവളെ നോക്കുന്നു. ബേസിൽ ഇനി പുറത്തുനിന്ന് ഫുഡുള്ള ദിവസം ലീവ് എടുത്താൽ മതി കേട്ടോ. അവൻ പൈസ കൊടുക്കുന്നു. അവൾ അവിടെ നിന്നും പോകുന്നു. എക്സ്റ്റീരിയർ സൂപ്പർ മാർക്കറ്റ്. അതായത് പുള്ളി സൂപ്പർ മാർക്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. മാർക്കറ്റിന് മുന്നിൽ ബൈക്ക് നിർത്തി ബേസിൽ അകത്തേക്ക് കയറി. അപ്പോൾ ബില്ലിങ്ങിലിരിക്കുന്ന കുട്ടി സുശീലൻ സാറ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ബേസിൽ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇന്ന് വന്നോ? എന്നിട്ട് പതിയെ എന്ത് സുശീലൻ? അപ്പോൾ ബില്ലിങ്ങിലിരിക്കുന്ന കുട്ടി ചെല്ല്. അപ്പോൾ ബേസിൽ വാച്ചിൽ സമയം നോക്കി. പുള്ളി ലേറ്റാണ്. ഇൻറ്റീരിയർ സുശീലൻ്റെ റൂം. ഈ സുശീലൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സുശീലൻ ഫോണിലൂടെ എനിക്കൊറ്റൊരെണ്ണത്തിനെയും വിശ്വാസമില്ല. എല്ലായിടത്തും എൻ്റെ കണ്ണെത്തണമെന്ന് വെച്ചാൽ ഞാൻ പരമശിവനൊന്നുമല്ല, എനിക്ക് ആകെ 2 കണ്ണേ ഉള്ളൂ. അങ്ങോട്ടേക്കുള്ള സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഞാൻ വന്നിട്ട് തീരുമാനിക്കാം. ബേസിൽ ഡോർ തുറന്നു വരുന്നു. അപ്പോൾ സുശീലൻ ഫോണിൽ ഞാൻ ഉച്ച കഴിയുമ്പോഴത്തേക്ക് എത്തിയേക്കാം. അയാൾ കോൾ കട്ട് ചെയ്യുന്നു. എന്നിട്ട് സുശീലൻ സൗമ്യമായിട്ട് ബേസിലോട്ടാ സുഖമാണോ? അപ്പോൾ ബേസിൽ അതേന്ന് തലയാട്ടി. അപ്പോൾ സുശീലൻ പക്ഷേ എനിക്കത്ര സുഖം തോന്നുന്നില്ലല്ലോ. എന്നിട്ട് ദേഷ്യത്തോടെ ഒരൊറ്റ കാര്യം ഇവിടെ നേരമായിട്ടല്ല, ഇന്നലെ വൈകിട്ട് വന്ന സ്റ്റോക്ക് ഇപ്പോഴും പുറകിൽ തന്നെ കൂട്ടിയിട്ടിരിക്കുന്നത് ആർക്ക് കാണാനാ? അപ്പോൾ ബേസിൽ അവന്മാരതെടുത്ത് അകത്ത് വെച്ചില്ലേ? അപ്പോൾ സുശീലൻ എന്നോടാ ചോദിക്കുന്നത്. അപ്പോൾ ബേസിൽ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ സുശീലൻ
ഫ്ലോർ മാനേജർ എന്ന് വെച്ചാൽ കയ്യും കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സേതുരാമയ്യർ കളിച്ചാൽ മാത്രം പോരാ, ഇടയ്ക്കിടയ്ക്ക് 2 പെട്ടിയൊക്കെ ചുമക്കാം, കേട്ടല്ലോ. ബേസിൽ തലയാട്ടുന്നു. അപ്പോൾ സുശീലൻ വീണ്ടും സൗമ്യമായിട്ട്, കാലത്ത് തന്നെ ഞാൻ ചൂടായതല്ല, മനസ്സമാധാനമില്ല, അതുകൊണ്ടാണ്. രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചോ? അപ്പോൾ ബേസിൽ കഴിച്ചു. അപ്പോൾ സുശീലൻ എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്? അപ്പോൾ ബേസിൽ ഇഡ്ഡലി. അപ്പോൾ സുശീലൻ ആഹാ, അപ്പോൾ ഒരു 10 എണ്ണെങ്കിലും കഴിച്ചു കാണും അല്ലേ? അപ്പോൾ അത് കേട്ട് ബേസിൽ മനസ്സിലാകാത്ത മട്ടി നോക്കുന്നു. അപ്പോൾ സുശീലൻ അല്ല, ഇത്ര നേരത്തെ വന്നുകൊണ്ട് ചോദിച്ചതാ. അതായത് അപ്പോൾ ബേസിലൊന്നും പറഞ്ഞില്ല, അതായത് പുള്ളി ലേറ്റായതിനെ പുള്ളി ആക്കിയതാണെന്ന് മനസ്സിലായി. എന്നിട്ട് സുശീലൻ വീണ്ടും ദേഷ്യമാവുന്നു. നാളെ മുതൽ കൃത്യസമയത്ത് ഇവിടെ കണ്ടോണം, തോന്നിയ സമയത്ത് വരവും തോന്നിയ പോലെ ഇറങ്ങിപ്പോക്കും ഒന്നും ഇവിടെ നടക്കില്ല, മനസ്സിലായോ? ബേസിൽ തലവലിക്ക്. പെട്ടെന്ന് സുശീലൻ വീണ്ടും ശാന്തനാവുന്നു. എന്നിട്ട് സുശീലൻ നിനക്ക് ഫീലാവാൻ വേണ്ടി പറഞ്ഞതല്ല, 100 കൂട്ടം തിരക്കേൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ ദേഷ്യം വന്നുപോയി. അപ്പോൾ ബേസിൽ അത് കുഴപ്പമില്ല. അപ്പോൾ സുശീലൻ പൊക്കോ. നിൻ്റെ ആ കൂട്ടുകാരൻ വരാറുണ്ടോ? അപ്പോൾ ബേസിൽ ആര്, തോമസ് ആണോ? അവൻ വരാറുണ്ട്. അപ്പോൾ സുശീലൻ ദേഷ്യത്തോടെ അവനെ മേലാൽ ഈ പരിസരത്ത് കണ്ടുപോകരുത്, ഇവിടുത്തെ പെൺകുട്ടികളുടെ അടുത്ത് ഡയലോഗ് അടിക്കാൻ വേണ്ടി മാത്രം കയറി വരുന്നത് അവൻ, അല്ലാതെ സാധനം മേടിക്കാനൊന്നുമല്ല. ഞാൻ 1-2 തവണയായിപ്പോൾ ശ്രദ്ധിക്കുന്നു. ഇനി അവൻ എവിടെയെങ്ങാനും കണ്ടാൽ അന്നേരം ഞാൻ ബാക്കി പറയാം, പൊയ്ക്കോ. ബേസിൽ അന്തിച്ചു പോകുന്നു. എന്നിട്ട് ബേസിൽ സ്വയം മനസ്സിൽ ഓന്തിന് ഭ്രാന്തായോ? പുറത്തിറങ്ങിയതും പണിക്കാരനായ പ്രിയേഷ് അവിടേക്ക് വരുന്നു. എന്നിട്ട് പ്രിയേഷ് പരിഹാസത്തോടെ എന്തിനാ വിളിപ്പിച്ചത്? അപ്പോൾ ബേസിൽ ശമ്പളം കൂട്ടി തരാൻ വിളിച്ചതാ. അപ്പോൾ പ്രിയേഷ് ശരിക്കും? അപ്പോൾ ബേസിൽ നിന്നോട് ഇന്നലെ ആ സ്റ്റോക്ക് മുഴുവൻ എടുത്തു വെച്ചിട്ട് പോയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അപ്പോൾ പ്രിയേഷ് അത് നേരത്തെ പോകേണ്ട ഒരു ആവശ്യം വന്നു, അതാ. അപ്പോൾ ബേസിൽ നന്നായി, കുറച്ച് സ്റ്റോക്ക് കൂടി വന്നിട്ടുണ്ട്, വേഗം പോയാൽ പെട്ടിയൊക്കെ എടുത്ത് അകത്ത് വയ്ക്ക്, ചെല്ല്. അപ്പോൾ പ്രിയേഷ് ഞാൻ മാത്രമാണ് ഇവിടെ പെട്ടി ചുമക്കാനുള്ളൂ, എന്നോട് മാത്രം പറയുന്നത് എന്തിനാ? അപ്പോൾ ബേസിൽ പത്തി തോറ്റ നിന്നോട് 10 പെട്ടി ചുമക്കാനല്ലാണ്ട് 10 ലക്ഷത്തിൻ്റെ ചെക്ക് ഒപ്പിടാൻ പറയാൻ പറ്റുമോ? പോയി പെട്ടി എടുക്കണ. അപ്പോൾ പ്രിയേഷ് 10 മിനിറ്റ് ഇപ്പോൾ ശരിയാക്കാം. അവൻ അവിടെ ഒന്നും പോകുന്നു. എക്സ്റ്റീരിയർ കവല. ഒരു പിക്കപ്പ് ജീപ്പ് വന്ന് നിർത്തുന്നു. അതിൽ നിന്നും അലക്സിച്ചായൻ ഒരു ചാക്ക് കുരുമുളകുമായിട്ട് പലചരക്കടയിലേക്ക് കയറി വരുന്നു. എന്നിട്ട് അലക്സിച്ചായൻ കുറച്ച് കുരുമുളക ഒന്ന് തൂക്കിയെടുത്തേ. അപ്പോൾ കടക്കാരൻ ഒറ്റ ചാക്കേ ഉള്ളൂ? അപ്പോൾ അലക്സിച്ചായൻ കുറച്ച് കാശിന് ആവശ്യം വന്നു, ബാക്കി മനക്കാനെ നന്നേക്കടാ പോയി, പേടിക്കണ്ട. അപ്പോൾ കടക്കാരൻ എങ്ങോട്ടാ യാത്ര? അപ്പോൾ കടക്കാരൻ കുരുമുളക് തൂക്കി നോക്കുകയാണ്. അപ്പോൾ അലക്സിച്ചായൻ പെണ്ണും പിള്ള വീട് വരെ ഒന്ന് പോവാം, കാറിനൊരു സുഖമില്ലാതെ കിടപ്പല്ലേ, ഇപ്പോൾ പോയിട്ട് കുറേ ആയി. അപ്പോൾ കടക്കാരൻ വർക്കിച്ചന് കുറവൊന്നുമില്ലല്ലേ? അപ്പോൾ അലക്സിച്ചായൻ എന്തു കുറവ്, ദിവസം കഴിയുന്തോറും കൂടുന്നേ ഉള്ളൂ. കടക്കാരൻ പൈസ എണ്ണുന്നു. എന്നിട്ട് പൈസ കൊടുക്കുന്നു. 10 ഇപ്പം തരാം, ബാക്കി വൈകിട്ട് എത്തിക്കാം. അപ്പോൾ അലക്സിച്ചായൻ ഞാൻ വന്ന് വാങ്ങിച്ചോളാം. അലക്സിച്ചായൻ പൈസ വാങ്ങി പുറത്തേക്ക് ഇറങ്ങുന്നു. മെമ്പർ അവിടേക്ക് വരുന്നു. അപ്പോൾ അലക്സിച്ചായൻ മെമ്പറെ മറ്റേ വായ്പയുടെ കാര്യം? അപ്പോൾ മെമ്പർ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുമേ, ശരിയാക്കാന്നേ. അപ്പോൾ അലക്സിച്ചായൻ അല്ല, ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായേ. അപ്പോൾ മെമ്പർ എന്ന് പറഞ്ഞാൽ സർക്കാർ കാര്യമില്ലേ, ഞാൻ ശരിയാക്കി തരാം. അത് അലക്സിച്ചായൻ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ മെമ്പർ സ്വയം പിന്നെ എനിക്കിത് മാത്രമല്ലേ പണി. അലക്സിച്ചായൻ ജീപ്പിൽ കയറുന്നു. അകത്ത് ഭാര്യ ഇരിക്കുന്നുണ്ട്. അലക്സി ജീപ്പ് എടുത്തു. എക്സ്റ്റീരിയർ ജീപ്പ് സഞ്ചരിക്കുന്നു. അലക്സിച്ചായൻ മിണ്ടാതിരുന്ന് ജീപ്പ് ഓടിക്കുകയാണ്. അപ്പോൾ ഭാര്യ എന്താ മനുഷ്യ നിങ്ങളുടെ മുഖം എങ്ങനെ? അപ്പോൾ അലക്സിച്ചായൻ നിന്നെ കെട്ടിയപ്പോഴുള്ള മുഖം തന്നെയല്ലേ ഇപ്പോഴും? അപ്പോൾ ഭാര്യ അതല്ല, ഒരു സന്തോഷമില്ലാത്ത എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ അലക്സിച്ചായൻ സന്തോഷിക്കാൻ നമ്മൾ ഊട്ടിക്ക് ടൂർ പോകുന്നല്ലോ, നിന്നെ തന്തേനെ കാണാൻ പോവല്ലേ. അപ്പോൾ ഭാര്യ ഓ അതാണോ കാര്യം? അലക്സിച്ചായൻ എടി നിനക്കത് കുഴപ്പമില്ല, നീയൊക്കെ ആ സൈഡാ, എനിക്കൊരു വിലയും തരാത്ത ആളാണ് നിൻ്റെ തന്തപ്പടി. ഈ കുരുമുളകിൻ്റെ വില പോലും അങ്ങേരെ എനിക്ക് തന്നിട്ടില്ല. അപ്പോൾ ഭാര്യ പതിയെ അതിന് കുരുമുളകിന് നല്ല വിലയാണ്. പെട്ടെന്ന് അലക്സിച്ചായൻ ഭാര്യയെ നോക്കുന്നു. കട്ടാവുന്നു. ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ. ഭാര്യ വീട് കുറച്ച് സമയത്തിന് ശേഷം. ജീപ്പ് നിർത്തി അവർ വീട്ടിലേക്ക് കയറി. ഭാര്യയാണ് ആദ്യം കയറിയത്. അപ്പോൾ ഭാര്യ ചാച്ചാ. അകത്ത് ഭാര്യയുടെ അച്ഛൻ വർക്കി TV കാണുകയാണ്. അപ്പോൾ വർക്കി ഈ വർക്കിയും അലക്സിയും തമ്മിൽ ഭയങ്കര എതിരാണ്, ഓപ്പോസിറ്റാണ്. അപ്പോൾ വർക്കി രാവിലെ തന്നെ പോന്നല്ലേ, അവൻ വന്നില്ലേടി? അപ്പോൾ ഭാര്യ ദേ വന്നിട്ടുണ്ട്. അപ്പോൾ അലക്സിച്ചായനും അകത്തേക്ക് കയറി വന്നു. അപ്പോൾ വർക്കി ഈ വഴിയൊക്കെ മറന്നിട്ടില്ലല്ലേ? അപ്പോൾ അലക്സിച്ചായൻ എന്തു പറയാനാ ചാച്ചാ, സമയം കിട്ടണ്ടേ? അപ്പോൾ വർക്കി നിനക്കതിന് എന്നെ എത്ര തിരക്ക്, പറമ്പിക്കട അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതോ? അപ്പോൾ അലക്സിച്ചായൻ ഇപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ വർക്കി വലിയ കുറവൊന്നുമില്ല. അപ്പോൾ അലക്സിച്ചായൻ TV-യിലേക്ക് നോക്കുന്നു. എന്നിട്ട് ഇപ്പോഴെങ്ങാനും തീരുമോ? അത് കേട്ട് ചാച്ചനടക്കം എല്ലാവരും പെട്ടെന്ന് നിശബ്ദനാവുന്നു. അപ്പോൾ അലക്സിച്ചായൻ TV-യിലേക്ക് നോക്കിക്കൊണ്ട് സീരിയലേ? അപ്പോൾ വർക്കി
അത് തീരാൻ കുറച്ച് കാലം പിടിക്കും. അപ്പോൾ അലക്സി ചായൻ കഷ്ടം. അപ്പോൾ അമ്മായിയമ്മ അലക്സി ഇരിക്കുക, ചായ എടുക്കാം. അപ്പോൾ അലക്സി ചായൻ പഞ്ചസാര വേണ്ടായേ. അപ്പോൾ അമ്മായിയമ്മ മാറിയിടാൻ മുണ്ടെടുക്കട്ടെ. അപ്പോൾ അലക്സി ചായൻ വേണ്ട വേണ്ട ഞാനിപ്പോൾ പോകും. അപ്പോൾ അമ്മായിയമ്മ അതെന്ത് പണിയാ അലക്സി, നാളെ പോകാമെന്നേ. അപ്പോൾ അലക്സി ചായൻ ഇവള് 2 ദിവസം ഇവിടെ നിൽക്കട്ടെ, ഞാൻ മറ്റന്നാൾ വരാം, എന്നിട്ടൊരു ദിവസം നിൽക്കാം. അപ്പോൾ അമ്മായിയമ്മ എന്നാലും നീ ഇപ്പോൾ ഓടിപ്പിടിച്ച് അങ്ങോട്ട് പോയിട്ടെന്തിനാ? അപ്പോൾ ചാച്ചൻ അല്ല അവനിപ്പോൾ ഇവിടെ നിന്നിട്ടെന്തിനാ? അത് കേട്ട് അലക്സി ചായൻ ചാച്ചനെ നോക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് കട്ടാവുന്നു. എക്സ്റ്റീരിയർ ആൻഡ് ഇൻറ്റീരിയർ സൂപ്പർ മാർക്കറ്റ് ഉച്ച. തിരക്ക് തീരെ കുറവാണ്. ബേസിൽ ഓരോ ഷെൽഫിലുള്ള സാധനങ്ങളുടെയൊക്കെ കണക്കെടുക്കുകയാണ്. അവൻ ഹോർലിക്സിൻ്റെ ഷെൽഫിനടുത്താണ് നിൽക്കുന്നത്. എന്നിട്ട് ബേസിൽ 2 ദിവസം മുമ്പ് സ്റ്റോക്ക് വന്നതാണല്ലോ, ഇവന്മാരിത് കലക്കി കുടിക്കുന്നുണ്ടോ? അപ്പോൾ എണ്ണമെടുത്ത് തിരിഞ്ഞത് മുന്നിൽ SI സിജുവിനെ കാണുന്നു. ബേസിൽ ഞെട്ടി നിന്നു. അപ്പോൾ സിജു എന്താടാ? അപ്പോൾ ബേസിൽ ഒന്നുമില്ല. അപ്പോൾ സിജു 10 കാടമുട്ട എടുത്ത് ജീപ്പിലോട്ട് വെച്ചേക്ക്. അപ്പോൾ ബേസിൽ പെട്ടെന്ന് ബേസിൽ ഞെട്ടലിൽ നിന്ന് സ്വഭാവത്തിലേക്ക് വരുന്നു. എന്നിട്ട് ബേസിൽ അയ്യോ കാടമുട്ടയില്ല സാറേ. അപ്പോൾ സിജു ദേഷ്യത്തോടെ പിന്നെ എന്തിനാടാ ഇതൊക്കെ തുറന്നു വെച്ചിരിക്കുന്നത്? അപ്പോൾ ബേസിലൊന്നും പറഞ്ഞില്ല. അപ്പോൾ സിജു കാടയില്ലെങ്കിൽ 26 മുട്ട ആയിക്കോട്ടെ. അതുണ്ടാവുമോ? അപ്പോൾ ബേസിൽ ഉണ്ട്, താറാവുണ്ട്. അല്ല താറാവ് മുട്ടയുണ്ട്. അപ്പോൾ ബേസിൽ അവിടെ നിന്നും പോകുന്നു. അപ്പോൾ ബേസിൽ പ്രിയേഷിനോട് പ്രിയേഷെ ഒരു 20 താറാവ് മുട്ട എടുത്ത് കൊടുക്ക് സാറിന്. പ്രിയേഷ് താറാവ് മുട്ട പാക്ക് ചെയ്ത് പുറത്തേക്ക് വന്നു. സിജു ജീപ്പിലിരിക്കുകയാണ്. അപ്പോൾ പ്രിയേഷ് മുട്ട കൊടുത്തു, ഒപ്പം ബില്ലും കൊടുത്തു. അപ്പോൾ സിജു ഇതെന്താ? അപ്പോൾ പ്രിയേഷ് ബില്ല് ഇത് ഞാൻ ചോദിച്ചോ? ഇല്ല, ബില്ല് ചോദിക്കണമെന്നില്ല. അപ്പോൾ സിജു ചോദിക്കാത്ത സാധനം ഞാൻ വാങ്ങാറില്ല, നീ വെച്ചോ. സിജു ജീപ്പെടുത്ത് അവിടെ നിന്നും പോയി. അപ്പോൾ പ്രിയേഷ് ഇതെന്ത് കോപ്പ്? എന്നിട്ട് പ്രിയേഷ് ബില്ലുമായിട്ട് അകത്തേക്ക് കയറി ബേസിലിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പ്രിയേഷ് ബില്ല്. അപ്പോൾ ബേസിൽ എൻ്റെയോ? അല്ല ആ സാറിൻ്റെ. ഇതെന്തിനാ എനിക്ക്? അപ്പോൾ പ്രിയേഷ് ആ സാറ് വാങ്ങിച്ചില്ല. അപ്പോൾ ബേസിൽ എങ്കിൽ നീ തന്നെ അടച്ചേക്ക്. ബേസിൽ അവിടെ നിന്നും പോകുന്നു. പ്രിയേഷ് എന്ത് വേണമെന്നറിയാത്ത മട്ടിൽ അവിടെ നിൽക്കുന്നു. കട്ടാകുന്നു. എക്സ്റ്റീരിയർ ആൻഡ് ഇൻറ്റീരിയർ സൂപ്പർ മാർക്കറ്റ്. കുറച്ച് സമയത്തിന് ശേഷം മെല്ലെ സംശയത്തോടെ തോമസ് അകത്തേക്ക് കയറി വരുന്നു. അവിടെ ബേസിലിനെ കണ്ട് അവൻ അടുത്തേക്ക് തോമസ് കയറി ചെല്ലുന്നു. എൻ്റെ തോമസ് എന്താടാ പോലീസ് ഇവിടെ? കാട്ടി കയറിയത് അറിഞ്ഞോ? നിങ്ങളെ പൊക്കിയോ? അപ്പോൾ ബേസിൽ പൊക്കി. അപ്പോൾ തോമസ് ഞെട്ടലോടെ അപ്പോൾ ബേസിൽ 20 താറാവ് മുട്ട പൊക്കി, പുള്ളി പോയി. അപ്പോൾ തോമസ് ആശ്വാസത്തോടെ ഭാഗ്യം. പെട്ടെന്ന് സുശീലൻ അവിടേക്ക് വരുന്നു. അയാളെ കണ്ടതും തോമസ് ഞെട്ടി. അപ്പോൾ തോമസ് അയ്യോ ഓന്ത്. അപ്പോൾ സുശീലൻ ഓന്തല്ലടാ കാലൻ, നിൻ്റെ കാലൻ. സാധനം വാങ്ങാനല്ലാതെ ഇവിടെ കണ്ടുപോരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല നിന്നോട്. അപ്പോൾ ബേസിലിനോട് എനിക്കിവനോടല്ല നിന്നോടാ പറയാനുള്ളത്. നിൻ്റെ കൂട്ടുകാരനാണെന്നുള്ള ലേബലിൽ ഇവനിങ്ങനെ ഇവിടെ കയറി ഇറങ്ങുന്ന പരിപാടി നടക്കില്ല. അപ്പോൾ ബേസിൽ അത് ഇവൻ സാധനം വാങ്ങാൻ വന്നതാ. അപ്പോൾ സുശീലൻ എന്ത് സാധനം? അപ്പോൾ ബേസിൽ കുക്കർ. അപ്പോൾ തോമസ് ഞെട്ടുന്നു. കുക്കറോ? ആര്? അപ്പോൾ സുശീലൻ തെർമൽ കുക്കറാണോ റൈസ് കുക്കറാണോ? അപ്പോൾ ബേസിൽ വിക്കലോടെ ഇൻഡക്ഷൻ കുക്കർ. അപ്പോൾ സുശീലൻ സ്നേഹത്തോടെ ഇതാദ്യം പറയണ്ടേ? എന്നിട്ട് തോമസിനോട് നീ വെറുതെ വായിൽ നോക്കാൻ കയറി വന്നതെന്നല്ലേ ഞാൻ കരുതിയത്. എന്നിട്ട് ബേസിലിനോട് ഇവന് നല്ലൊരു ഇൻഡക്ഷൻ കുക്കർ എടുത്ത് കൊടുക്ക് ചെല്ല്. എന്നിട്ട് ബേസിൽ അവനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. കട്ടാവുന്നു. എക്സ്റ്റീരിയർ അലക്സി ചായൻ്റെ വീട്. രാത്രി വീടിൻ്റെ ഔട്ട് ഹൗസിലിരുന്ന് അലക്സി ചായനും തോമസും വെള്ളം അടിക്കുകയാണ്. അടി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അലക്സി ചായൻ ഒരു വെട്ടൊഴുക്കി. അപ്പോൾ തോമസ് മദ്യം ഒഴിക്കുന്നു. അപ്പോൾ തോമസ് കടും വെട്ടായാലോ? അപ്പോൾ അലക്സി ചായൻ കരൾ ഉണ്ണിയപ്പമായി, വെട്ടുമതി. 2 പേരും ഓരോന്ന് അടിക്കുന്നു. അപ്പോൾ തോമസ് അച്ചായ പന്നി, അതും കൂടി കൂട്ടി ഒരു പിടിപിടിക്കാൻ പറ്റുമോ? അപ്പോൾ അലക്സി ചായൻ അതിന് കൂട്ടി അടുപ്പിലും അവൻ വെള്ളം ഒഴിച്ചേരെ, പന്നി വേറെ കാര്യത്തിനുള്ളതാണ്. അപ്പോൾ തോമസ് അപ്പോൾ ഞാൻ വെളുപ്പിന് ഉറക്കം കളഞ്ഞത് വെറുതെ. അലക്സി ചായൻ അച്ചാറ് തൊട്ട് നക്കുന്നു. എന്നിട്ട് തോമസ് ചായ പോലീസ് നമ്മളെ കണ്ടിട്ടുണ്ടാവോ? അപ്പോൾ അലക്സി ചായൻ പോലീസ് അല്ലടാ, അത് ഫോറസ്റ്റാ. അപ്പോൾ തോമസ് പക്ഷെ പൊക്കുന്നത് പോലീസായിരിക്കുമല്ലോ. അപ്പോൾ അലക്സി ചായൻ നാളെ വൈകിട്ടത്തോടുകൂടി നമ്മൾ 3 പൊക്കും, കാട്ടിക്കയറി പന്നിയെ വെടിവെച്ചതിന്. അപ്പോൾ തോമസ് കർത്താവ് എൻ്റെ കാനഡ. തോമസ് ഒരെണ്ണം കൂടി ഒഴിച്ചടിക്കുന്നു. പണി കഴിഞ്ഞ് ബേസിൽ അവിടേക്ക് വരുന്നു. ബേസിൽ തുടങ്ങിയോ പരിപാടി? അപ്പോൾ തോമസ് ഇപ്പോൾ തുടങ്ങിയുള്ളൂ. അപ്പോൾ തോമസ് ബേസിലിന് ഒഴിച്ചു. അപ്പോൾ അലക്സി ചായൻ എന്താടാ കഞ്ചാവടിച്ച കോഴീനെ പോലെ? അപ്പോൾ ബേസിൽ എന്നാ പറയാനാ ചായ, ആ ഓന്തിനെ കൊണ്ട് ഒരു രക്ഷയില്ല, എന്തു പറഞ്ഞാലും തെറി, കുറച്ച് കഴിഞ്ഞാൽ സ്നേഹം, മടുത്തു. അപ്പോൾ അലക്സി ചായൻ ഒരെണ്ണം കൂടി അടിച്ചിട്ട് പുള്ളി മീശ തുടയ്ക്കുന്നു. എന്നിട്ട് പറയാണ് എന്നാൽ പിന്നെ നിനക്ക് എൻ്റെ കൂടെ കാനഡയ്ക്ക് പോയിക്കൂടെ? അപ്പോൾ ബേസിൽ അതെങ്ങനെയാ ചായ, അവൾക്ക് പുറത്തേക്ക് പോകാൻ താല്പര്യമില്ല. അപ്പോൾ അലക്സി ചായൻ താല്പര്യമില്ലെങ്കിൽ അവളെ കൊണ്ടുപോകണ്ട, നിനക്ക് പോകാലോ. അപ്പോൾ ബേസിൽ അത് പറ്റില്ല,
അപ്പോൾ തോമസ്, അപ്പോൾ ഒരെണ്ണം കൂടി ഒഴിക്കാം. ബേസിൽ അവനെ നോക്കുന്നു. അപ്പോൾ ബേസിൽ കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് പോകുന്നത്. ആ സുശീലിൻ്റെ മുഖത്ത് നോക്കി 4 എണ്ണം വിളിച്ചു പറഞ്ഞിട്ട് നാളെ ഇറങ്ങിയാലോ എന്ന് വിചാരിച്ചാൽ ഞാൻ നടക്കുന്നത്. അപ്പോൾ തോമസ്, എന്നിട്ട് പണിയൊന്നുമില്ലാതെ വെറുതെ നടക്കാനാണോ നിൻ്റെ ഭാവം? അപ്പോൾ ബേസിൽ, അത് നടക്കില്ല. 2 ദിവസം വെറുതെ വീട്ടിലിരിക്കുമ്പോഴേക്കും തുടങ്ങും കുത്തുവാക്കും പരിഹാസവും. അപ്പോൾ അലക്സി ചായൻ, വേറെ പണി കിട്ടിയാൽ നീ അപ്പോൾ ഇറങ്ങുമല്ലേ? അപ്പോൾ ബേസിൽ, വെറുതെ അങ്ങ് ഇറങ്ങുമല്ല, 4 എണ്ണം പറഞ്ഞിട്ട് ഇറങ്ങും. അപ്പോൾ അലക്സി ചായൻ, എങ്കിൽ നാളെ 4 എണ്ണം പറയാൻ റെഡി ആയിക്കോ, നിനക്ക് പണി ഞാൻ തരാം. അപ്പോൾ ബേസിൽ, എന്ത് പണി? അപ്പോൾ തോമസ്, പറമ്പി പണിയായിരിക്കും. അപ്പോൾ അലക്സി ചായൻ, പോടാ, നിനക്ക് വേറെ പണി വേണോ വേണ്ടയോ? അപ്പോൾ ബേസിൽ, അതെന്ത് ചോദ്യമാണ്, വേണം, അച്ചായൻ എങ്ങനെ ശരിയാക്കും? അപ്പോൾ അലക്സി ചായൻ ആലോചിക്കുകയാണ്. അപ്പോൾ ബേസിൽ, വല്ലതും നടക്കുമോ? അപ്പോൾ തോമസ്, നടക്കും, അവസാനം നീ പെരുവഴി കൂടെ നടക്കും. അലക്സി ചായൻ അപ്പോൾ തോമസിനെ നോക്കുന്നു. അവൻ തല താഴ്ത്തുന്നു. അലക്സി ചായൻ ഫോണിൽ ഒരു നമ്പർ എടുത്ത് ഡയൽ ചെയ്ത് വിളിക്കുന്നു. അലക്സി ചായൻ ഫോണിൽ കൂടി, സെബാസ്റ്റ്യോ, ഞാനാ അലക്സി. അപ്പോൾ സെബാസ്റ്റ്യൻ ഫോണിൽ കൂടി, ആ ചേട്ടായി, കുറേ കാലമായാലോ വിളിച്ചിട്ട്, എന്നാ ഉണ്ട്? അപ്പോൾ അലക്സി ചായൻ, വിളിക്കുന്നില്ലെങ്കിലും എല്ലാം അറിയുന്നുണ്ടാവേ, നീ പുതിയ മാർക്കറ്റ് തുടങ്ങിയോ? അപ്പോൾ സെബാസ്റ്റ്യൻ, തുടങ്ങി വരുന്നു, എന്താ ചേട്ടായി? അപ്പോൾ അലക്സി ചായൻ, എൻ്റെ മരുമോൻ ചക്കന് ഇവിടെ ഒരു പണിയില്ലാതെ ഇരിപ്പാ, ഇങ്ങനെ ഇരുന്നാൽ കൂട്ടുകെട്ടൊക്കെ ആയിട്ട് ചീത്തയായി പോകത്തേ ഉള്ളൂ. അത് കേട്ട് തോമസ് അലക്സി ചായനെ നോക്കുന്നു. അപ്പോൾ ബേസിൽ സ്വയം, സത്യം. അപ്പോൾ അലക്സി ചായൻ, നീ അവിടെ എന്തെങ്കിലും ഒരു പണി ഉണ്ടെങ്കിൽ ഇവന് കൊടുക്കണം, ചെറുക്കൻ നല്ല വിദ്യാഭ്യാസം ഉള്ളതാ, നീ ഒന്ന് നോക്ക്. അപ്പോൾ സെബാസ്റ്റ്യൻ, പണിയെന്ന് പറയുമ്പോൾ ഈ മാസം 20-ന് ഉദ്ഘാടനം തീരുമാനിച്ചിരിക്കുക, സ്റ്റാഫൊക്കെ ഏറെക്കുറെ ആയി. ഏതായാലും നാളെ തന്നെ അവനെ വിട്ടേക്ക്, ഇപ്പം എന്തെങ്കിലും പണി കൊടുക്കാം, പിന്നെ ഒരു 1-1.5 മാസത്തിനുള്ളിൽ നല്ല പോസ്റ്റിലാക്കിയേക്കാം, വല്ല മാനേജറോ അങ്ങനെ വല്ലോ, ചേട്ടായി പേടിക്കണ്ട. അപ്പോൾ അലക്സി ചായൻ, ആയിക്കോട്ടെ, പണിയെടുത്ത് ശീലമില്ലാത്തവനാ, അതുകൊണ്ട് അധികം കഷ്ടപ്പെടുത്തരുത്. അപ്പോൾ സെബാസ്റ്റ്യൻ, ചേട്ടായുടെ ചെക്കനല്ലേ, ശരിയാക്കാന്ന്, അവനോട് രാവിലെ നേരെ ഇങ്ങ് വന്നേക്കാൻ പറ. അപ്പോൾ അലക്സി ചായൻ, വലിയ ഉപകാരം, ഞാൻ വന്ന് കണ്ടോളാം നിന്നെ, ശരി വെച്ചേക്കോ. അച്ചായൻ ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോൾ അലക്സി ചായൻ, നീ രാവിലെ കട്ടപ്പനയിലേക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് അല്ലേ, പണി റെഡിയാ. അപ്പോൾ ബേസിൽ, ശരിക്കും? അപ്പോൾ അലക്സി ചായൻ, അതേന്ന്. അപ്പോൾ തോമസ്, പണിയെടുത്ത് ശീലമില്ലെന്ന് എന്തിനാണ് പറഞ്ഞത്? അപ്പോൾ അലക്സി ചായൻ, അവിടെ വല്ല മാനേജർ ആവാനാണെങ്കിൽ കുറച്ച് സമയം പിടിക്കും, പണിയെടുത്ത് ശീലമുണ്ടെന്ന് പറഞ്ഞാൽ അതുവരെ നല്ല കട്ടി പണിയെടുക്കേണ്ടി വരും. അപ്പോൾ ബേസിൽ സന്തോഷത്തോടെ, ഇച്ചായനാണ് ഇച്ചായ, പൊന്നിച്ചായൻ. അച്ചായൻ സന്തോഷത്തോടെ ഒരു പെഗ് കൂടി അടിക്കുന്നു. അപ്പോൾ തോമസ്, അപ്പോൾ പണി റെഡിയായി, ഞാനൊന്ന് ഇറങ്ങിയേക്കുക. അപ്പോൾ ബേസിൽ, ഞാനും ഉണ്ട്. അപ്പോൾ തോമസ്, ഇച്ചായ, അപ്പോൾ നാളെ കാണാം. അലക്സി ചായൻ, നാളെ ഒറ്റൊരെണ്ണം വരണ്ട, നാളെ ഞാനൊരു വഴിക്ക് പോവാം, മറ്റന്നാളെ വരൂ. അപ്പോൾ തോമസ്, എങ്ങോട്ടാ, ട്രിപ്പാണോ? അപ്പോൾ അലക്സി ചായൻ, അല്ല, തീർത്ഥാടനം. അപ്പോൾ തോമസ്, വേളാങ്കണ്ണിക്കാ? അപ്പോൾ അലക്സി ചായൻ, അല്ല, ഹിമാലയത്തിലേക്ക്, വലിയ കാര്യം അന്വേഷിക്കാതെ പോയി കുടുംബത്തിൽ കയറി ചെല്ല്. അപ്പോൾ തോമസ്, അപ്പോൾ ശരി. അവരവിടെ നിന്നും പുറത്തിറങ്ങി ബൈക്കിൽ നിന്നും പോകുന്നു. ഇൻറ്റീരിയർ ബേസിലിൻ്റെ വീട് രാവിലെ. ബേസിൽ രാവിലെ തന്നെ എണീറ്റ് ഉത്സാഹത്തോടെ റെഡി ആവുന്നതിൻ്റെയും മറ്റും ദൃശ്യങ്ങൾ കാണിക്കുന്നു. അതായത് ഇന്ന് പുള്ളി സുശീലിനോട് 2 വർത്തമാനം പറഞ്ഞിട്ട് ഇറങ്ങാൻ പോയി നേരെ മറ്റേ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. അതിൻ്റെ സന്തോഷമാണ്. ട്രീസ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ബേസിൽ, താങ്ക്സ്. ബേസിൽ എന്നിട്ട് അവളുടെ നെറ്റിയിൽ ചുംബിക്കുന്നു. കട്ടാവുന്നു ഇൻറ്റീരിയർ പള്ളിയുടെ മുന്നിൽ വന്ന് ബൈക്ക് നിർത്തി പ്രാർത്ഥിച്ച് നേർച്ച ഇട്ടിട്ട് ബേസിൽ അവിടെ നിന്നും പോകുന്നു. ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഹൈപ്പർ മാർക്കറ്റ്. വെളിയിൽ ബൈക്ക് നിർത്തി ഗൗരവത്തോടെ ബേസിൽ അകത്തേക്ക് കയറി ചെല്ലുന്നു. പ്രിയേഷ് എത്തിയിട്ടുണ്ട്. അവൻ ഫ്ലോർ ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ ബേസിൽ, സുശീലനുണ്ടോ അകത്ത്? പെട്ടെന്ന് പ്രിയേഷ് അന്തം വിട്ടിട്ട്, സുശീലനോ? അതായത് പേരെടുത്ത് വിളിച്ചതിൻ്റെ ഒരു ഞെട്ടൽ. അപ്പോൾ ബേസിൽ, അതെ, ഓന്ത് സുശീലൻ. പ്രിയേഷ് അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ബേസിൽ അകത്തേക്ക് ചെല്ലുന്നു. അകത്ത് സുശീലനുണ്ട്. സുശീലൻ, ആഹാ, ഇന്നത്തെ പറ്റി നേരത്തെ ആണല്ലോ. അപ്പോൾ ബേസിൽ, അവസാനത്തെ വരവ് നേരത്തെ വരാമെന്ന് വെച്ചു. അപ്പോൾ സുശീലൻ കേൾക്കാത്ത മട്ടിൽ, എന്താ? അപ്പോൾ ബേസിൽ ഉറക്കെ, എടാ ഓന്ത് സുശീല, വേറൊരു 5 മിനിറ്റ് ലേറ്റായതിന് താൻ എന്നെ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത്? അറിയാൻ മേലാണ്ട് ചോദിക്കുക, തനിക്ക് വട്ടാണോ? അപ്പോൾ സുശീലൻ ദേഷ്യത്തോടെ, എടാ മര്യാദയ്ക്ക് സംസാരിക്കണം. അപ്പോൾ ബേസിൽ, മര്യാദ ഉള്ളവനോടല്ലേ മര്യാദയ്ക്ക് സംസാരിക്കേണ്ട കാര്യമുള്ളൂ. എനിക്ക് വേണ്ടടോ ഈ തുക്കട ഷോപ്പിലുള്ള തുക്കട ജോലി. ഞാൻ പോകുക. താനും തൻ്റെ ഷോപ്പും പണ്ടാരടങ്ങട്ടെ. എനിക്ക് തരാതെ ഓരോ അവധി പറഞ്ഞ് നീട്ടി വെച്ചിരിക്കുന്ന സാലറിക്ക് താൻ പോയി ഉണ്ടംപൊരി വാങ്ങിക്കഴിച്ചോ. എന്നിട്ട് പ്രിയേഷിനെ നേരെ ചൂണ്ടിക്കൊണ്ട്, 2 എണ്ണം ഇവനും കൊടുക്ക്. ബേസിൽ പോകാനായി തിരിഞ്ഞു. പ്രിയേഷ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബേസിൽ പ്രിയേഷിനോട്, നീയും ഇവിടെ കിടന്ന് പണ്ടാരടങ്ങത്തേ ഉള്ളൂ, നോക്കിക്കോ. ബേസിൽ സ്ലോ മോഷനിൽ ഡോറ് തുറന്ന് അവിടെ നിന്നും പോകുന്നു. എക്സ്റ്റീരിയർ ഗോൾഡ് സൂപ്പർ മാർക്കറ്റ് കുറേ സമയത്തിന് ശേഷം, അതായത് പുതിയ സൂപ്പർ മാർക്കറ്റ്, ഓപ്പൺ ചെയ്തിട്ടില്ലാത്തൊരു സൂപ്പർ മാർക്കറ്റാണത്. അവിടെ കുറച്ച് സ്റ്റാഫുകൾ നിൽക്കുന്നുണ്ട്.
കൂട്ടത്തിൽ മുതലാളിയെപ്പോലെ തോന്നിക്കുന്ന ആളാണ് സെബാസ്റ്റ്യൻ. ബേസിൽ ബൈക്കിൽ നിന്നിറങ്ങി അയാളുടെ അടുത്തേക്ക് ചെന്നു. ബേസിൽ, സെബാസ്റ്റ്യൻ സാറ്. അപ്പോൾ സെബാസ്റ്റ്യൻ, ഞാനാ, ആരാ? അപ്പോൾ ബേസിൽ, ഞാൻ ബേസിൽ, ഒരു ജോലിയുടെ കാര്യത്തിന് വന്നതാ, ഇന്നലെ അലക്സ് ചായം വിളിച്ചിരുന്നു. അപ്പോൾ സെബാസ്റ്റ്യൻ, ആ ചേട്ടായിയുടെ മരുമോൻ. മനസ്സിലായി, മോനെ ഇവിടെ മാനേജറൊക്കെ ആയി, ഫ്ലോർ സ്റ്റാഫാണ് ആവശ്യം, അത് കുഴപ്പമില്ലെങ്കിൽ പതിയെ സൂപ്പർവൈസർ മാനേജറൊക്കെ ആക്കാം. അപ്പോൾ ബേസിൽ, കുഴപ്പമില്ല. അപ്പോൾ സെബാസ്റ്റ്യൻ, ഇന്ന് തന്നെ കയറുമല്ലേ? അപ്പോൾ ബേസിൽ, അതെ. അപ്പോൾ സെബാസ്റ്റ്യൻ, എങ്കിൽ ഇവരോട് നിന്നോ, എക്സ്പീരിയൻസ് ഇല്ലാത്തതല്ലേ, നിങ്ങൾക്ക് 2 ആഴ്ച ട്രെയിനിങ് ഉണ്ട്, വണ്ടി ഇപ്പോൾ വരും, കൂടെ പോയാൽ മതി. ബേസിൽ സംശയത്തോടെ നിൽക്കുകയാണ്. ഒരു ജീപ്പ് അങ്ങോട്ട് വന്നു. എല്ലാവരും ജീപ്പിൽ കയറി. ജീപ്പ് അവിടെ നിന്നും പോയി. എക്സ്റ്റീരിയർ മിനിമോൾ മാർക്കറ്റ്. ജീപ്പ് നിർത്തിയത് മറ്റേ പഴയ സുശീലൻ്റെ ഇവൻ മുമ്പ് വർക്ക് ചെയ്ത മാർക്കറ്റിൻ്റെ മുന്നിലാണ്. ബേസിൽ അമ്പരന്നു. അവൻ പുറത്തേക്ക് നോക്കുന്നു. എന്നിട്ട് ബേസിൽ, ഇതെന്താ ഇവിടെ നിന്നും ആൾ കയറാനുണ്ടോ? അപ്പോൾ സ്റ്റാഫ്, അല്ല ഇവിടെയാ ട്രെയിനിങ്. അപ്പോൾ ബേസിൽ, ഈശ്വര. ബേസിൽ ഞെട്ടുന്നു. സുശീലൻ അവിടെയുണ്ട്. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. ബേസിൽ കൂടെയുള്ളവരുടെ പിന്നിൽ മറഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ ഡ്രൈവർ, കട്ടപ്പനയിൽ നിന്ന് ട്രെയിനിങ്ങിന് പിള്ളേർ വന്നിട്ടുണ്ട്. അപ്പോൾ സുശീലൻ, അവരെ അകത്തേക്ക് വിട്. പെട്ടെന്ന് ബേസിൽ മാറി എന്ന് അലക്സ് ചായനെ വിളിച്ചു. 2 തവണ വിളിച്ചപ്പോഴാണ് ഫോൺ എടുത്തത്. അപ്പോൾ അലക്സ് ചായൻ, എന്തായി, പണിക്ക് കയറിയോ? അപ്പോൾ ബേസിൽ, നല്ല പണിയാണ് തന്നത്, ഇതിലും ഭേദം പണിയില്ലാതെ വെറുതെ ഇരിക്കുന്നതായിരുന്നു. അപ്പോൾ അലക്സ് ചായൻ, അതെന്നാ, നീ കാര്യം പറ. അപ്പോൾ ബേസിൽ, നിങ്ങളെ നേരിട്ടൊന്ന് കാണണം എനിക്ക്, അന്നേരം പറയാൻ ഞാൻ ബാക്കി. അപ്പോൾ അലക്സ് ചായൻ, എടാ കാര്യം പറ. പെട്ടെന്ന് ഡ്രൈവർ വിളിക്കുന്നു. ഡ്രൈവർ, അവിടെ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കാതെ ഇങ്ങോട്ട് വാ. ബേസിൽ പെട്ടെന്ന് കോള് കട്ട് ചെയ്ത് അങ്ങോട്ട് ചെല്ലുന്നു. സുശീലിന് അവനെ കണ്ടു. അവൻ എന്ത് വേണമെന്നറിയാതെ നിൽക്കുകയാണ്. അപ്പോൾ സുശീലിന് അവനെ അടിമുടി നോക്കുന്നു. അപ്പോൾ ഡ്രൈവർ, ഇത് ബേസിൽ. എൻ്റെ ബേസിലിനോട്, ബേസിലെ ഇത് സുശീലൻ സാർ, ഓണറാ. അപ്പോൾ ബേസിൽ വിക്കലോടെ, ഹലോ. അപ്പോൾ സുശീലൻ അവൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് സുശീലൻ, അവസാനത്തെ വരവാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബേസിൽ പരിങ്ങലോടെ, ആര് പറഞ്ഞു? അപ്പോൾ ഡ്രൈവർ, നിങ്ങൾ നേരത്തെ പരിചയമുണ്ടോ? അപ്പോൾ സുശീലൻ, എനിക്ക് ആൾ മാറിയതാ, ഞാൻ ഉദ്ദേശിച്ച ആൾ ഇതല്ല. എന്നിട്ട് ബേസിലിനോട്, മോൻ ചെല്ല്, ട്രെയിനിങ് അകത്തു നിന്ന് തരും കേട്ടോ. ബേസിൽ തലയാട്ടി അകത്തേക്ക് പോകുന്നു. ഇൻറ്റീരിയർ മാർക്കറ്റ്. പുതിയ സ്റ്റാഫുകളെല്ലാം നിരന്ന് നിൽക്കുകയാണ്. അപ്പോൾ സുശീലൻ അവിടേക്ക് വരുന്നു. എന്നിട്ട് സുശീലൻ, ഇവിടെ മാനേജർ ഒരുത്തനുണ്ടായിരുന്നു, അവൻ ഇന്ന് രാവിലെ നിർത്തിപ്പോയി. പ്രിയേഷ് അവിടേക്ക് വരുന്നു. അപ്പോൾ ബേസിൽ പ്രിയേഷിനെ നോക്കി അളിഞ്ഞ ചിരിച്ചിരിക്കുന്നുണ്ട്. പ്രിയേഷ് ഗൗരവത്തിലാണ്. അപ്പോൾ സുശീലൻ, ഇത് പ്രിയേഷ്, പുതിയ മാനേജർ വരുന്നതുവരെ ഇവനാണ് ഇവിടുത്തെ ഫ്ലോർ മാനേജർ, ട്രെയിനിങ് ഇവൻ തരും. എന്നിട്ട് പ്രിയേഷിനോട്, അപ്പോൾ തുടങ്ങിക്കോ. അപ്പോൾ പ്രിയേഷ്, ഓക്കെ. പ്രിയേഷ് സ്റ്റാഫുകൾക്ക് നേരെ തിരിഞ്ഞു. എന്നിട്ട് പ്രിയേഷ്, ഐ ആം ദി ന്യൂ മാനേജർ. അപ്പോൾ സ്റ്റാഫുകളെല്ലാവരും ഒരുമിച്ച് ഹലോ. അപ്പോൾ ബേസിൽ, ഹലോ പ്രിയേഷ്. പ്രിയേഷ് ബേസിലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് പ്രിയേഷ്, എന്താ വിളിച്ചത്? അപ്പോൾ ബേസിൽ സംശയത്തോടെ, പ്രിയേഷ്. അപ്പോൾ പ്രിയേഷ് ഉറക്കെ, സാർ. അപ്പോൾ ബേസിൽ ഞെട്ടുന്നു. എന്നിട്ട് പ്രിയേഷ്, സാർ എന്ന് വിളിക്കണം. യെസ് സാർ, ഓക്കെ സാർ, ജസ്റ്റ് സാർ, ഓക്കെ. അപ്പോൾ ബേസിൽ, ഓക്കെ സാർ. പ്രിയേഷ് പിന്നിലേക്ക് നടക്കുന്നു. എന്നിട്ട് പ്രിയേഷ്, നിങ്ങളെല്ലാവരും ഫ്ലോർ മൊത്തത്തിലൊന്ന് നോക്കിക്കാണ്, ഒരാൾ എൻ്റെ ഒപ്പം ഒന്ന് വരണം, ഒരു ഹെൽപ്പിന്. എന്നിട്ട് ബേസിലിനെ നോക്കിക്കൊണ്ട്, ഇയാളിങ്ങ് പോരെ. അപ്പോൾ ബേസിൽ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ പ്രിയേഷ്, വരൂ, നമുക്ക് 50 കിലോ ചാക്ക് ചുമന്ന് ട്രെയിനിങ് ആരംഭിക്കാം. അപ്പോൾ ബേസിൽ അമ്പരപ്പോടെ, സാർ. അപ്പോൾ ബേസിൽ ഞെട്ടലോടെ നിൽക്കുകയാണ്. അപ്പോൾ സുശീലൻ, പ്രിയേഷ് ഒന്നിങ്ങ് വന്നേ. പ്രിയേഷ് അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് സുശീലൻ, വൈകിട്ട് 6 മണിയാകുമ്പോൾ അല്ലാതെ അവനിവിടെ നിന്ന് പുറത്തേക്ക് കിടക്കരുത്. അപ്പോൾ പ്രിയേഷ്, ആ കാര്യം എനിക്ക് വിട്ടേക്ക്. പ്രിയേഷ് ബേസിലിനെ കൊണ്ട് നല്ല പണിയെടുപ്പിക്കുന്നത് കാണിക്കുന്നു. ചാക്ക് കെട്ടും പെട്ടികളും ഒക്കെ ഒറ്റയ്ക്ക് ചുമപ്പിക്കുന്നത് ടൈം ലാപ്സായിട്ട് കാണിക്കുകയാണ്. ഇടയ്ക്ക് ട്രീസയെ വിളിക്കുന്നതും കാണിക്കുന്നുണ്ട്. അതായത് അവനിട്ട് നല്ല പണി കൊടുക്കുന്നതാണ് ഈ സീനി കാണിക്കുന്നത്. കട്ടാകുന്നു. എക്സ്റ്റീരിയർ കവല. വൈകിട്ട് ബേസിൽ ബൈക്കിൽ കവലയിലെത്തി. അപ്പോൾ തോമസ് അവിടെയുണ്ട്. തോമസ് അവൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് തോമസ്, ഈ ബേസിലാകെ അവശതയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ തോമസ്, എടാ പണി എങ്ങനെയുണ്ട്? അപ്പോൾ ബേസിൽ, നല്ല പണിയാണ്. അപ്പോൾ തോമസ്, അതറിഞ്ഞാൽ മതി, ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ ബേസിൽ, ആണല്ലേ, നന്ദിയുണ്ട്. അപ്പോൾ തോമസ്, നീ ഇപ്പം എങ്ങോട്ട്, അച്ചായൻ്റെ അടുത്തേക്കാണോ? അപ്പോൾ ബേസിൽ, അതെ, അങ്ങേരെ ഞാനിന്ന് വലിച്ച് കീറും. അപ്പോൾ തോമസ്, അതെന്തിനാ, ഞാനുണ്ടെങ്കിൽ. എന്നിട്ട് അവരവിടെ നിന്ന് പോകുന്നു. എക്സ്റ്റീരിയർ അലക്സ് ചായൻ്റെ വീട്. അച്ചായൻ നല്ല വസ്ത്രം അണിഞ്ഞ് യാത്ര പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും ബേസിലും തോമസും ബൈക്കിൽ അവിടേക്ക് എത്തി. അലക്സ് ചായൻ, നിൻ്റെ പണി കഴിഞ്ഞോ? അപ്പോൾ ബേസിൽ, ഇങ്ങനെയാണെ വലിയ താമസമില്ലാതെ കഴിയും. എന്ത് പരിപാടി അച്ചായ കാണിച്ചത്? ഞാൻ നിങ്ങളുടെ വാക്കും കേട്ടാ സുശീലിനെ പോയി തെറിയും പറഞ്ഞു. അപ്പോൾ തോമസ്, തെറി പറഞ്ഞോ? എൻ്റെയും കൂടെ ചേർത്ത് പറഞ്ഞോ? അപ്പോൾ ബേസിൽ,
എന്നിട്ട് അച്ചായൻ പറഞ്ഞ പണിക്ക് പോയപ്പോൾ അവിടെ നിന്ന് ട്രെയിനിങ് ആണെന്ന് പറഞ്ഞ് തിരിച്ച് സുശീലിൻ്റെ അടുത്തേക്ക് എന്നെ അങ്ങേരുന്ന് കൊന്നില്ലെന്നേ ഉള്ളൂ. ഇന്നലെ വരെ ഞാൻ പണിയെടുപ്പിച്ചവൻ ഇന്ന് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാത്ത പണിയൊന്നുമില്ല. അപ്പോൾ അലക്സ് ചായൻ, എടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഓർത്തോ? അപ്പോൾ ബേസിൽ, ഒന്നും ഓർക്കാതെ എടുത്തു കളഞ്ഞ നിങ്ങളുടെ വാക്ക് കേട്ടത് എനിക്ക് പറ്റിയ തെറ്റ്, മറക്കില്ല ഈ ഉപകാരം. അപ്പോൾ അച്ചായൻ തിരക്കിലാണ്. പുള്ളി വാച്ചിൽ സമയം നോക്കുന്നു. ഇത് വൈകിട്ടാണേ, രാത്രി ആകാറാവാണേ, സന്ധ്യ സമയം. അപ്പോൾ അച്ചായൻ, ഞാൻ വഴിയുണ്ടാക്കാം, ഇപ്പം എനിക്ക് സമയമില്ല, നാളെ ആട്ടെ. അപ്പോൾ ബേസിൽ, അതുപോരാ, അച്ചായൻ വന്ന് ആ സെബാസ്റ്റിനോട് കാര്യം പറ, എന്നിട്ട് എനിക്ക് ട്രെയിനിങ് വേണ്ടാന്ന്, അത് കഴിഞ്ഞിട്ടേ ഞാൻ ഇനി ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. എന്നിട്ട് ബേസിൽ ഉമ്മറത്ത് ഇരിക്കുകയാണ്. അപ്പോൾ അച്ചായൻ, എടാ എന്ന് പറഞ്ഞ് എനിക്ക് പോക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല, ഞാൻ മിക്കവാറും നാളെ രാവിലെ ഒരു 10 ആകുമ്പോഴേക്കും എത്തും, എന്നിട്ട് ശരിയാക്കാന്നേ. അപ്പോൾ ബേസിൽ, എനിക്ക് വിശ്വാസമില്ല. അപ്പോൾ അലക്സ് ചായൻ, ഷെടാ. അപ്പോൾ ബേസിൽ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനും വരാം അച്ചായൻ്റെ കൂടെ, എന്നിട്ട് രാവിലെ തന്നെ നമുക്ക് ഒരുമിച്ച് സെബാസ്റ്റിനെ കാണാം. അപ്പോൾ അച്ചായൻ തലയ്ക്ക് കൈ കൊടുക്കുന്നു. എടാ ഇത് നിന്നെ കൊണ്ട് പോകാൻ പറ്റിയ കാര്യമല്ല. അപ്പോൾ തോമസ്, അച്ചായൻ ഒന്നും പറയണ്ട, അവൻ പറഞ്ഞതാ ശരി. അച്ചായൻ പണി വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഇത്ര വലിയ പണിയായിരിക്കുമെന്ന് അവൻ വിചാരിച്ചിട്ടുണ്ടാവില്ല. അതങ്ങ് സോൾവ് ചെയ്ത് കൊടുക്ക്, അവനും വരട്ടെ ഒപ്പം. അപ്പോൾ അച്ചായൻ ഒന്നും പറയാതെ നിൽക്കുകയാണ്. എന്നിട്ട് തോമസ്, നാളെ രാവിലെ തിരിച്ചു വരുമെങ്കിൽ ഞാനും ഉണ്ട് തീർത്ഥാടനത്തിന്. അപ്പോൾ അച്ചായൻ, നീ എന്തിന്? അപ്പോൾ തോമസ്, അടുത്ത മാസം കാനഡയ്ക്ക് പോയാൽ പിന്നെ നിങ്ങളുടെ കൂടെ ഇങ്ങനെയൊക്കെ വരാൻ പറ്റുമോ? ഞാനും ഉണ്ട് ചായ. എന്നിട്ട് ബേസിലിനോട്, ഒന്ന് പറയടാ. അപ്പോൾ അച്ചായൻ, എടാ നിന്നെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ബേസിൽ, ആരില്ലെങ്കിലും ഞാനുണ്ട്, നാളെ എൻ്റെ പ്രശ്നം സോൾവ് ആക്കി തരാതെ ഞാൻ അച്ചായൻ്റെ അടുത്ത് നിന്ന് പോകുന്ന പ്രശ്നമില്ല. അപ്പോൾ തോമസ്, അവനുണ്ടെങ്കിൽ ഞാനും ഉണ്ട്. അപ്പോൾ അച്ചായൻ സ്വയം, ഓരോ മാരണങ്ങൾ, ഒരു വഴിക്ക് പോകാൻ സമ്മതിക്കില്ല. സ്വന്തമായിട്ടൊരു കൊച്ചില്ലാത്തതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു ഇപ്പോൾ വരെ, അത് തീർന്നു കിട്ടി. അച്ചായൻ ജീപ്പിൽ കയറി, ബൈക്ക് ഒതുക്കി നിർത്തി. ബേസിലും തോമസും ജീപ്പിൽ കയറി. അച്ചായൻ ജീപ്പ് എടുത്തു. തോമസ് ജീപ്പിനുള്ളിൽ വാറ്റും ഇറച്ചിയും ഇരിക്കുന്നത് കണ്ടു. അതേതാ പന്നിയിറച്ചി. അപ്പോൾ തോമസ്, പന്നിയും വാറ്റും, ഇതേത് തീർത്ഥാടനത്തിന്? അപ്പോൾ അച്ചായൻ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഹിമാലയത്തിലേക്ക്, അവിടെ ഒരു പുഴയിലൊഴുക്കാനാണ്. അപ്പോൾ തോമസ് സ്വയം, എത്ര മനോഹരമായ ആചാരങ്ങൾ. അവരവിടെ നിന്നും പോകുന്നു. ഇവിടെ ഒരു സോങ് വരുന്നു. ബേസിൽ ഫോൺ വിളിക്കുകയാണ്, ട്രീസ ഇതെവിടെയാ? അപ്പോൾ ബേസിൽ, എടീ ഞാൻ ഇച്ചായൻ്റെ കൂടെ അർജൻറ്റായിട്ട് എറണാകുളം വരെ പോവാം, നാളെ കാലത്തേ വരൂ. അപ്പോൾ ട്രീസ, എന്താ ഇപ്പോൾ പെട്ടെന്ന്? അപ്പോൾ ബേസിൽ, ജോലിയുടെ കാര്യമായതുകൊണ്ടാണ്. അത് കേട്ട് തോമസും ഇച്ചായനും അവനെ നോക്കുന്നു, എന്നുള്ള മട്ടിൽ. അപ്പോൾ സോങ് ബാക്കി വരുന്നു. ഇവരുടെ യാത്രയും ഇടയ്ക്ക് നിർത്തി മദ്യം അടിക്കുന്നതും എല്ലാം ഈ സോങ്ങിൽ കാണിക്കുന്നുണ്ട്. കട്ടാവുന്ന എക്സ്റ്റീരിയർ പെട്രോൾ പമ്പ്, രാത്രി. ജീപ്പ് നിർത്തി പെട്രോൾ അടിക്കുകയാണ്. ഇവർ എറണാകുളത്തിന് ഇടുക്കിയിൽ നിന്ന് എറണാകുളത്തിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ബേസിൽ, ഇനി എത്ര ദൂരമുണ്ട്? അപ്പോൾ അലക്സ് ചായൻ, കുറച്ചുകൂടെ ഉള്ളൂ, സ്ഥലം അറിയില്ല, അഡ്രസ്സ് ഉണ്ട്, ആരോടെങ്കിലും ചോദിക്കാം. അപ്പോൾ തോമസ്, അപ്പോൾ പോക്ക് തീർത്ഥാടനത്തിനല്ലെന്ന് മനസ്സിലായി. അപ്പോൾ അലക്സ് ചായൻ, അതിപ്പോഴാണോ മനസ്സിലായത്? പെട്ടെന്ന് അലക്സ് ചായൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. അത് വൈഫാണ്, അലക്സ് ചായൻ്റെ വൈഫ്. അപ്പോൾ അലക്സ് ചായൻ, ആടി പറ. അപ്പോൾ ഭാര്യ, ഈ ചാച്ചന് നല്ല സുഖമില്ല, ഹോസ്പിറ്റലിൽ വരെ പോവാ. അപ്പോൾ അലക്സ് ചായൻ, എന്തു പറ്റി? ഞാൻ വീട്ടിലല്ല, ഞാൻ പറഞ്ഞില്ലായിരുന്നു എറണാകുളം വരെ വരുമെന്ന്. അപ്പോൾ ഭാര്യ, അത് സാരമില്ല, ഗ്രേസിയും ജോസഫും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ പറഞ്ഞ നമ്മുടെ ബേസിലിൻ്റെ അച്ഛനും അമ്മയും. അതാവുമ്പം അവരുടെ കാറിന് പോകാമല്ലോ. അപ്പോൾ അലക്സ് ചായൻ, സീരിയസ് ആണോ? അപ്പോൾ ഭാര്യ, ഒട്ടും വയ്യെന്നാണ് പറയുന്നത്, പെട്ടെന്ന് വരാൻ പറ്റുന്നതാണെങ്കിൽ വരണേ. അപ്പോൾ അലക്സ് ചായൻ, വരാം, നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കേ. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോൾ ബേസിൽ, എന്താ? അപ്പോൾ അലക്സ് ചായൻ, ചാച്ചന് നല്ല സുഖമില്ലെന്ന്, അവർ ഹോസ്പിറ്റലിൽ പോവാം. അപ്പോൾ തോമസ്, എങ്കിൽ തിരിച്ചു പോകാം. അപ്പോൾ അലക്സ് ചായൻ, നീ വെക്കോ, ഞാനിത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ തോമസ് സ്വയം, ഞാനെന്തിനാ പോണേ? അപ്പോൾ അലക്സ് ചായൻ, അങ്ങേർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ബാക്കിയുള്ളവർ ബുദ്ധിമുട്ടിക്കലുള്ളതാണ്. അവരവിടെ ഒന്നും ജീപ്പ് എടുത്തു. എക്സ്റ്റീരിയർ റോഡ് പതിയെ സഞ്ചരിക്കുന്നു. വഴി നിശ്ചയമില്ലാത്തതുകൊണ്ട് പതിയാണ് അലക്സ് ചായൻ ജീപ്പ് ഓടിക്കുന്നത്. ഇത് രാത്രിയാണേ. ഓക്കെ. അപ്പോൾ അലക്സ് ചായൻ, വഴി ചോദിക്കാൻ പോലും ഒരുത്തനെയും കാണുന്നില്ലോ. അപ്പോൾ തോമസ്, എന്തിനാ കണ്ട വഴിപോക്കരോടൊക്കെ വഴി ചോദിക്കുന്നത്? അപ്പോൾ അലക്സ് ചായൻ, പിന്നെ നീ പറഞ്ഞു തരുമോ വഴി? അപ്പോൾ തോമസ്, ഞാൻ പറഞ്ഞു തരാം, എൻ്റെ വലിയ ചാച്ചൻ്റെ വീട് ഇവിടെയായിരുന്നു, ഞാൻ ചെറുപ്പത്തിൽ വന്ന് നിന്നിട്ടുണ്ട്, കളിച്ചു വളർന്ന സ്ഥലമാണിത്. അപ്പോൾ അലക്സ് ചായൻ, എന്നിട്ടാണ് ഇത്ര നേരമായിട്ട് നീ പറയാതിരുന്നത്? അപ്പോൾ തോമസ്, ഇപ്പോഴെനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ അലക്സ് ചായൻ അഡ്രസ്സ് തോമസിന് കൊടുത്തു. അപ്പോൾ തോമസ് അതിലേക്ക് നോക്കുന്നു. അലക്സ് ചായനും ബേസിലും അവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ തോമസ്, ഇതേതോ അമേരിക്കയിലെ അഡ്രസ്സാണെന്ന് തോന്നുന്നു. അപ്പോൾ അലക്സ് ചായൻ, അമേരിക്കയോ? നമ്മൾ അമേരിക്ക എത്തിയോ? അപ്പോൾ ബേസിൽ അഡ്രസ്സ് നോക്കുന്നു. എന്നിട്ട് ബേസിൽ, ഇത് അഡ്രസ്സും കോപ്പൊന്നുമല്ല, മരുന്ന് കിട്ടാം. അപ്പോൾ അലക്സ് ചായൻ, അയ്യോ പേപ്പർ മാറിപ്പോയി, ഇന്ന അഡ്രസ്സ്. അലക്സ് ചായൻ പോക്കറ്റിൽ നിന്നും വേറൊരു പേപ്പർ കൊടുക്കുന്നു. തോമസ് അത് നോക്കി. എന്നിട്ട് തോമസ് പുറത്തേക്ക് നോക്കുന്നു. ആ ചേട്ടനോട് ചോദിക്കാം. അപ്പോൾ ബേസിൽ, അത് ശരി,
അപ്പോൾ അലക്സ് ചായൻ എൻ്റെ തെറ്റാ. അപ്പോൾ തോമസ് വെല്ലുമ്മച്ചിയുടെ അഡ്രസ്സ് ഇതല്ല. അപ്പോൾ ബേസിൽ നമ്മൾ നിൻ്റെ വെല്ലുമ്മച്ചിയുടെ അടുത്തേക്കല്ല പോകുന്നത്. അപ്പോൾ തോമസ് അല്ല, ഞാൻ ഉദ്ദേശിച്ചത് വെല്ലുമ്മച്ചിയുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലം വല്ലതാണെങ്കിൽ അറിയാമോ എന്ന് നോക്കാമെന്ന് കരുതിയാൽ ഞാൻ. അപ്പോൾ ബേസിൽ മതി 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 വിശദീകരിക്കേണ്ട. അപ്പോൾ അലക്സ് ചായൻ വഴിപോക്കനോട് ചേട്ടാ ഈ അഡ്രസ്സ് ഒന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ വഴിപോക്കൻ ആ അഡ്രസ്സ് നോക്കുന്നു. കുറേ നേരം പുള്ളി പേപ്പറിലേക്ക് തന്നെ നോക്കി ഇങ്ങനെ പ്രതിമ പോലെ നിൽക്കുക. അപ്പോൾ തോമസ് പതിയെ ഇയാൾ ഉറങ്ങുവാണോ? അപ്പോൾ വഴിപോക്കൻ നേരെ പോകുമ്പോൾ ഇടത്തേക്കൊരു വഴി കാണാം, അവിടെ നിന്ന് വലത്തേക്ക് പോയാൽ മതി. അപ്പോൾ അലക്സ് ചായൻ അപ്പോൾ ഇടത്തേക്ക് പോകണ്ടേ? അപ്പോൾ വഴിപോക്കൻ ഇടത്തേക്ക് പോകണേ ഇപ്പോൾ, അത് നിങ്ങളുടെ ഇഷ്ടം, പക്ഷേ ഈ സ്ഥലത്തെത്തണമെങ്കിൽ വലത്തേക്ക് പോകണം. അപ്പോൾ അലക്സ് ചായൻ അത് ശരി. അപ്പോൾ വഴിപോക്കൻ വലത്തേക്ക് പോയി കുറച്ച് മുന്നിലേക്ക് ചെല്ലുമ്പോൾ ഒരു ജംഗ്ഷൻ വരും, അതാണ് ഈ സ്ഥലം. അവിടെ നിന്നാൽ ഈ ഫ്ലാറ്റ് കാണാം. അപ്പോൾ ബേസിലും തോമസും പരസ്പരം നോക്കുന്നു. അപ്പോൾ ബേസിൽ ഫ്ലാറ്റോ? അപ്പോൾ അലക്സ് ചായൻ വലിയ ഉപകാരം. എന്നിട്ട് അവരവിടെ നിന്നും ജീപ്പ് എടുത്തു. അപ്പോൾ ബേസിൽ ഇച്ചായൻ എന്തിനാണ് ഫ്ലാറ്റിൽ പോകുന്നത്? അപ്പോൾ അവിടെ നിന്ന് കട്ടാകുന്നു. എക്സ്റ്റീരിയർ ഫ്ലാറ്റ്. ഒരു ഫ്ലാറ്റിന് മുന്നിൽ അവർ ജീപ്പ് നിർത്തി, അത് ഗേറ്റിന് മുന്നിൽ. തോമസ് ഇങ്ങോട്ടായിരുന്നല്ലേ തീർത്ഥാടനം? അപ്പോൾ ബേസിൽ ഇവിടെ എന്താ ഇച്ചായന് പരിപാടി? അപ്പോൾ അലക്സ് ചായൻ വന്നിട്ട് പറയാം, നിങ്ങളിവിടെ തന്നെ ഇരുന്നാൽ മതി, വലിയ ഭക്ഷണം കഴിക്കണമെങ്കിൽ അടുത്ത് എവിടെയെങ്കിലും പോയി കഴിക്കേ, അധിക ദൂരം പോണ്ട. അപ്പോൾ ബേസിൽ ഇച്ചായൻ കഴിക്കുന്നില്ലേ? അലക്സ് ചായൻ ഞാനിവിടെ നിന്ന് കഴിച്ചോളാം. അപ്പോൾ തോമസ് അത് ശരി. അപ്പോൾ അലക്സ് ചായൻ കുറച്ച് ലേറ്റാവും, നിങ്ങൾ അതുവരെ ഇവിടെ തന്നെ ഈച്ചയായിട്ടിരിക്കുക. അപ്പോൾ അലക്സ് ചായൻ വണ്ടിയിൽ നിന്നും കുപ്പിയും ഇറച്ചിയും ബാഗിലാക്കി പുറത്തേക്ക് പോയി. അപ്പോൾ ബേസിൽ ആ പോക്കത്ര ശരിയല്ലല്ലോ. അപ്പോൾ തോമസ് നിനക്ക് മനസ്സിലായില്ലേ? എന്ത്? ഇത് മറ്റേതാ. ഏത് മറ്റേത്? അപ്പോൾ ബേസിൽ ഒന്നുകൂടി ആലോചിക്കുന്നു. എന്നിട്ട് ഏത്? അവിടുന്ന് കട്ടാവുന്നു. എക്സ്റ്റീരിയർ ഫ്ലാറ്റ്. അലക്സ് ചായൻ സെക്യൂരിറ്റിയോട് സംസാരിക്കുകയാണ്. സെക്യൂരിറ്റിക്ക് അലക്സ് ചായൻ ഒരു കുപ്പി കൊടുക്കുന്നു. അപ്പോൾ സെക്യൂരിറ്റി ചെല്ല് മേഡം പറഞ്ഞിരുന്നു ആൾ വരുമെന്ന്, ഫ്ലോർ 19 റൂം 69A. അപ്പോൾ അലക്സ് ചായൻ അറിഞ്ഞിട്ട റൂമാണ്. അപ്പോൾ സെക്യൂരിറ്റി പിന്നെ ലിഫ്റ്റ് കേടാ, മെക്കാനിക്ക് വന്ന് നന്നാക്കാൻ 1 മണിക്കൂർ സമയം പിടിക്കും, സ്റ്റെപ്പ് കയറേണ്ടി വരും. അപ്പോൾ അലക്സ് ചായൻ കർത്താവേ. അയാൾ അവിടെ നിന്നും പോകുന്നു. അലക്സ് ചായൻ ഓരോ നിലകളായിട്ട് കയറുന്നത് കാണിക്കുന്നു. ഇൻറ്റീരിയർ ഹോസ്പിറ്റൽ. ഇതേ സമയം ഹോസ്പിറ്റലിൻ്റെ സീൻ കാണിക്കുകയാണ്. ICUവിന് പുറത്ത് എല്ലാവരും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗ്രിഗറി അപ്പൂപ്പൻ അവിടേക്ക് വരുന്നു. അപ്പോൾ ജോസഫ് പതിയെ ഈ പ്രാന്തം വന്നോ? അപ്പോൾ ഗ്രേസി ഒന്നും മിണ്ടാതിരി. അപ്പോൾ ഗ്രിഗറി മോളെ അവൻ എന്നാ പറ്റി? അപ്പോൾ അലക്സ് അച്ചായൻ്റെ ഭാര്യ പേടിക്കാനൊന്നുമില്ല, വലിയ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗ്രിഗറി കുഴപ്പമില്ലെങ്കിൽ പിന്നെ എന്തിനാ ICUവിൽ കിടത്തിയിരിക്കുന്നത്, കാറ്റ് കൊള്ളാനോ? അപ്പോൾ അച്ചായൻ്റെ ഭാര്യ അത് ഡോക്ടറിനോട് ചോദിക്കണം. അപ്പോൾ ഗ്രിഗറി അപ്പോൾ അതൊന്നും ഇതുവരെ ചോദിച്ചില്ലേ? എൻ്റെ ജോസഫെ നിനക്കെങ്കിലും കുറച്ച് വെളിവുണ്ടാവുന്ന ഞാൻ കരുതിയത്. ഡോക്ടർ എവിടെ? ഞാൻ ചോദിക്കാം, ബാക്കിയുള്ളവർ തീ തീറ്റിക്കാനായിട്ട്. അപ്പോൾ ജോസഫ് ഗ്രേസിയോട് ഞാൻ പോയി ബില്ലടച്ചിട്ട് വരാം, ഇവിടെ നിന്ന് ഇയാക്കിട്ട് പൊട്ടിക്കേണ്ടി വരും. അപ്പോൾ അമ്മായിയമ്മ എൻ്റെ പൊന്ന് ഗ്രിഗറി നീ ഒന്ന് അടങ്ങിയിരിക്കേ, ഇത് ഞാൻ അത്ര സീരിയസ് ഒന്നുമല്ല. അപ്പോൾ ഗ്രിഗറി എന്ന് വെച്ച് ഇതൊക്കെ ചോദിച്ചറിയണ്ടേ? ഈ ഡോക്ടർമാരെ ഒന്ന് കണ്ണടച്ച് വിശ്വസിക്കരുത്. പൈസ കിട്ടാൻ വേണ്ടി രോഗികൾ ICUവിൽ മാത്രമല്ല മോർച്ചറിയിൽ വരെ കിടത്തും. അപ്പോൾ ഗ്രിഗറി അവിടെ നിന്ന് ICUവിലേക്ക് പോകുന്നു. അലക്സ് ചായൻ്റെ ഭാര്യ ഇങ്ങനെ ആരാ വിളിച്ചത്? അപ്പോൾ അമ്മായിയമ്മ ഞാൻ തന്നെയാണ് വിളിച്ചത്, എന്തുണ്ടെങ്കിലും ഓടി വരുന്നതല്ലേ, പറയാതിരുന്നാൽ മോശമാണ്. അപ്പോൾ ഗ്രിഗറി വാതിൽ തുറന്ന് നോക്കുന്നു. അപ്പോൾ നേഴ്സ് നിങ്ങളാരാ? പുറത്ത് പോകും. അപ്പോൾ ഗ്രിഗറി നിങ്ങളൊന്നും പറയാതിരുന്നാൽ എങ്ങനെയാണ്, ഞങ്ങൾ പുറത്തിരുന്ന് തീ തിന്നുക. അപ്പോൾ നേഴ്സ് നിങ്ങൾ ആരുടെ ബന്ധുവാ? അപ്പോൾ ഗ്രിഗറി വർക്കിയുടെ ബന്ധുവാ. അപ്പോൾ നേഴ്സ് ആലോചിക്കുന്നു. എന്നിട്ട് നേഴ്സ് വർക്കിയുടെയോ? അപ്പോൾ വർക്ക് ഈസ് നോ മോർ, ഡോക്ടർ പറഞ്ഞില്ലേ? അപ്പോൾ ഗ്രിഗറി എൻ്റെ ഈശ്വര ആരും പറഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. അപ്പോൾ ഗ്രിഗറി പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ഗ്രിഗറി പോയി മോളെ, വർക്കി പോയി. പെട്ടെന്ന് എല്ലാവരും പൊട്ടിക്കരയുന്നു. ഗ്രിഗറി മാറി എന്ന് ഫോൺ വിളിച്ചു. എക്സ്റ്റീരിയർ ഫ്ലാറ്റ് തുടർച്ച. ഒടുവിൽ നടന്ന് കിതച്ച് ഈ അലക്സ് ചായൻ 19ാമത്തെ നിലയിലെത്തി. കിതപ്പ് അകറ്റാനായിട്ട് അയാളോട് അരികിലിരുന്നു. ശേഷം ക്ലോണിംഗ് ബെല്ല് അടിക്കാൻ തുടങ്ങിയതും ഫോൺ ബെല്ലടിക്കുന്നു. അപ്പോൾ അലക്സ് ചായൻ ഇങ്ങേരെന്ത് ഈ സമയത്ത്? എന്നിട്ട് അയാൾ കോൾ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ അലക്സ് ചായൻ ഹലോ. അപ്പോൾ ഗ്രിഗറി ദേഷ്യത്തോടെ നീയൊക്കെ എവിടെയാടാ? വേറെ ആരുമല്ല, നിൻ്റെ അമ്മായച്ഛനാണ് ഇവിടെ കിടക്കുന്നത്. അവസാനം ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും നീയൊന്നും ഉണ്ടായില്ലോടാ, എന്തിനാടാ ഇങ്ങനെ പാപം എടുത്ത് തലയിൽ വയ്ക്കുന്നത്? അപ്പോൾ അലക്സ് ചായൻ ഞെട്ടലോടെ ചാച്ചനപ്പോൾ? അപ്പോൾ ഗ്രിഗറി പോയി, നീയൊക്കെ അവസാന നിമിഷം ഇവിടെ ഉണ്ടായില്ല, ഇനിയുള്ള കാര്യങ്ങൾക്കെങ്കിലും കുറച്ച് ആത്മാർത്ഥത കാണിക്ക്. എന്നിട്ട് അയാൾ കോൾ കട്ട് ചെയ്തു. അലക്സ് ചായൻ ഭാര്യയെ വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. അവിടെ നിന്ന് പോവേണ്ടി വന്നതിൻ്റെ നിരാശയിൽ അയാൾ താഴേക്ക് നടക്കുന്നു. എന്നിട്ടിപ്പോൾ അലക്സ് ചായൻ ചാവുമ്പോഴും കിളവിന് ടൈമിങ്ങാണ്. എക്സ്റ്റീരിയർ ഫ്ലാറ്റ്. അലക്സ് ചായൻ ജീപ്പിൻ്റെ അടുത്തേക്ക് വരുന്നത് ബേസിലും തോമസും കണ്ടു. ബേസിൽ തീർത്ഥാടനം ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? അപ്പോൾ അലക്സ് ചായൻ നിരാശനായിട്ട് ജീപ്പിൽ കയറി. അപ്പോൾ തോമസ്
പന്നിയും മാറ്റും പുഴയിലൊഴുക്കിയോ? അപ്പോൾ അലക്സി ചായൻ ആ ഗിരിഗിരി വിളിച്ചായിരുന്നു, ചാച്ചൻ തീർന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബേസിൽ ഞെട്ടുന്നു. അപ്പോൾ അലക്സി ചായൻ നീ ട്രീസേനെ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ, ഞാൻ വിളിച്ചിട്ട് ആരും എടുക്കുന്നില്ല. അപ്പോൾ ബേസിൽ ട്രീസേനെ വിളിക്കുന്നു. അപ്പോൾ ബേസിൽ ഡി വർക്കി ചാച്ചൻ. അപ്പോൾ പെങ്ങളാണ് കോൾ എടുത്തത്. പോയി ഞങ്ങളിവിടെ ഹോസ്പിറ്റലിലാണ്, അച്ചായൻ കൂടെ ഉണ്ടോ? അപ്പോൾ ബേസിൽ ഉണ്ട്, ഞങ്ങൾ പോരുക. അപ്പോൾ പെങ്ങൾ അപ്പോൾ അവർ കോൾ കട്ട് ചെയ്യുന്നു. ബേസിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ അലക്സി ചായൻ എന്ത് ഉള്ളതടിച്ച് കൈയോടെ തിരിച്ചു പോകാൻ നോക്കാം. അപ്പോൾ ബേസിൽ ഞാൻ ഓടിക്കാം. അങ്ങനെ അവർ വണ്ടി തിരിക്കുന്നു, അവിടെ നിന്നും പോകുന്നു. അലക്സി ചായൻ നിരാശയോടെ ഫ്ലാറ്റിലേക്ക് നോക്കുകയാണ്. അതായത് വന്ന കാര്യം നടന്നില്ലല്ലോ എന്നുള്ള മട്ടിൽ. എക്സ്റ്റീരിയർ ഒരു റോഡരികിൽ ഒതുക്കി നിർത്തി അവർ വെള്ളം അടിക്കുകയാണ്. അച്ചായൻ മടമടാന്ന് അടിക്കുകയാണ്. അപ്പോൾ ബേസിൽ അച്ചായൻ ഇങ്ങനെ അടിക്കല്ലേ? അപ്പോൾ അലക്സി ചായൻ പിന്നെ എങ്ങനെ അടിക്കണം? ഇതെൻ്റെ അമ്മായിപ്പം മരിച്ചതിൻ്റെ വിഷമത്തിന് അടിക്കുന്നതാണെന്നാണോ നീ വിചാരിച്ചത്? അല്ല, ഞാൻ വന്ന കാര്യം നടക്കാത്തതിലുള്ള വിഷമം കൊണ്ട് അടിക്കുന്നതാണ്. അപ്പോൾ തോമസ് ആ പന്നിയിറച്ചി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ ബേസിൽ ഇച്ചായ ശരിക്കും ഫ്ലാറ്റിൽ എന്തായിരുന്നു പരിപാടി? അപ്പോൾ അലക്സി ചായൻ അതൊരു കഥയാണ്. എൻ്റെ പഴയൊരു സുഹൃത്ത് ബന്ധം പിന്നീട് എപ്പോഴോ പ്രണയമായി മാറി. പക്ഷെ കെട്ടാൻ പറ്റിയില്ല. അന്നു മുതൽ അതൊരു നീറലായി ഉള്ളിലുണ്ട്. ഈ അടുത്തിടയ്ക്ക് അവൾ വിളിച്ചു, ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം രണ്ടെണ്ണം അടിച്ച് വെടിയിറച്ചിയും കഴിച്ചിരിക്കാമെന്ന് കരുതി വന്നതാ. ആ ഇറച്ചി ഈ നാറി കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തോമസ് നോക്കുന്നു. അപ്പോൾ അലക്സി ചായൻ വർക്കിച്ചാച്ചൻ, അങ്ങേർക്കെന്നോട് പുച്ഛം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് കുട്ടികളുണ്ടാകാത്തത് വരെ എൻ്റെ കുഴപ്പമാണെന്ന് അങ്ങേര് പറയുന്നത്. അപ്പോൾ തോമസ് ശരിക്കും ആരുടെ കുഴപ്പം? അപ്പോൾ അലക്സി ചായനും ബേസിലും അവനെ നോക്കുന്നു. അപ്പോൾ അലക്സി ചായൻ നാറി. അപ്പോൾ തോമസ് മരിച്ചവരെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയല്ലേ ചായ. അപ്പോൾ അലക്സി ചായൻ നിന്നെയാ പറഞ്ഞത്. അപ്പോൾ ബേസിൽ അത് വിട്. അപ്പോൾ അലക്സി ചായൻ നിനക്കറിയില്ലടാ അങ്ങേരെ എന്നോട് ചെയ്ത ദ്രോഹങ്ങൾ. അത്രയ്ക്ക് ഞാൻ വിഷമിച്ചിട്ടുണ്ട് ഈ പ്രായത്തിലും. അപ്പോൾ ബേസിൽ അതൊക്കെ കഴിഞ്ഞില്ലേ? അപ്പോൾ അലക്സി ചായൻ കഴിഞ്ഞു. ഇതിനൊക്കെ പ്രത്യുപകാരമായിട്ട് അങ്ങേർക്ക് ഇനി അങ്ങോട്ട് നീണ്ടു നിവർന്ന് കിടക്കാനുള്ള പെട്ടി അത് എൻ്റെ വകയായിക്കോട്ടെ. അപ്പോൾ അലക്സി ചായൻ ഒരു പെഗ്ഗടിക്കുന്നു. എന്നിട്ട് അലക്സി ചായൻ വിടറാ വണ്ടി അടുത്തുള്ള ശവപ്പെട്ടി കടയിലേക്ക്. അപ്പോൾ ബേസിൽ അടുത്തവിടെ ശവപ്പെട്ടി കട എനിക്കറിയില്ല. അപ്പോൾ അലക്സി ചായൻ ഇത്രയും വഴി കണ്ടുപിടിച്ച് വരാമെങ്കിൽ ഇനി ഒരു ശവപ്പെട്ടി കട കണ്ടുപിടിക്കാനാണോ പാട്? അപ്പോൾ തോമസ് അതൊക്കെ ഇപ്പോൾ അടച്ചിട്ടുണ്ടാവില്ലേ? അപ്പോൾ അലക്സി ചായൻ രാവിലെ 10 മുതൽ 5 വരെ തുറന്നു വയ്ക്കാൻ ഇത് റിസർവ് ബാങ്ക് അല്ല. അപ്പോൾ ബേസിൽ എങ്കിൽ അന്വേഷിച്ച് പോകാം. അവരവിടെ ഒന്നും പോകുന്നു. എക്സ്റ്റീരിയർ ശവപ്പെട്ടിക്കട. ഒരു ശവപ്പെട്ടിക്കടയുടെ മുന്നിൽ ജീപ്പ് നിർത്തുന്നു. അവർ വെളിയിലേക്ക് ഇറങ്ങി. തോമസ് എന്ന് വാതിൽ മുട്ടി. അപ്പോൾ ബേസിൽ ആരെയും കാണുന്നില്ലോ. അപ്പോൾ തോമസ് വെട്ടമുണ്ടല്ലോ, ആളുണ്ടാവും. 1-2 മുട്ടിയപ്പോൾ ആ കടക്കാരൻ വാതിൽ തുറന്നു. പെട്ടെന്ന് തോമസിന് അയാളെ മനസ്സിലാവുന്നു. അപ്പോൾ തോമസ് എടാ നീ സുജിത്തല്ലേ? അപ്പോൾ കടക്കാരൻ അതെ, ആരാ? എടാ ഞാൻ തോമസ്, സെൻറ്റ് സേവിയർ കോളേജിൽ നമ്മൾ ഒരുമിച്ച് ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കടക്കാരൻ മനസ്സിലായി, തോമസ് കട്ടപ്പനക്കാരൻ. അപ്പോൾ തോമസ് ഇത് തന്നെയാണ്, അത് തന്നെ, ഇത് നിൻ്റെ കടയാണോ? അപ്പോൾ കടക്കാരൻ സ്വന്തം കടയാ. എന്താ ഈ നേരത്ത്? അപ്പോൾ ബേസിൽ ഒരു പെട്ടി വേണമായിരുന്നു. അപ്പോൾ കടക്കാരൻ ഏത് വേണം? അപ്പോൾ ബേസിൽ ഉറക്കെ അച്ചായ ഏത് വേണമെന്ന്. അപ്പോൾ അച്ചായൻ അവിടേക്ക് വരുന്നു, മൊത്തം നോക്കുന്നു. അപ്പോൾ തോമസ് ആശ്ചര്യത്തോടെ ചുറ്റിനും നോക്കി. എന്നിട്ട് തോമസ് ശവപ്പെട്ടികളുടെ സൂപ്പർ മാർക്കറ്റ് പോലെയുണ്ട്. അവിടെ ഇരിക്കുന്ന വലിയൊരു പെട്ടിയിലേക്ക് അച്ചായൻ നോക്കുന്നു. അതിനടുത്തേക്ക് വരുന്നു. ഇഷ്ടപ്പെട്ട മട്ടിൽ തട്ടിയും മുട്ടിയും നോക്കുന്നു. എന്നിട്ട് അലക്സി ചായൻ കൊള്ളാം, നല്ല തടി, നല്ല ഭംഗി. അപ്പോൾ ബേസിൽ ശരിയാ, നല്ല എടുപ്പുണ്ട്. അപ്പോൾ തോമസ് സംശയത്തോടെ ഈ മണ്ണിനടി കിടക്കുമ്പോൾ ഈ എടുപ്പക്കാരിലും കാണുമോ? അപ്പോൾ കടക്കാരൻ അയ്യോ ഇതൊരു ടീമിന് പറഞ്ഞു വെച്ചിരിക്കുക, വെളുപ്പിന് ആൾ വരും. അപ്പോൾ അലക്സി ചായൻ എത്ര വിലയെന്ന് വെച്ചാൽ പറ, അതിൻ്റെ ഇരട്ടി ഞാൻ തരാം. അപ്പോൾ കടക്കാരൻ പൈസയുടെ അല്ല, വാക്കാണ് എനിക്ക് വലുത്, അതുകൊണ്ട് വേറെ പെട്ടി നോക്കുന്നതാവും നല്ലത്. അപ്പോൾ അലക്സി ചായൻ ഞങ്ങൾക്ക് ഈ പെട്ടി മതി. അപ്പോൾ കടക്കാരൻ ഗൗരവത്തോടെ അത് പറ്റില്ല ഏട്ടാ. പെട്ടെന്ന് അലക്സി ചായൻ മുണ്ട് മടക്കി കുത്തുന്നു. എന്നിട്ട് അലക്സി ചായൻ ഇവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ പെട്ടിയാൻ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് ഈ പെട്ടിയായിരിക്കും. അലക്സി ചായൻ കടക്കാരനെ ചവിട്ടുന്നു. കടക്കാരൻ തെറിച്ചു വീണു. ബേസിലും തോമസും അന്തം വിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അലക്സി ചായൻ ഈ പെട്ടി എനിക്കുള്ളതാ. അപ്പോൾ തോമസ് അപ്പോൾ അലക്സി ചായൻ അല്ല, എൻ്റെ ചാച്ചനുള്ളതാ, ഇവനെ പിടിച്ച് കെട്ടിയിട്ടിട്ട് പെട്ടിയെടുത്ത് വണ്ടിയിൽ വയ്ക്ക്. അപ്പോൾ തോമസ് ചായ ഇതെൻ്റെ സൂപ്പർ സീനിയറാ. അപ്പോൾ അലക്സി ചായൻ അതിന് പള്ളിക്കൂടത്തിൽ പോകാത്ത എനിക്കെന്ത് സൂപ്പർ സീനിയർ. അവർ പെട്ടി ജീപ്പിൻ്റെ പിന്നിൽ വെച്ച് കെട്ടി അവിടെ നിന്നും പോന്നു. കടക്കാരൻ വായിൽ തുണി തിരുകി അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് കടക്കാരനെ. മേശപ്പുറത്ത് പൈസയും സ്വർണ്ണമോതിരവും ഊരി വെച്ചിട്ടുണ്ട്. കട്ടാവുന്നു. എക്സ്റ്റീരിയർ റോഡ് സഞ്ചരിക്കുന്നു. ബേസിലാണ് ജീപ്പ് ഓടിക്കുന്നത്. അപ്പോൾ അലക്സി ചായൻ
കത്തിച്ചു വിട്ടോ, ഇനി ആശുപത്രിയിലെ സ്റ്റോപ്പുള്ളൂ. അപ്പോൾ തോമസ്, അവൻ്റെ ചങ്ക് കലങ്ങിയിട്ടുണ്ട്, കിഡിലും ചവിട്ടായിരുന്നു ചായ, മാസ്. അപ്പോൾ അലക്സ് ചായ, മിണ്ടാതിരുന്നില്ലെങ്കിൽ അടുത്ത ചവിട്ട് നിനക്കെട്ടാം. അപ്പോൾ തോമസ് നിശബ്ദനാവുന്നു. അപ്പോൾ ബേസിൽ, കാട്ടിക്കയറി വെടിവെപ്പ്, ഇപ്പോൾ ശവപ്പെട്ടിക്കടയിൽ അതിക്രമിച്ചു കയറ്റം, ഇതൊക്കെ എവിടെ പോയി അവസാനിക്കുമോ എന്തോ. ജീപ്പ് വേഗത്തിൽ പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കുന്നു. കട്ടാവുന്ന എക്സ്റ്റീരിയർ ഹോസ്പിറ്റൽ. കുറച്ച് സമയത്തിന് ശേഷം ഹോസ്പിറ്റലിന് പുറത്ത് ജീപ്പ് നിർത്തി അവർ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ തോമസ്, പെട്ടി എടുക്കട്ടെ. അപ്പോൾ ബേസിൽ, അത് ബോഡി ഇറക്കിയിട്ട് മതി. അവർ ആശുപത്രിയിലേക്ക് ഓടിക്കയറുന്നു. ഇൻറ്റീരിയർ ഹോസ്പിറ്റൽ. അതേസമയം ICUവിന് പുറത്ത് എല്ലാവരും കരയാണ്. ഡോക്ടർ ബോഡി പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അമ്മായിയമ്മ കരഞ്ഞുകൊണ്ട്, എൻ്റെ മാതാവേ, ഞാൻ എന്തായി കാണുന്നത്, എന്നോടൊരു വാക്ക് പോലും പറയാതെ പോയോ നിങ്ങൾ. ഇവർ കരഞ്ഞുകൊണ്ട് ബോഡിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നതും മറ്റൊരു കുടുംബവും കരഞ്ഞുകൊണ്ട് അതേ ബോഡിയുടെ അടുത്തേക്ക് വന്നു. രണ്ടുപേരും കരയാണ്. അപ്പോൾ ഇത് കണ്ട് ഡോക്ടർ രണ്ട് കുടുംബങ്ങളെയും മാറി മാറി നോക്കുകയാണ്, ഒന്നും മനസ്സിലാവാതെ. അപ്പോൾ അമ്മായിയമ്മ ഈ ബോഡിയിൽ പുതപ്പിച്ചിരിക്കുന്ന തുണി മുഖത്ത് നിന്ന് മാറ്റി. അത് മറ്റൊരു ബോഡിയാണ്, അതായത് ഇവരുടെ ഈ അലക്സ് ചായൻ്റെ അമ്മായപ്പനല്ലത്. അപ്പോൾ അവർ കരച്ചിൽ നിർത്തി. അപ്പോൾ അമ്മായിയമ്മ, ഇത് വർക്കിച്ചനല്ലല്ലോ. അപ്പോൾ മറ്റേ കുടുംബത്തിലെ സ്ത്രീ, ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റേ കുടുംബത്തിലെ സ്ത്രീ, ഇത് വർക്കിച്ചൻ തന്നെയാണ്. അപ്പോൾ ഡോക്ടർ, ഇത് വർക്ക് തന്നെയാണ്. അപ്പോൾ അമ്മായിയമ്മ, ഡോക്ടർ അനാവശ്യം പറയരുത്, ഞാൻ കൊല്ലം കുറേ വർക്കിച്ചൻ്റെ കൂടെ കഴിയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ മറ്റേ കുടുംബത്തിലെ സ്ത്രീ ഞെട്ടുന്നു. എന്നിട്ട് ആ സ്ത്രീ, എൻ്റെ കർത്താവേ, നിങ്ങൾക്ക് ഇങ്ങനെയൊരു ബന്ധം ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ, അപ്പോൾ നിങ്ങൾ എന്നെ ചതിക്കുമായിരുന്നല്ലേ. അപ്പോൾ അമ്മായിയമ്മ, പെണ്ണുമുള്ള, ഞാൻ എൻ്റെ കെട്ടിയവൻ വർക്കിച്ചൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ആ സ്ത്രീ, ഇതെൻ്റെ കെട്ടിയവൻ വർക്കിച്ചനാ. അപ്പോൾ ഗിരിഗിരി, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഡോക്ടർമാരെ വിശ്വസിക്കരുതെന്ന്, ഇപ്പം എന്തായി. അപ്പോൾ ഡോക്ടർ, തോന്നിയ ദിവസം പറയരുത്, ഇതൊരു വർക്കി, അതായത് ഇവരുടെ വർക്കി. അപ്പോൾ ഗിരിഗിരി, അപ്പോൾ ഞങ്ങളുടെ വർക്കി. അപ്പോൾ ഡോക്ടർ, നിങ്ങളുടെ വർക്കി അകത്തുണ്ട്, കുഴപ്പമൊന്നുമില്ല, രണ്ടും വർക്കിമാരായതുകൊണ്ട് നേഴ്സിന് ആൾ മാറിയതാ. ഇത് അലക്സ് ചായനും ബേസിലും തോമസും ഞെട്ടി നിൽക്കുകയാണ് ഈ കാഴ്ച കണ്ടിട്ട് തൊട്ടപ്പുറത്ത്. അതായത് ഇവർ കണ്ടിട്ടില്ല ഇവ ഈ 3 പേരും വന്നിരിക്കുന്നത്. അപ്പോൾ ബേസിൽ, അച്ചായ, അപ്പോൾ പെട്ടി. അത് കേട്ട് അലക്സ് ചായൻ ബോധം കെട്ട് വീഴാനെന്ന വണ്ണം വേച്ചു പോയി. അപ്പോൾ ബേസിലും തോമസും അലക്സ് ചായനെ താങ്ങി പിടിച്ച് ആരും കാണാതെ അവിടെ നിന്നും പുറത്തേക്ക് പോയി. അതായത് ഇവരിവിടെ വരെ വന്നത് ആരും കണ്ടിട്ടില്ല. അപ്പോൾ തോമസ്, ആദ്യം പറഞ്ഞ പോലെ പെട്ടി അച്ചായനുള്ളതാവും തോന്നുന്നു. അപ്പോൾ ബേസിൽ, മിണ്ടാതിരിയടാ. കട്ടാവുന്ന എക്സ്റ്റീരിയർ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന് വെളിയിൽ മാറി ഒരിടത്ത് വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്, അതായത് ജീപ്പ്. അലക്സ് ചായൻ വെള്ളം കുടിക്കുന്നു. എന്നിട്ട് അലക്സ് ചായൻ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടില്ല. അപ്പോൾ ബേസിൽ, അച്ചായൻ്റെ കൂടെ നേരത്താണോ ഇറങ്ങി വരാൻ തോന്നിയത്, ഇതിലും ഭേദം നാളെ നേരെ പോയി ആ ഓന്ത് സുശീലിൻ്റെ തെറി കേൾക്കുന്നതായിരുന്നു. അപ്പോൾ തോമസ്, എനിക്കെൻ്റെ കുടുംബത്തിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ അലക്സ് ചായൻ, പൈസ പോയത് പോട്ടെ, ആദ്യമായിട്ട് പണിത് സ്വന്തം കാശ് കൊണ്ട് ഞാൻ മേടിച്ച മോതിരമായിരുന്നു, അതും തൊലച്ചു. അപ്പോൾ ബേസിൽ, ഇനി എന്തു ചെയ്യും. അപ്പോൾ തോമസ്, പെട്ടി അങ്ങേർക്ക് തന്നെ തിരിച്ചു കൊടുത്താലോ. അപ്പോൾ അലക്സ് ചായൻ, ഉവ്വാ, അയാളെ പഞ്ഞിക്കിട്ട് പെട്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ഇനി ഇത് തിരിച്ചു കൊടുക്കാൻ പോയാൽ നമ്മളെ 3-നെയും പെട്ടിക്കകത്താക്കും അവൻ. അപ്പോൾ തോമസ്, എങ്കിൽ വിറ്റാലോ. അപ്പോൾ അച്ചായൻ തോമസിനെ നോക്കുന്നു. അലക്സ് ചായൻ, അതെ, ഒരു ശവപ്പെട്ടി വിൽക്കാണ്ടെന്നും പറഞ്ഞ് ഞാൻ ഇതും തലയിൽ വെച്ച് റോട്ടിക്കര അടക്കാം. അപ്പോൾ തോമസ്, അതെന്തിനാ, കാലം മാറി, നമുക്ക് OLXിലിടാം. തോമസ് ആ പെട്ടിയുടെ ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ബേസിൽ, ഇനി എന്താ ചെയ്യുക, ഇത്രയും പൈസ കൊടുത്ത സാധനം വെറുതെ കളയാൻ പറ്റുമോ. പെട്ടി വാങ്ങിയത് വീട്ടിലാരെങ്കിലും അറിഞ്ഞാൽ അത് അതിലും വലിയ നാണക്കേടാവും. അപ്പോൾ അലക്സ് ചായൻ, ഒരു വഴിയുണ്ട്, വറീദിന് കൊടുക്കാം. അപ്പോൾ ബേസിൽ, ഏത് വറീദ്. അപ്പോൾ അലക്സ് ചായൻ, തടിക്കച്ചവടക്കാരൻ വറീദ്. അപ്പോൾ ബേസിൽ, അങ്ങേര് ഊടായിപ്പല്ലേ. അപ്പോൾ അലക്സ് ചായൻ, പകുതി വിലയെങ്കിലും കിട്ടുമെന്ന് നോക്കാം, നിങ്ങൾ വാ. എക്സ്റ്റീരിയർ വറീദിൻ്റെ വീട്. വീടിനുള്ള പിന്നിലുള്ള ഔട്ട് ഹൗസിലിരുന്ന് മരപ്പണിയിലാണ്. ഇത് നൈറ്റാണേ. അപ്പോൾ അലക്സ് ചായൻ ജീപ്പ് വീടിൻ്റെ അരികിൽ നിർത്തി. അവർ 3 വീട്ടിലേക്ക് കയറി ചെന്നു. ബേസിൽ, ഇയാൾക്ക് ഉറക്കമൊന്നുമില്ലേ. അപ്പോൾ അലക്സ് ചായൻ ഉറക്കെ, വറീദേ ഉറങ്ങിയില്ലേ. അപ്പോൾ വറീദ്, എവിടുന്ന്, രാത്രിപ്പണിയാ ശീലം. അപ്പോൾ അലക്സ് ചായൻ, അത് പണ്ടും അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ അലക്സ് ചായൻ ചിരിക്കുന്നു. അപ്പോൾ വറീദ്, എന്താ ഈ വഴിയൊക്കെ ഇറങ്ങാൻ, അത് ഈ സമയത്ത്, കട്ടിൽ വല്ലതും വേണോ. അപ്പോൾ അലക്സ് ചായൻ, ഒന്നും പറയണ്ട, ഒരു ഊരാക്കുടുക്കി ചെന്ന് ചാടി. അപ്പോൾ വറീദ്, ഒരു മാറ്റവും ഇല്ലല്ലേ. അപ്പോൾ അലക്സ് ചായൻ, ഞാനൊരു പെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്, അത് നോക്കിക്കേ, എന്നിട്ട് അതെടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ താട്ട്. അപ്പോൾ വറീദ്, പെട്ടിയോ, എന്ത് പെട്ടി. അപ്പോൾ അലക്സ് ചായൻ, ശവപ്പെട്ടി. അപ്പോൾ വറീദ്, എനിക്ക് തന്നെ ശവപ്പെട്ടി. അപ്പോൾ അലക്സ് ചായൻ, നല്ല തടിയാ, അതുകൊണ്ട് കൊണ്ടുവന്നതാ, നീ ഒന്ന് നോക്ക്. അപ്പോൾ വറീദ്, എന്നിട്ട് എവിടെ. അലക്സ് ചായൻ, വണ്ടിയിലാവാ. അവർ 3 പേരും വണ്ടിയുടെ അടുത്തേക്ക് നടന്നു. വറീദ്, അല്ല, ഈ ശവപ്പെട്ടി നിൻ്റെ കയ്യിൽ എങ്ങനെ വന്നു. അപ്പോൾ അലക്സ് ചായൻ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഊരാക്കുടുക്കി പെട്ടുപോയതാ. ജീപ്പിനടുത്തെത്തുന്നു. വറീദ് പെട്ടിയിൽ തട്ടിയും മുട്ടിയും നോക്കുന്നു. എന്നിട്ട് വറീദ്, ഇത് കൊള്ളാലോ, മുറ്റത്തടിയാ. അപ്പോൾ അലക്സ് ചായൻ,
എങ്കിൽ നീ എടുത്തോ, എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ തന്നാൽ മതി. അപ്പോൾ വറീത് പെട്ടി ആകെ മൊത്തത്തിൽ നോക്കുന്നു. എന്നിട്ട് വറീത്, എത്രയാണ് നീ പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ അലക്സിച്ചായൻ, മോതിരം വരെ ഊരിക്കൊടുത്ത് വാങ്ങിയതാ, പോയ കാശ് പ്രതീക്ഷിക്കുന്നില്ല എന്നാലും. അപ്പോൾ വറീത്, ഞാനൊന്ന് നോക്കട്ടെ. വറീത് പെട്ടി തുറന്നു നോക്കുന്നു. പെട്ടെന്ന് വറീതും അലക്സിച്ചായനും ബേസിലും ഞെട്ടി നിൽക്കുന്നു. അവർ 3 പേരും ശവപ്പെട്ടിയുടെ ഉള്ളിലേക്കാണ് നോക്കി നിൽക്കുന്നത്. അവരുടെ നിൽപ്പ് കണ്ട് തോമസ് അങ്ങോട്ട് വരുന്നു. മ്യൂസിക് ചാർജ് ചെയ്ത് വരുവാണ്. അപ്പോൾ തോമസ്, ഇച്ചായ കച്ചവടം ഉറപ്പിച്ചോ? അപ്പോൾ തോമസ് പെട്ടിയിലേക്ക് നോക്കുന്നു. പെട്ടിക്കുള്ളിൽ ഒരു ഡെഡ് ബോഡി കിടക്കുവാണ്. അത് കണ്ട് തോമസ് അന്തം വിട്ട് നിൽക്കുന്നു. എന്നിട്ട് തോമസ്, ഇതാരാ? അങ്ങനെ ആ 4 പേരുടെ എക്സ്പ്രഷനിൽ ഇൻ്റർവെൽ. ഇതാണ് ഇൻ്റർവെൽ പോയിൻറ്റ്. ഓക്കെ, പിന്നെ സെക്കൻഡ് ഹാഫ്. എക്സ്റ്റീരിയർ ശവപ്പെട്ടിക്കട കുറേ സമയത്തിന് മുൻപ്. ഇത് ആ ശവപ്പെട്ടിക്കടയിലെ സീനാണ്. അവിടെ നിന്നാണ് സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നത്. അതായത് ഇവർ ആ ശവപ്പെട്ടി എടുക്കാൻ വേണ്ടി അവിടെ ചെല്ലുന്നതിന് മുമ്പ് നടന്ന ഒരു സീനാണ്. രാജൻ എന്നൊരാൾ ശവപ്പെട്ടിക്കടയുടെ മുന്നിൽ നിൽക്കുന്നു. അയാളാണ് പെട്ടിയിൽ കണ്ട ശവം. ഓക്കെ, നമ്മൾ ഇൻ്റർവെല്ലിൽ കണ്ട ശവം ആണ് ഇയാൾ. അയാൾ കുപ്പിയിൽ അവസാനത്തെ മദ്യവും ഒറ്റ വലിക്ക് കുടിച്ചിട്ട് കുപ്പി എറിഞ്ഞ് കളഞ്ഞ് കടയിലേക്ക് കയറി ചെന്നു. ശവപ്പെട്ടിക്കാരനകത്തുണ്ട്. അപ്പോൾ കടക്കാരൻ, ആ രാജൻ ചേട്ടനോ? എന്താ ഈ സമയത്ത്? പെട്ടി വല്ലതും വേണോ? അപ്പോൾ രാജൻ, ഒരെണ്ണം വേണം, നിന്നെ ഇടാൻ. അപ്പോൾ കടക്കാരനൊന്നും മനസ്സിലാവാത്ത മട്ടി നോക്കുന്നു. അപ്പോൾ രാജൻ, സ്വന്തം കൂടപ്പറപ്പിനെ പോലെ കണ്ടതാ നിന്നെ, എന്നിട്ട് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ പെണ്ണുമുള്ളതിനെ മാത്രമേ നിനക്ക് കിട്ടിയുള്ളൂ അല്ലേ? അപ്പോൾ കടക്കാരൻ, ചേട്ടൻ എന്തൊക്കെയാണ് പറയുന്നത്? ചേട്ടനോട് ആരാ ഇല്ലാത്തൊക്കെ പറഞ്ഞത്? അപ്പോൾ രാജൻ, ഇല്ലാത്തതല്ലടാ, ഉള്ളത് തന്നെയാണ്, എല്ലാം അറിഞ്ഞിട്ടേ ഞാൻ വരുന്നത്, അവൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാജൻ കടക്കാരൻ്റെ ഷർട്ടിൽ കയറി പിടിക്കുന്നു. എന്നിട്ട് രാജൻ, നിനക്കുള്ളത് തരാം ഇനി. അപ്പോൾ കടക്കാരൻ, ചേട്ടാ മേത്ത് കൈവയ്ക്കരുത്, പ്രായമൊന്നും ഞാൻ നോക്കില്ല. അപ്പോൾ രാജൻ, അതെടാ നീ പ്രായം നോക്കില്ല എന്ന് എനിക്കറിയാം, അതാണല്ലോ നിന്നേക്കാൾ മൂപ്പുള്ള എൻ്റെ പെണ്ണും പിള്ളയെ നീ വലയിലാക്കിയത്. അപ്പോൾ കടക്കാരൻ, അനാവശ്യം പറയരുത്. അപ്പോൾ രാജൻ, അവളുടെ അണിഞ്ഞൊരുങ്ങിയുള്ള പോക്കും പത്രാസും കണ്ടപ്പോഴേ ഞാൻ സംശയിച്ചതാണ്. പെട്ടെന്ന് കടക്കാരൻ്റെ മൊബൈൽ ബെല്ലടിക്കുന്നു. അപ്പോൾ രാജൻ, ഏതവൻ്റെ ഭാര്യയാടാ? അപ്പോൾ കടക്കാരൻ, എൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ രാജൻ, നീ എൻ്റെ കാര്യത്തിലൊരു തീരുമാനം പറയടാ പട്ടി. രാജൻ അയാളുടെ കഴുത്തിൽ കയറി പിടിക്കുന്നു. അപ്പോൾ കടക്കാരൻ, ദേഹത്തുനിന്ന് കൈയെടുക്കാനല്ലേ പറഞ്ഞത്? കടക്കാരൻ അയാളെ ഉന്തി വിടുന്നു. ഈ ഉന്തലിനും തള്ളലിനും ഇടയിൽ കടക്കാരൻ അയാളെ തള്ളി മാറ്റുമ്പോൾ പിന്നിലേക്ക് വേച്ചു പോയ രാജൻ അവിടെ തലയടിച്ച് നിലത്ത് വീഴുന്നു. അയാൾക്ക് അനക്കമൊന്നുമില്ല. കടക്കാരൻ തട്ടിയും മുട്ടിയും നോക്കുന്നു. ഇത് കുറച്ച് പ്രായമുള്ള ആളാണ്. തട്ടിയും മുട്ടിയും നോക്കുന്നു, എന്നാൽ ശ്വാസം കാണുന്നില്ല. അയാൾ ഞെട്ടുന്നു. പെട്ടെന്ന് പുറത്ത് ജീപ്പിൽ അലക്സിയും തോമസും ഒക്കെ വരുന്നു. വാതിലിൽ മുട്ടുന്നു. അപ്പോൾ എന്ത് വേണമെന്നറിയാതെ കടക്കാരൻ ഈ രാജനെ അവിടെയുള്ള വലിയ ശവപ്പെട്ടിയുടെ ഉള്ളിൽ കയറ്റി വെക്കുന്നു. ഈ ഒരു സീൻ അവിടെ തന്നെ റിവീൽ ചെയ്തു. ഓക്കെ, ഇനി ബാക്ക് ടു പ്രസൻറ്റ്. ഇൻറ്റീരിയർ ശവപ്പെട്ടിക്കട. മയക്കത്തിൽ നിന്നെന്ന പോലെ കടക്കാരൻ കണ്ണു തുറക്കുന്നു. അയാളെ കെട്ടിയിട്ടിരിക്കുകയാണ്. അയാൾ മെല്ലെ ഒരു വിധത്തിൽ കെട്ടഴിച്ചു. മേശപ്പുറത്ത് പൈസയും മോതിരവും ഇരിക്കുന്നുണ്ട്. അയാളാകെ ടെൻഷനിലാണ്. കട്ടാകുന്നു. എക്സ്റ്റീരിയർ വറീദിൻ്റെ വീട്. ഇതേ സമയം 4 പേരും എന്ത് വേണമെന്നറിയാൻ നിൽക്കുകയാണ്. അപ്പോൾ വറീദ്, എൻ്റെ പൊന്നലക്സയെ പഴയ പ്രായമൊന്നുമല്ല, വള്ളിക്കെട്ട് പിടിക്കാനുള്ള ആരോഗ്യമോ ശേഷിയോ ഇപ്പോൾ എനിക്കില്ല, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്ക്. അപ്പോൾ അലക്സിച്ചായൻ, എൻ്റെ വറീദയെ ഇങ്ങനെ കയ്യൊഴിയല്ലേ, ഇതെങ്ങനെ വന്നെന്നോ ഇതാരാണെന്നോ ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ വറീദ്, നിങ്ങൾക്ക് അബദ്ധം പറ്റിയതോ എന്തുവാട്ടെ, ഈ പെട്ടിയും ശവവും എൻ്റെ അടുത്ത് നിന്ന് ഇപ്പം കൊണ്ടുപോകണം. പറയുന്നുണ്ടോ തോന്നരുത്, ഇനി ഇവിടെ നിന്നാൽ ചിലപ്പോൾ ഞാൻ തന്നെ നിങ്ങളെ പിടിച്ച് പോലീസിലേൽപ്പിക്കും. അപ്പോൾ അലക്സിച്ചായൻ, നിൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ ഇതല്ല പ്രതീക്ഷിച്ചത്, വാടാ പോവാം. അലക്സിച്ചായനും ബേസിലും തോമസും അവിടെ നിന്നും ജീപ്പിനടുത്തേക്ക് പോകുന്നു. ബേസിൽ, പുലിവാലായല്ലോ, നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അലക്സിച്ചായൻ, കുറച്ച് മുമ്പ് വരെ പെട്ടി മാത്രം ഒഴിവാക്കിയാൽ മതിയായിരുന്നു, ഇപ്പോൾ അതിനകത്തുള്ള ശവം കൂടി ഒഴിവാക്കേണ്ട അവസ്ഥയായി. അപ്പോൾ ബേസിൽ, ഇച്ചായ അത് ചില്ലറ കേസല്ല, ഡെഡ് ബോഡിയാണ് കയ്യിൽ, നമ്മൾ അകത്ത് പോകേണ്ടി വരും. അപ്പോൾ തോമസ് ഞെട്ടലോടെ, നമ്മളോ? അപ്പോൾ അലക്സിച്ചായൻ, അതെ നമ്മൾ തന്നെ, നിന്നെ ഒന്നും ഞാൻ ക്ഷണിച്ചതല്ലല്ലോ, അനുഭവിക്കാനുള്ളത് ഒരുമിച്ച് അനുഭവിക്കാം. തോമസ് ജീപ്പിൽ ചാരി നിൽക്കുന്നു. അപ്പോൾ തോമസ്, അപ്പോൾ തലയിലായല്ലേ? അപ്പോൾ അലക്സിച്ചായൻ, അത് ചോദിക്കാനുണ്ടോ? അപ്പോൾ തോമസ്, എൻ്റെ ക്യാനഡ. അപ്പോൾ അലക്സിച്ചായൻ, നിൻ്റെ ക്യാനഡ, വെറുതെ അക്ഷരം മാറ്റിക്കരുത്, നീ വണ്ടി കയറ്. അവർ വണ്ടി കയറുന്നു. എക്സ്റ്റീരിയർ ജീപ്പ് സഞ്ചരിക്കുന്നു. ജീപ്പ് സഞ്ചരിക്കുന്ന ദൃശ്യം കാണിക്കുന്നു. അലക്സിച്ചായനാണ് വണ്ടി ഓടിക്കുന്നത്. ശവപ്പെട്ടി പുറകിൽ പടുതിട്ട് മൂടിയിരിക്കുകയാണ്. അലക്സിച്ചായൻ, എടാ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയാലോ? അപ്പോൾ ബേസിൽ, എന്നിട്ടോ? അപ്പോൾ അലക്സിച്ചായൻ, എന്നിട്ടുള്ള കാര്യം ഉള്ള പോലെ പറയാം, അല്ലാതെ എന്ത്? അപ്പോൾ തോമസ്, പറ്റില്ല, ഡെഡ് ബോഡിയെ പെട്ടിയിൽ അവർ പിടിച്ച് അകത്താക്കും. അപ്പോൾ അലക്സിച്ചായൻ, അതിന് നമ്മളല്ലല്ലോ കൊന്നത്. അപ്പോൾ തോമസ്, ഇച്ചായ നമ്മൾ പറയുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ? ഇനി എല്ലാം പറഞ്ഞെന്നിരിക്കട്ടെ, പോലീസുകാർ ആ ശവപ്പെട്ടിക്കാരൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അയാൾക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ അത് നുണയാണെന്ന് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ വല്ല തെളിവുണ്ടോ? അപ്പോൾ ബേസിൽ, അവനിപ്പോൾ ഈ പറഞ്ഞതിൽ കാര്യമുണ്ട്. ആ സിജുമോന എസ് ഐ വാദിയെ മാത്രമല്ല സാക്ഷിനെയും പ്രതിയാക്കുന്ന ടീമാണ്.
പിന്നെ അച്ചായനോടുള്ള പണ്ടത്തെ വൈരാഗ്യം ഇപ്പോഴും ഉണ്ടെങ്കിൽ തീർന്നു അലക്സ് ചായൻ. അപ്പോൾ അലക്സ് ചായൻ, എടാ അതൊക്കെ കഴിഞ്ഞിട്ട് കാലം കുറേ ആയില്ലേ. അപ്പോൾ ബേസിൽ, എന്ന് വെച്ച് അതെങ്ങാനും അങ്ങേരുടെ മനസ്സിലുണ്ടെങ്കിൽ നല്ല പണി തരും. അതുപോലത്തെ പണിയായിരുന്നല്ലോ അച്ചായൻ അന്ന് കൊടുത്തത്. അപ്പോൾ അലക്സ് ചായൻ, പിന്നെ എന്താ ചെയ്യുക? അപ്പോൾ ബേസിൽ, ഇത് നമ്മുടെ തലയിലായി, ഇനി ആരും അറിയാതെ ഇതിൽ നിന്ന് ഊരണമെങ്കിൽ ഈ ബോഡി നമ്മൾ ഒഴിവാക്കണം. ആർക്കും ഒരു പിടിയും കിട്ടരുത്. അതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിക്കുക. അപ്പോൾ തോമസ് ആലോചിക്കുന്നു. ബേസിലിൻ്റെ ഫോണിൽ ട്രീസയുടെ കോൾ വരുന്നുണ്ട്. അവനത് അറ്റൻഡ് ചെയ്യാതെ സൈലൻ്റ് ആക്കുവാണ്. അപ്പോൾ തോമസ്, ഒരു വഴിയുണ്ട്. അപ്പോൾ ബേസിൽ, OLX-ലിടാനായിരിക്കും. അപ്പോൾ തോമസ്, അതൊന്നുമല്ല, ബോഡി നമുക്ക് പുഴയിലെറിഞ്ഞാലോ? അപ്പോൾ അലക്സ് ചായൻ, വേണ്ട വേണ്ട, രണ്ടാമത്തെ ദിവസം പോകും. എങ്കിൽ പൊട്ടക്കിണറ്റിലിട്ടാലോ? വൈകിട്ട് തന്നെ സ്മെല്ല് വരും. എന്നാൽ പിന്നെ കത്തിച്ച് കളയാം. എവിടെ ഇട്ട് കത്തിക്കും? അപ്പോൾ ബേസിൽ, അത് ശരിയാ. 3 പേരും ഒരു നിമിഷത്തേക്ക് നിശബ്ദരാകുന്നു. എന്നിട്ട് തോമസ്, പീസാക്കി ഓരോ സ്റ്റേറ്റ്സിലേക്ക് വിട്ടാലോ? അപ്പോൾ അലക്സ് ചായൻ അവനെ നോക്കുന്നു. ആര് പീസാക്കും? അപ്പോൾ തോമസ്, നിങ്ങൾ പീസാക്കണം എന്നുള്ള മട്ടിൽ ആംഗ്യം കാണിക്കുന്നു. അപ്പോൾ അലക്സ് ചായൻ, ഒരൊറ്റ ഒരെണ്ണം വെച്ച് തന്നാണ്ടല്ലോ, പിന്നെ 2 ശവം ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ തോമസ് ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ബേസിൽ, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അലക്സ് ചായൻ, കണ്ടിട്ട് നല്ല കുടുംബത്തിൽ പറഞ്ഞ ശവമാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ബേസിൽ, അത് നേരാ. അപ്പോൾ അലക്സ് ചായൻ, എത്രയും പെട്ടെന്ന് ഒഴിവാക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, നേരെ പെട്ടി സഹിതം പൊതു ശ്മശാനത്തിൽ കൊണ്ടുപോയി ഇടാം. അപ്പോൾ തോമസ്, അതാവുമ്പോൾ വല്ല അനാഥ ശവമാണെന്ന് വിചാരിച്ചോളും. ഈ അച്ചായൻ്റെ ഒരു ബുദ്ധി. അത് കേട്ട് അലക്സ് ചായൻ ഗൗരവത്തോടെ അവനെ നോക്കുന്നു. അവൻ വീണ്ടും നിശബ്ദനാവുന്നു. അപ്പോൾ ബേസിൽ, അച്ചായ അതാരും കാണാൻ പാടില്ലല്ലോ, ഗേറ്റും മതിലൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അലക്സ് ചായൻ, എടാ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചാടാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഈ ഗേറ്റും മതിലൊക്കെ. അപ്പോൾ തോമസ്, അപ്പോൾ ശവം? അപ്പോൾ അലക്സ് ചായൻ, ശവത്തെയും കൊണ്ട് നീ ചാടണം. അപ്പോൾ തോമസ്, ഞാനോ? അവിടുന്ന് കട്ടാവുന്നു. എക്സ്റ്റീരിയർ പൊതു ശ്മശാനം. നേരം പുലർന്നു വരുന്നു. ശ്മശാനത്തിന് മുൻപിൽ ജീപ്പ് മെല്ലെ നിർത്തുന്നു. അലക്സ് ചായൻ, വാ പോയി നോക്കാം. അവർ പുറത്തേക്ക് ഇറങ്ങുന്നു. തോമസ് ഇറങ്ങാൻ തുടങ്ങിയതും അലക്സ് ചായൻ തോമസിനോട്, നീ ഇവിടെ ഇരുന്നാൽ മതി. അപ്പോൾ തോമസ്, വലിയ ഉപകാരം. തോമസ് ജീപ്പിൽ തന്നെ ഇരിക്കുന്നു. അവർ ഗേറ്റിനടുത്തേക്ക് നടന്നു. ബേസിൽ, ആകെ ഒരു ശ്മശാന മൂകത. പെട്ടെന്ന് മെമ്പർ അകത്തു നിന്നും പുറത്തേക്ക് വരുന്നു. കർത്താവെ ഇങ്ങേരെന്താ ഇവിടെ? അത് അലക്സ് ചായൻ പറയാണ്, കർത്താവെ ഇങ്ങേരെന്താ ഇവിടെ? അപ്പോൾ ബേസിൽ, എന്ത് ചെയ്യും? അപ്പോൾ അലക്സ് ചായൻ, തിരിച്ചു നടന്നോ? അവർ രണ്ടുപേരും തിരിച്ചു നടക്കുന്നു. അപ്പോൾ ബേസിൽ, ഓടിയാലോ? അലക്സ് ചായൻ, അപ്പോൾ ശവം? അപ്പോൾ ബേസിൽ, അതവൻ നോക്കട്ടെ. എന്നാൽ മെമ്പർ അവരെ കണ്ടിരുന്നു. അപ്പോൾ മെമ്പർ, ഇതാരാ അലക്സ് ചായനോ? നിന്നേ, എന്താ ഇവിടെ? അവർ പെട്ടെന്ന് എന്ത് പറയണമെന്നറിയാതെ പരസ്പരം നോക്കി. എന്നിട്ട് അലക്സ് ചായൻ വിക്കലോടെ, മറ്റേ ലോണിൻ്റെ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വന്നതാണ്. അപ്പോൾ മെമ്പർ, അത് ശരിയാക്കാമെന്ന്, ഈ മാസം എന്തായാലും ഒരു നീക്കുപോക്കുണ്ടാക്കിയിരിക്കും. വാക്ക്, എനിക്ക് അടുത്ത തവണയും ജയിക്കാനുള്ളതല്ലേ. അപ്പോൾ ബേസിൽ, അത് ശരിയാ. അപ്പം മെമ്പർ, അല്ല ഞാനിവിടെ കാണുമെന്ന് ആരാ പറഞ്ഞത്? അപ്പോൾ അലക്സ് ചായൻ, മെമ്പർ ഇങ്ങോട്ട് കയറിപ്പോരുന്നത് കണ്ടായിരുന്നു, അങ്ങനെ വന്നതാണ്. അപ്പോൾ മെമ്പർ, അപ്പോൾ പോകുമല്ലേ? അലക്സ് ചായൻ, പിന്നല്ലാണ്ട്. അപ്പോൾ മെമ്പർ, നിങ്ങൾ വീട്ടിലേക്കല്ലേ? അപ്പോൾ അലക്സ് ചായൻ വിക്കലോടെ, അല്ല വീട്ടിലേക്കല്ല, കവലയിൽ ചെറിയൊരു പരിപാടിയുണ്ട്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വീട്ടിലേക്ക്. അപ്പോൾ മെമ്പർ, ഭാഗ്യം, എനിക്കും കവലയിലൊരു പരിപാടിയുണ്ട്, അപ്പോൾ ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ. ഇതല്ലേ ജീപ്പ്? അപ്പോൾ അലക്സ് ചായൻ, അതെ. അവർ ഞെട്ടലോടെയാണ് നടക്കുന്നത്. മെമ്പറും ഒപ്പം വരുന്നത് കണ്ട് തോമസ് അന്തം വിട്ട് നോക്കുന്നു. അപ്പം മെമ്പർ തമാശ ഭാവത്തിൽ, വണ്ടിയിൽ എന്താ ഇരിക്കുന്നത്, ശവപ്പെട്ടിയോ? പെട്ടെന്ന് അവർ ഞെട്ടുന്നു. അപ്പോൾ ബേസിൽ പെട്ടെന്ന്, അല്ല അലമാരയാ. അപ്പോൾ അലക്സ് ചായനും അത് ഏറ്റുപിടിക്കുന്ന മട്ടിൽ, അതെ അലമാരയാ. അപ്പം മെമ്പർ പെട്ടിയിൽ തട്ടി നോക്കുന്നു. ഇത് പടുതിട്ട് മൂടിയിരിക്കുകയാണ്, അതുകൊണ്ട് എന്താണെന്ന് കാണത്തില്ല. അപ്പോൾ ഈ മെമ്പർ അതിൽ തട്ടി നോക്കുന്നു. എന്നിട്ട് മെമ്പർ, നല്ല തടിയാ, എവിടെ നിന്ന് വാങ്ങിയതാ? അപ്പോൾ അലക്സ് ചായൻ, എറണാകുളത്ത് ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പോയിട്ട് വരുന്ന വഴിയാണ്, അവിടെ നിന്ന് തലയിലായതാ. അപ്പോൾ മെമ്പർ, അപ്പോൾ ബേസിൽ, അല്ല അവിടെ നിന്ന് വാങ്ങിച്ചതാണെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ മെമ്പർ, അങ്ങനെ, എങ്കിൽ പോകാം. അപ്പോൾ അലക്സ് ചായൻ, പോകാം. അവർ ജീപ്പിൽ കയറുന്നു. തോമസ് മുന്നിൽ തന്നെയാണ് ഇരിക്കുന്നത്. മെമ്പർ അവൻ്റെ അടുത്തേക്ക് വന്ന് നിന്നു. എന്നിട്ട് രണ്ടുപേരും പരസ്പരം നോക്കുകയാണ്. അപ്പോൾ തോമസ് സംശയത്തോടെ, എന്താ? അപ്പോൾ മെമ്പർ, നീ പുറകിലേക്ക് കയറ്. അപ്പോൾ തോമസ്, എന്തിന്? അപ്പോൾ മെമ്പർ, ഞാൻ പിന്നെ നിന്നെ മടിയിലിരിക്കണം. തോമസ് പുറത്തിറങ്ങി പുറകെ കയറി. മെമ്പർ മുന്നിൽ കയറി. അവരവിടെ നിന്നും ജീപ്പ് എടുത്തു. ഇൻറ്റീരിയർ ജീപ്പ് സഞ്ചരിക്കുന്നു. അലക്സ് ചായൻ ജീപ്പ് ഓടിക്കുകയാണ്. അപ്പോൾ അലക്സ് ചായൻ, മെമ്പർ എന്താ കാലത്ത് തന്നെ പൊതുശ്മശാനത്തിൽ? അപ്പോൾ മെമ്പർ, ഒന്നും പറയണ്ട, നമ്മുടെ കൈതമറ്റത്തിലെ അപ്പച്ചൻ ഇന്നലെ മരിച്ചു. മറ്റേ ഇടവക കേസിൽ പള്ളിക്കാരെതിരായതുകൊണ്ട് പള്ളിവക സെമിത്തേരിയിൽ അടക്കാൻ ചാൻസ് കുറവാണ്. ആ കേസിൽ ഞാനും ഇവരെ സപ്പോർട്ട് ചെയ്തത്, അതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറഞ്ഞ് ഒഴിവാകാൻ പറ്റില്ല. അവിടുന്ന് കട്ടാവുന്ന എക്സ്റ്റീരിയർ കവല. അലക്സ് ചായൻ കവലയിൽ ജീപ്പ് നിർത്തി. മെമ്പർ, ഇവിടം വരെ ഉള്ളോ? അപ്പോൾ അലക്സ് ചായൻ,
ഇപ്പോഴാണ് ഓർത്ത് വീട്ടിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്, ഈ അലമാര ഒന്ന് ഇറക്കി വെക്കണം. അപ്പോൾ മെമ്പർ എങ്കിൽ ഞാൻ ഇറങ്ങാം. അലമാര ഇറക്കാൻ ആളെ വല്ലതും വരണോ? അപ്പോൾ അലക്സിസ് ചായൻ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അപ്പം ബേസിൽ അല്ല ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മെമ്പർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് മെമ്പർ അപ്പോൾ ശരി, മെമ്പർ അവിടെ നിന്ന് പോകുന്നു. ബേസിൽ അലക്സിസ് ചായനും ആശ്വാസത്തോടെ ദീർഘശ്വാസം വിടുന്നു. അലക്സിസ് ചായൻ ഇതും കൊണ്ട് ഇനി പുറത്തോടെ കറങ്ങുന്ന അത്ര പന്തിയല്ല. അപ്പോൾ ബേസിൽ പിന്നെ നമ്മൾ എന്തു ചെയ്യും? അപ്പോൾ അലക്സിസ് ചായൻ തൽക്കാലം ഈ ഒരു പകൽ പെട്ടി സഹിതം വീട്ടിൽ വയ്ക്കാം, എന്നിട്ട് രാത്രി നോക്കാം. അപ്പോൾ ബേസിൽ വീട്ടിലോ? അത് സേഫാണോ? അപ്പോൾ അലക്സിസ് ചായൻ വേറെ എന്ത് ചെയ്യാനാ, അവൾ ഏതായാലും ഇന്ന് വരില്ല, പിന്നെ വേറെ ആര് വരാനാ, ഇത് തന്നെയാണ് നല്ല വഴി, അല്ലെങ്കിൽ വെറുതെ കുഴപ്പമാവും. അപ്പോൾ ബേസിൽ എങ്കിൽ അങ്ങനെ ചെയ്യാം. പെട്ടെന്ന് പുറകിൽ നിന്ന് തോമസ് ഇച്ചായ വേഗം വണ്ടി എടുത്തോ, ഒരു കുരിശ് വരുന്നുണ്ട്. അപ്പോൾ അതാ കടക്കാരനാണ്, അതായത് ആദ്യം ആ കുരുമുളക് കൊടുത്തിട്ട് ബാക്കി തരാമെന്ന് പറഞ്ഞ ആ കടക്കാരൻ. അപ്പോൾ അലക്സിസ് ചായൻ കർത്താവേ, അലക്സിസ് ചായൻ ജീപ്പ് എടുക്കുന്നു. അപ്പോൾ കടക്കാരൻ ഇച്ചായ പോലെ മറ്റേ ബാലൻസ് വേണ്ടേ? അപ്പോൾ ഇച്ചായൻ ഉറക്കെ അത് ഞാൻ പിന്നെ വന്ന് വാങ്ങിച്ചോളാം. അങ്ങനെ ജീപ്പ് അവിടെ നിന്നും വേഗത്തിൽ പോകുന്നു. കടക്കാരനൊന്നും മനസ്സിലാവാതെ മട്ടി നോക്കി നിൽക്കുന്നു. എക്സ്റ്റീരിയർ റോഡ്, ആളൊഴിഞ്ഞ റോഡിലൂടെ വേഗത്തിൽ പോകുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ടയർ പഞ്ചറാവുന്നു. ഇച്ചായൻ ജീപ്പ് അരികിലൊതുക്കി 3 പേരും പരസ്പരം നോക്കുന്നു. അവർ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അച്ചായൻ പഞ്ചറാ. അപ്പോൾ ബേസിൽ പൂർത്തിയായി. അപ്പോൾ തോമസ് ഇനി എന്തു ചെയ്യും? അപ്പോൾ ഇച്ചായൻ ടയർ പഞ്ചറായ എന്താ ചെയ്യുക? സ്റ്റെപ്പിന് ഇടണം. അപ്പോൾ തോമസ് എന്നാൽ വേഗാട്ടെ. അവർ ജീപ്പിൽ നിന്നും സ്റ്റെപ്പിന് ഇടുന്നു. തോമസ് അത് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇച്ചായൻ ആ സ്പാനർ ഇങ്ങോട്ട് എടുക്കണം നോക്കിക്കാതെ. അപ്പോൾ പെട്ടെന്നൊരു പോലീസ് ജീപ്പ് ആ വഴി വരുന്നു. ഇച്ചായൻ്റെ ജീപ്പിനടുത്തെത്തിയതും അവർ മെല്ലെ ഒതുക്കി. സിജുമോനാണ് മുന്നിൽ. അയാൾ ജീപ്പിലിരുന്നുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. സിജുമോൻ ഇച്ചായനോ? എന്തു പറ്റി, വണ്ടി പണി തന്നോ? അപ്പോൾ ഇച്ചായൻ ടയറൊന്ന് പഞ്ചറായി, മാറ്റിയിടുമായിരുന്നു. അപ്പോൾ സിജുമോൻ ബേസിലിനെ നോക്കുന്നു. നീ വന്നടാ. അപ്പോൾ ബേസിലും തോമസും ഒരുമിച്ചാണ് നിന്നത്. 2 പേരും സിജുമോൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ സിജുമോൻ തോമസിനോട് നിന്നെ ഞാൻ വിളിച്ചോ, നീ അങ്ങോട്ട് മാറിയിക്ക്. അപ്പോൾ തോമസ് മാറിയിരിക്കുന്നു. എന്നിട്ട് സിജുമോൻ നീ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്നവനല്ലേ? അപ്പോൾ ബേസിൽ പേടിയോടെ അതെ. അപ്പോൾ അച്ചായൻ പെങ്ങടെ ചെറുക്കനാ സാറേ. അപ്പോൾ സിജുമോൻ മറ്റേ കാട സ്റ്റോക്ക് വന്നോ? അപ്പോൾ ബേസിൽ അരി. അപ്പോൾ സിജുമോൻ കാട. അപ്പോൾ ബേസിൽ കാടമുട്ട എനിക്കറിയില്ല സാറേ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ സിജുമോൻ ആണോ, എന്നാൽ കുഴപ്പമില്ല, ഞാൻ നേരത്തെ ഒന്ന് ചോദിച്ചോളാം. അപ്പോൾ ബേസിൽ തല ഒലുക്കുന്നു. അപ്പോൾ സിജുമോൻ അപ്പോൾ ശരി. സിജുമോൻ വണ്ടി എടുത്ത് അവിടെ നിന്നും പോകുന്നു. അപ്പോൾ തോമസ് കുറച്ച് നേരം കൂടി അയാൾ അവിടെ നിന്നിരുന്നെങ്കിൽ എനിക്ക് അറ്റാക്ക് വന്നേനെ. അപ്പോൾ അച്ചായൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു, ഇനി അടുത്ത് കുരിശ് വരുന്നതിന് മുമ്പ് വേഗം പോകാൻ നോക്കാം, വന്ന് സഹായിക്കടാ. അവിടെ നിന്ന് കട്ടാകുന്നു. എക്സ്റ്റീരിയർ വീട് രാവിലെ. വീട്ടുമുറ്റത്തേക്ക് ജീപ്പ് നിർത്തി. അവർ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ബേസിൽ ഇറക്കിയാലോ? അപ്പോൾ അച്ചായൻ ഇറക്കാം. അപ്പോൾ തോമസ് അകത്ത് ഇത് വെക്കാൻ സ്ഥലമുണ്ടോ? അപ്പോൾ അലക്സിസ് ചായൻ ഇതെടുത്ത് ഹാളിൽ വെക്കാനല്ല, പുറകിൽ ചായപ്പിൽ വെക്കാനാ. നോക്കിക്കൊണ്ട് നിൽക്കാതെ ആരെങ്കിലും കാണുന്നതിന് മുമ്പ് പിടിക്കാൻ നോക്ക് ചെല്ല്. അവർ ജീപ്പിൽ നിന്നും പെട്ടി ഇറക്കുകയാണ്. ആരും കാണുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ആ ശവപ്പെട്ടി ഇറക്കുകയാണ്. അപ്പോൾ ബേസിൽ മുടിഞ്ഞ വെയിറ്റ്. അപ്പോൾ തോമസ് ഉറക്കെ സൂക്ഷിച്ച് വേണേ, ചില്ല് പൊട്ടും. അപ്പോൾ ബേസിൽ ചില്ലോ? അപ്പോൾ തോമസ് അല്ല, ഇനി അഥവാ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തന്നെ അലമാരയാണെന്ന് വിചാരിച്ചോട്ടെ. അപ്പോൾ അലക്സിസ് ചായൻ നീ മിണ്ടാതിരുന്ന് പെട്ടിയുടെ ഒരറ്റത്ത് പിടിച്ചാൽ മതി, കൂടുതൽ സഹായിക്കണ്ട. അപ്പോൾ തോമസ് ഒരു ഉപകാരം ചെയ്താൽ അതിനും കുറ്റം. അവർ 3 പേരും പെട്ടി താങ്ങി പിടിച്ച് പുറകിലേക്ക് ചെല്ലുന്നു. തോമസ് ശവത്തിൻ്റെ വെയിറ്റാണോ പെട്ടിയുടെ വെയിറ്റാണോ? അപ്പോൾ ബേസിൽ ഡെഡ് ബോഡിക്ക് കിടക്കാനുള്ള പെട്ടിയാണ്, ഇത്തിരി വെയിറ്റ് കുറച്ച് പണിത് വിടുവന്മാർക്ക്. അവർ പിന്നിലുള്ള ചായപ്പിൽ പെട്ടിയെടുത്ത് വെക്കുന്നു. എന്നിട്ട് തോമസ് എൻ്റെ നടുവ്. അപ്പോൾ അലക്സിസ് ചായൻ പോയൊരു കുപ്പിയും കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വാ. അപ്പോൾ ബേസിൽ ഇത്ര നേരത്തെയോ? അപ്പോൾ അലക്സിസ് ചായൻ ചില്ലറ പ്രഷറാണോ മോനെ അനുഭവിക്കുന്നത്? നാളിനടിച്ച് ചീഞ്ഞിരിക്കാതെ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല, ചെല്ലെടുത്തോണ്ട് വാ. അപ്പോൾ ബേസിൽ അവിടെ നിന്ന് പോകുന്നു. തോമസ് എണീക്കുന്നു. അപ്പോൾ തോമസ് ബോഡി രാത്രി എവിടെ കൊണ്ടുപോയി കളയും? അപ്പോൾ അലക്സിസ് ചായൻ അത് രാത്രിയാകട്ടെ, ഒന്നും നടന്നില്ലെങ്കിൽ എൻ്റെ സ്വന്തം പറമ്പിൽ ഞാൻ കുഴിച്ചിട്ടോളാം, വേറെ എന്ത് ചെയ്യാനാണ്? അപ്പോൾ ബേസിൽ കുപ്പിയും ഗ്ലാസ്സുമായിട്ട് വരുന്നു. ഒരെണ്ണം ഒഴിച്ച് അച്ചായന് കൊടുക്കുന്നു. എന്നിട്ട് തോമസ് ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്നല്ലേ ഉള്ളൂ, എന്നാൽ ഞാനെന്ന് അങ്ങോട്ട് ചലിച്ചോട്ടെ. അപ്പോൾ ബേസിൽ എങ്ങോട്ട്? അപ്പോൾ തോമസ് എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ബേസിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ പോരെ? അപ്പോൾ അലക്സിസ് ചായൻ നിൻ്റെ അടുത്ത് വരണ്ട എന്ന് പറഞ്ഞിട്ട് വലിഞ്ഞു കയറി വന്നതല്ലേ, ഇപ്പം നീ പോയാൽ ഒപ്പം ഈ ശവം കൂടി കൊണ്ടുപോകണം. അപ്പോൾ തോമസ് ഞാനെന്തിന്? അപ്പോൾ അലക്സിസ് ചായൻ ഇല്ലെങ്കിൽ ഞാൻ തന്നെ പോലീസിൽ വിളിച്ചു പറയും, അകത്ത് പോകുന്നത് നീ ഒറ്റയ്ക്കായിരിക്കും, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇത് തീർത്തിട്ട് പോയാൽ മതി. അപ്പോൾ തോമസ് കുപ്പിയിലേക്ക് നോക്കിയിട്ട് ഇതോ? അപ്പോൾ അലക്സിസ് ചായൻ കുപ്പിയല്ല ഈ പ്രശ്നം. അപ്പോൾ തോമസ് എന്ത് വേണമെന്നറിയാതെ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുന്നു.
പെട്ടെന്ന് പുറത്തൊരു ജീപ്പ് വരുന്ന ശബ്ദം കേൾക്കുന്നു. 3 പേരും ഞെട്ടലോടെ പരസ്പരം നോക്കുന്നു. അപ്പോൾ ബേസിൽ ആൻറ്റി ആയിരിക്കുമോ? അപ്പോൾ അലക്സ് ചായൻ ഏയ്. അപ്പോൾ ബേസിൽ പിന്നെ ആരായിരിക്കും? അപ്പോൾ അലക്സ് ചായൻ ആരായിരിക്കും? അപ്പോൾ തോമസ് ഇനി പോലീസാണോ? പെട്ടെന്ന് 2 പേരും ഞെട്ടുന്നു. അപ്പോൾ ബേസിൽ കരുനാക്ക് വളച്ചൊന്നും പറയല്ലേ. എന്നിട്ട് അവർ പുറത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ ജീപ്പ് നിറയെ ഭായിമാരാണ്, പണിക്കാരാണ്. അപ്പോൾ ഡ്രൈവർ മലയാളിയാണ്. അപ്പോൾ ഡ്രൈവർ കുറച്ച് താമസിച്ചു പോയി, ഇതേ പണിക്കാർ റെഡി. അപ്പോൾ അലക്സ് ചായൻ പണിക്കരോ? ഏത് പണിക്കർ? അപ്പോൾ ഡ്രൈവർ ഇത് പണിക്കരല്ല, പണിക്കാർ, നല്ല ഒന്നാന്തര ഭായിമാർ, 300 രൂപ കൊടുത്താൽ 1000 രൂപയ്ക്കുള്ള പണി ചെയ്യും. അപ്പോൾ അലക്സ് ചായൻ അതിന്? അപ്പോൾ ഡ്രൈവർ അതിനെന്നോ? ഇച്ചായനല്ലേ ഒരാഴ്ച മുമ്പ് നല്ല പണിക്കാരുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞത്, മറന്നുപോയോ? അപ്പോൾ അലക്സ് ചായനൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഡ്രൈവർ പറമ്പിൽ എന്ത് പണിയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങ് പറഞ്ഞു കൊടുക്ക്, ഭായിമാർ പണി ചെയ്യട്ടെ. അപ്പോൾ അലക്സ് ചായൻ വേണ്ട 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 ഇന്ന് വേണ്ട, ഞാൻ പറയാം എന്നിട്ട് മതി. അപ്പോൾ ഡ്രൈവർ അതെന്നെ പണിയാണ്, ഇന്ന് വേറൊരു സ്ഥലത്ത് പണി ഉണ്ടായിരുന്നത് മാറ്റി വെച്ചിട്ടാണ് ഇവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്, ഇവരുടെ ഇന്നത്തെ പണി പോയില്ലേ. അപ്പോൾ അലക്സ് ചായൻ ഇന്നത്തെ കൂലിയാ നന്നേക്കാൻ പോരെ, ഇപ്പം ഞാനൊരു വഴിക്ക് പോകുക അതാ. അപ്പോൾ ഡ്രൈവർ ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ നോക്കിയാൽ പോരെ. അപ്പോൾ അലക്സ് ചായൻ ഞാൻ വേണം, എന്നാലേ ശരിയാവുള്ളൂ, നീ ഇപ്പം ഇവരെയും കൊണ്ട് പോകും, ഞാൻ പറയുന്ന കേൾക്ക്. അപ്പോൾ ഡ്രൈവർ ആലോചിച്ചിട്ട് എന്നാൽ പിന്നെ അങ്ങനെ ആട്ടെ. അങ്ങനെ അപ്പോഴേക്കും ഈ പണിക്കാർ ഭായിമാർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ വീടിൻ്റെ പിന്നിലേക്ക് ചായപ്പിൻ്റെ ഭാഗത്തേക്കൊക്കെ പോവാണ്. അപ്പോൾ പെട്ടെന്ന് അലക്സ് ചായൻ അത് കാണുന്നു. അപ്പോൾ അലക്സ് ചായൻ ഇവരിതെങ്ങോട്ടോ, എല്ലാവരോടും തിരിച്ചു പോകാൻ പറ, ബേസിലെ അവരെ പറഞ്ഞു വിട്രാ. അപ്പോൾ ബേസിലും തോമസും ഭായിമാരുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് ബേസിൽ ബായ് ഇന്ന് പണിയില്ല. അപ്പോൾ ഒരു ബായ് ക്യാ? അപ്പോൾ ബേസിൽ വർക്ക് നഹി, ജാവോ ജാവോ. അപ്പോൾ തോമസ് ഇവർ ബോംബെക്കാരാണോ? അപ്പോൾ അലക്സ് ചായൻ പൊയ്ക്കെല്ലാവരും, ഇന്ന് പണിയില്ല, വേഗം ആയിക്കോട്ടെ. അങ്ങനെ അവരെല്ലാവരെയും ഇവർ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ്. അവിടെ നിന്ന് കട്ടാവുന്നു. ഇൻറ്റീരിയർ ഹോസ്പിറ്റൽ, എല്ലാവരും ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്. അപ്പോൾ അമ്മായിയമ്മ മാറിയിടാൻ ഒരു തുണി പോലും ഇല്ല. അപ്പോൾ അലക്സ് ചായൻ്റെ ഭാര്യ ഡോക്ടർ എന്താ പറയുന്നതെന്ന് നോക്കിയിട്ട് പോയി എടുക്കാം, വീട്ടിൽ നിന്ന് എടുക്കാം, എൻ്റെ നൈറ്റ് അമ്മയ്ക്ക് പാകാവുന്നതല്ലേ. അപ്പോൾ അമ്മായിയമ്മ എങ്കിലും നിൻ്റെ പൂക്കളുള്ള പച്ച എടുത്തു, അതെനിക്ക് ചേരും. അപ്പോൾ അലക്സ് ചായൻ്റെ ഭാര്യ അതിന് അമ്മ അത് ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഗ്രിഗറി എനിക്കൊന്ന് കുളിക്കണമായിരുന്നു, ഞാൻ വീട്ടിൽ പോയിട്ട് വരാം, താക്കോല് തന്നേരെ. അപ്പോൾ അലക്സ് ചായൻ്റെ ഭാര്യ താക്കോല് കൊടുക്കുന്നു. അപ്പോൾ ഗ്രിഗറി തുണിയോ മറ്റോ കൊണ്ടുവരണോ? അപ്പോൾ അലക്സ് ചായൻ്റെ ഭാര്യ വേണ്ട, ഡോക്ടർ എന്താ പറയുന്നതെന്ന് നോക്കിയിട്ട് പോയി എടുക്കാം. അപ്പോൾ ഗ്രിഗറി ആ ജോസഫ് കാപ്പിക്ക് വല്ലതും കൊണ്ടുവരായിരുന്നേ കഴിച്ചിട്ട് പോയായിരുന്നു. ആ അല്ലേ വന്നിട്ട് കഴിക്കാം. എന്നിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ അലക്സ് ചായൻ്റെ ഭാര്യ ട്രീസയോട് അവൻ വിളിച്ചായിരുന്നോടി? അപ്പോൾ ട്രീസ ഇല്ല ആൻറ്റി, വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. അപ്പോൾ അലക്സ് ചായൻ്റെ ഭാര്യ എന്താണോ എന്തോ, രണ്ടും കൂടിയാൽ പിന്നെ എന്തൊക്കെ പരിപാടിയാണ് ഇറങ്ങുന്നതെന്ന് തമ്പുരാന് മാത്രമേ അറിയൂ. അവിടുന്ന് കട്ടാവുന്നു. ഇൻറ്റീരിയർ വീടിനുള്ളിൽ 3 പേരും എന്ത് വേണമെന്നറിയാതെ ഇരിക്കുകയാണ്. അപ്പോൾ തോമസ് ക്ലോക്കിലേക്ക് നോക്കുന്നു. എന്നിട്ട് തോമസ് രാത്രിയാവാൻ ഇനിയും മണിക്കൂറുകൾ കഴിയണം. അപ്പോൾ അലക്സ് ചായൻ അതെനിക്കറിയാം. അപ്പോൾ ബേസിന് കോൾ വരുന്നുണ്ട്. അപ്പോൾ ബേസിൽ സെബാസ്റ്റിനാ ട്രെയിനിങ്ങിന് ചെല്ലാത്തതുകൊണ്ടാവും, എന്താ പറയുക? അപ്പോൾ അലക്സ് ചായൻ ഒന്നും പറയണ്ട, നീ ഫോൺ എടുക്കണ്ട, ഇന്നിങ്ങനെ പോട്ടെ, നാളെ ഞാനും വരാം, ഒരുമിച്ച് പോയി കണ്ട് സംസാരിക്കാം. അപ്പോൾ ബേസിൽ അച്ഛൻ ആശുപത്രിയിലേക്ക് വിളിച്ചായിരുന്നോ? അപ്പോൾ അലക്സ് ചായൻ എവിടെ നിന്ന്? ഞാൻ വിളിച്ചുമില്ല, എന്നെ വിളിച്ചിട്ട് ഞാൻ എടുത്തിട്ടുമില്ല, നാളെ അങ്ങോട്ട് ചെല്ലായിനി, നീയും വിളിച്ചാൽ എടുക്കണ്ട. എന്നിട്ട് തോമസിനോട് നിന്നോടും കൂടിയാ. അപ്പോൾ തോമസ് തലയാട്ടുന്നു. പെട്ടെന്ന് ബേസിലിന് ട്രീസയുടെ കോൾ വരുന്നു. അപ്പോൾ ബേസിൽ അവളാ. അപ്പോൾ അച്ചായൻ എടുക്കണ്ട. അപ്പോൾ ബേസിലൊന്നും പറഞ്ഞില്ല. അവൻ്റെ മുഖത്തെ കുറ്റബോധം അച്ചായന് പിടികിട്ടി. അപ്പോൾ അച്ചായൻ അല്ലെങ്കിൽ നീ അവളോട് കാര്യം പറ. അപ്പോൾ ബേസിലിനോട് ഞാനിതെങ്ങനെ പറയും? അപ്പോൾ ഇച്ചായൻ അയ്യോ ഇതല്ല, വേറെ എന്തെങ്കിലും നുണ പറ. അപ്പോൾ ബേസിൽ നുണയോ? അപ്പോൾ അച്ചായൻ അയ്യോടാ നുണ പറയാത്ത മോൻ, ആ കൊച്ചു പിണങ്ങണ്ടെങ്കിൽ എന്തെങ്കിലും നുണ പറയാൻ നോക്ക്, ചെല്ല്. അപ്പോൾ ബേസിൽ എന്ത് പറയും? അപ്പോൾ തോമസ് ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ ബേസിൽ വേണ്ട അത് കയ്യിൽ വെച്ചേക്ക്. എന്നിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നു. എന്നിട്ട് ബേസിൽ ഹലോ. അപ്പോൾ ട്രീസ ദേഷ്യത്തോടെ ഇത് എവിടെയാ, എന്താ വിളിച്ച ഫോൺ എടുക്കാത്തത്? അപ്പോൾ ബേസിൽ ഞാൻ കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ ട്രീസ എന്താ തിരക്ക്, നിങ്ങൾ കള്ളം പറയാം. അപ്പോൾ ബേസിൽ അല്ല ഞാനെല്ലാം വരുമ്പോൾ പറയാം. അപ്പോൾ ട്രീസ എന്നോട് പറയാത്ത ഒരു രഹസ്യം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം വെറും വാക്കായിരുന്നല്ലേ. അപ്പോൾ ബേസിൽ രഹസ്യം? എനിക്കെന്ത് രഹസ്യം? അപ്പോൾ ട്രീസ ഞാൻ ഫോൺ വയ്ക്കുക, എല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴാണ് സമയം കിട്ടാമെന്ന് വെച്ചാൽ അപ്പോൾ വാ. എന്നിട്ട് അവൾ കട്ട് ചെയ്യുന്നു. അപ്പോൾ ബേസിലാകെ ടെൻഷനിലാവുന്നു. എക്സ്റ്റീരിയർ വീട്, ഒരു ഓട്ടോ വീടിന് മുന്നിൽ വന്ന് നിർത്തുന്നു. ഗ്രിഗറിയാണത്. എന്നിട്ട് ഗ്രിഗറി എത്രയായി? അപ്പോൾ ഓട്ടോക്കാരൻ 50. അപ്പോൾ ഗ്രിഗറി യാത്രക്കാരെ ഇങ്ങനെ പിഴിയാതെ ഓട്ടോ സഹോദരന്മാരെ. അപ്പോൾ ഓട്ടോക്കാരൻ 50 അല്ലേ, 500 എന്നല്ലല്ലോ പറഞ്ഞത്, സത്യം പറഞ്ഞാൽ ഇത് പോരാ. അപ്പോൾ ഗ്രിഗറി
ഇക്കണക്കിനാണെങ്കിൽ വൈകാതെ 500 ആകും. ഇതാ പിടി. ഗ്രിഗറി പൈസ കൊടുക്കുന്നു. വീട്ടിലേക്ക് നടക്കുന്നു. അപ്പോൾ മുറ്റത്ത് അവരുടെ പിക്കപ്പ് ജീപ്പ് കിടക്കുന്നത് കാണുന്നു. അപ്പോൾ ഗ്രിഗറി, ഇവൻ വണ്ടിയും കൊണ്ടല്ലേ പോയത്, ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതായത് ഇവർ വീട്ടിലില്ല എന്നാണല്ലോ ഇവരുടെ ധാരണ. അപ്പോൾ ഗ്രിഗറി വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിൽ വാതിൽ പുറത്തുനിന്നും പൂട്ടിയിട്ടില്ല. അപ്പോൾ ഗ്രിഗറി, ഓ അപ്പോൾ വേറെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് മുങ്ങിയിട്ട് വീടിനകത്ത് തന്നെ ഉണ്ട്, ശരിയാക്കി തരാം. എന്നിട്ട് ഗ്രിഗറി വാതിലിൽ മുട്ടുന്നു. അപ്പോൾ അകത്ത് 3 പേരും ഞെട്ടുന്നു. അപ്പോൾ ബേസിൽ, ഇതാരായിരിക്കും? അപ്പോൾ തോമസ്, പോലീസായിരിക്കുമോ? അപ്പോൾ അലക്സിസ് ചായൻ, നിൻ്റെ വായിൽ നിന്ന് പോലീസ് മാത്രമാണോ വരുള്ളൂ? അപ്പോൾ തോമസ്, പിന്നെ ആരായിരിക്കും? അപ്പോൾ അലക്സിസ് ചായൻ, ഞാൻ പോയി നോക്കാം, കർത്താവേ വല്ല പിച്ചക്കാരനും ആയിരിക്കണേ. എന്നിട്ട് അലക്സിസ് ചായൻ പോയി വാതിൽ തുറക്കുമ്പോൾ തന്നെ മുന്നിൽ ചിരിച്ച് നിൽക്കുന്ന ഗ്രിഗറിയുടെ മുഖമാണ് കാണുന്നത്. അലക്സിസ് ചായൻ ഞെട്ടി നോക്കുന്നു. അപ്പോൾ തോമസും ബേസിലും വെളിയിലേക്ക് എത്തി നോക്കുന്നു. അപ്പം ആ ഗ്രിഗറീനെ കണ്ടിട്ട് തോമസ്, ഭാഗ്യം പിച്ചക്കാരനാണ്. അപ്പോൾ ബേസിൽ, പോടാ ഇത് ഗ്രിഗറി അപ്പൂപ്പനാ. അപ്പോൾ ഗ്രിഗറി, അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? അപ്പോൾ അലക്സിസ് ചായൻ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഗ്രിഗറി, എവിടെയോ പോയിരിക്കുകയാണെന്നാണല്ലോ പറഞ്ഞു കേട്ടത്. അപ്പോൾ അലക്സിസ് ചായൻ, പോയതായിരുന്നു, ഇപ്പോൾ വന്നതാ. അപ്പോൾ ഗ്രിഗറി, ഓ. പുറകിൽ തോമസും ബേസിലും നിൽക്കുന്നത് ഗ്രിഗറി കണ്ടു. എന്നിട്ട് ഗ്രിഗറി, ഓ ഇവന്മാരും ഉണ്ടോ? എന്നിട്ട് ഗ്രിഗറി അകത്തേക്ക് കയറി ചെല്ലുന്നു. എന്നിട്ട് ഗ്രിഗറി, അപ്പോൾ ബേസിൽ, ഗ്രിഗറി അപ്പൂപ്പൻ എന്താ പ്രത്യേകിച്ച്? അപ്പോൾ ഗ്രിഗറി, നിൻ്റെ അലക്സിസ് ചായൻ്റെ അമ്മായച്ചൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു, മോൻ അറിഞ്ഞായിരുന്നോ? അപ്പോൾ പുള്ളി അത് ആക്കി ചോദിച്ചതാണെന്ന് ബേസിന് മനസ്സിലായി. അപ്പോൾ ബേസിലൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഗ്രിഗറി, മോൻ്റെ അപ്പനും അമ്മയും ഉണ്ടായിരുന്നു അവിടെ, രാവിലെ ഭക്ഷണം എടുക്കാൻ പോയതാ. നീ കെട്ടിക്കൊണ്ട് വന്ന കൊച്ചിൻ്റെ അത്രയും പോലും നെറിവ് നിനക്കില്ലാതെ പോയല്ലോ മോനെ. അപ്പോൾ ബേസിലൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഗ്രിഗറി, നീ ആ കൈതപ്പറമ്പിൽ ചെറുക്കനല്ലേ? ആക്ച്വലി ഈ വീട്ടുപേര് ഇത് മിസ്റ്റേക്ക് പറ്റിയതാണ്, ഇത് ആക്ച്വലി വേറൊരു വീട്ടുപേരാണ് പറയുന്നത്. ഓക്കെ, നീ അവിടുത്തെ ചെറുക്കനല്ലേ? അപ്പോൾ തോമസ്, അതെ. അപ്പോൾ ഗ്രിഗറി, ബെന്നിയുടെ ആണോ ജോർജിൻ്റെ ആണോ? അപ്പോൾ തോമസ്, ബെന്നി. അപ്പോൾ ഗ്രിഗറി, ആ അവൻ ഇപ്പോഴും സൈഡായിട്ട് മറ്റേ പരിപാടി ഉണ്ടോ? അപ്പോൾ തോമസ്, ഏത് പരിപാടി? അപ്പോൾ ഗ്രിഗറി, മറ്റേത് വാറ്റ്. അപ്പോൾ തോമസ്, പപ്പ അതൊക്കെ നിർത്തിയിട്ട് കാലം കുറച്ചായി. അപ്പോൾ ഗ്രിഗറി, ഉവ്വ, അണ്ണാൻ എത്ര കാലം കഴിഞ്ഞാലും മരം കയറ്റം മറക്കുമോ? അപ്പോൾ തോമസ്, അണ്ണാൻ്റെ കാര്യം എനിക്കറിയില്ല, പക്ഷേ പപ്പയത് പണ്ടേ നിർത്തി. അപ്പോൾ ഗ്രിഗറി അവിടെ ഇരിക്കുന്നു. എന്നിട്ട് ഗ്രിഗറി, എന്താ ചൂട്, നിങ്ങളെന്താ ആശുപത്രിയിലേക്ക് വരാത്തത്? അപ്പോൾ അലക്സിസ് ചായൻ, വരാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ ഗ്രിഗറി, ആണോ, എങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം, ഞാനിന്ന് കുളിക്കട്ടെ. എന്നിട്ട് ഗ്രിഗറി അവിടെ നിന്നും പോകുന്നു. അപ്പോൾ അലക്സിസ് ചായൻ പുറകെ ഉണ്ട്. അപ്പോൾ ഗ്രിഗറി, ഒരു തോർത്ത് കിട്ടുമോ? അപ്പോൾ ഗ്രിഗറി തോർത്ത് തപ്പി ചായപ്പിലേക്കാണ് പോകാൻ തുടങ്ങിയത്. അപ്പോഴേക്കും ഈ അലക്സിസ് ചായൻ തടഞ്ഞു. എന്നിട്ട് അലക്സിസ് ചായൻ, തോർത്ത് അവിടെയല്ല, ഞാൻ തരാം. എന്നിട്ട് അലക്സിസ് ചായൻ വേറെ തോർത്തെടുത്ത് കൊടുക്കുന്നു. എന്നിട്ട് അലക്സിസ് ചായൻ, ഇന്നാ തോർത്ത്. അപ്പോൾ ഗ്രിഗറി ആകെ മൊത്തം നോക്കിയിട്ട്, എന്താടാ ഒരു വെപ്രാളം? അപ്പോൾ അലക്സിസ് ചായൻ, ചാച്ചൻ്റെ കാര്യം ഓർത്തിട്ടാ, പാവം. അപ്പോൾ ഗ്രിഗറി മൂളുന്നു. എന്നിട്ട് അയാൾ കുളിമുറിയിലേക്ക് കുളിക്കാനായിട്ട് പോയി. അപ്പോൾ അയാൾ പോയി കഴിഞ്ഞ ടൈമിൽ ബേസിൽ, ഇച്ചായ ഇയാൾ പണിയാവോ? അപ്പോൾ അലക്സിസ് ചായൻ ഗതികെട്ട മട്ടിൽ, വേറൊരു വഴിയില്ലെങ്കിൽ ഇയാൾ ഞാൻ കൊല്ലും. അപ്പോൾ ബേസിൽ, ഇച്ചായ. അപ്പോൾ അലക്സിസ് ചായൻ, എന്നിട്ട് 2 ശവവും ഒരുമിച്ച് കുഴിച്ചിടും. അപ്പോൾ തോമസ്, ഇച്ചായൻ ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ? അപ്പോൾ അലക്സിസ് ചായൻ, അയാളിപ്പോൾ കുളി കഴിഞ്ഞിട്ട് വരും, നമ്മളിൽ ആരെങ്കിലും ഒരാൾ അയാളുടെ കൂടെ ആശുപത്രിയിലേക്ക് പോയേ പറ്റൂ, വേറെ വഴിയില്ല. അപ്പോൾ തോമസ്, ആര് പോകും? അപ്പോൾ ബേസിൽ, ഞാൻ പോകാം. അപ്പോൾ അലക്സിസ് ചായൻ, നീ പോയിട്ട് കാര്യമില്ല, ഞാൻ പോകാം, എന്നിട്ട് വൈകിട്ട് വരാം, നിങ്ങൾ എങ്ങോട്ടും പോകരുത്. അപ്പോൾ അലക്സിസ് ചായൻ പോയി വസ്ത്രം മാറുന്നു. അപ്പോൾ തോമസ്, അയാൾ ഒഴിവാക്കാൻ വേറൊരു വഴിയുമില്ലേ? അപ്പോൾ ബേസിൽ ഇല്ല എന്ന് തലയാട്ടുന്നു. തോമസ് ഒന്ന് ആലോചിക്കുന്നു. എന്നിട്ട് തോമസ്, അയാൾ അടിക്കുമോ? അപ്പോൾ ബേസിൽ, അടിക്കും, എന്താ? അപ്പോൾ തോമസ്, എങ്കിലൊരു വഴിയുണ്ട്, ഞാൻ ശരിയാക്കി തരാം. എന്നിട്ട് തോമസ് അവിടെ നിന്ന് പോകുന്നു. അപ്പോഴേക്കും ഗ്രിഗറി കുളിച്ചിട്ട് വരുന്നു. എന്നിട്ട് ഗ്രിഗറി, അപ്പോൾ നമ്മൾ ഇറങ്ങുമല്ലേ? അപ്പോൾ ബേസിൽ, ഇറങ്ങാം, അച്ചായൻ തുണി മാറുക. അപ്പോൾ തോമസ് അവിടേക്ക് വരുന്നു. എന്നിട്ട് തോമസ്, അപ്പൂപ്പൻ എങ്ങനെയാണ് പിടിപ്പിക്കുമോ? അപ്പോൾ ഗ്രിഗറി, അപ്പൂപ്പൻ, ആരടാ നിൻ്റെ അപ്പൂപ്പൻ? അപ്പോൾ തോമസ്, അല്ല ചേട്ടൻ എങ്ങനെ കഴിക്കുമോ? കഴിക്കുമെങ്കിൽ ഓരോന്ന് പിടിപ്പിച്ചിട്ട് ഇറങ്ങിയാലോ? അപ്പോൾ ഗ്രിഗറി, ഞാനങ്ങനെ കഴിക്കില്ല. അപ്പോൾ തോമസ്, അത് ഞാൻ കല്യാണത്തിന് കണ്ടായിരുന്നു. എന്നിട്ട് ഗ്രിഗറി, നിങ്ങൾ ആശുപത്രിയിലേക്ക് വരാതെ ഇവിടെ എങ്ങനെ കൂടിയിരിക്കുന്നത് കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു, ഏതാ സാധനം? അപ്പോൾ തോമസ് പിന്നിൽ നിന്നും ഒരു കുപ്പി വാറ്റ് നീട്ടി. എന്നിട്ട് തോമസ്, സ്വയംഭം സാധനം. അപ്പോൾ ഗ്രിഗറി സന്തോഷത്തോടെ വാങ്ങുന്നു. എന്നിട്ട് കുപ്പി തുറന്ന് കുടിക്കുന്നു. അപ്പോൾ ഗ്രിഗറി, അപ്പോൾ നിൻ്റെ അപ്പൻ ഈ പരിപാടിയൊക്കെ നിർത്തിയത് നീ കള്ളം പറഞ്ഞതാ അല്ലയോടാ? തോമസിന് ചിരി വരുന്നില്ലെങ്കിലും ചിരിച്ചു കൊടുക്കുന്നു. പെട്ടെന്ന് ബേസിൽ അവൻ്റെ കയ്യിൽ പിടിച്ച് തോമസിനെ മാറ്റി നിർത്തി. എന്നിട്ട് ബേസിൽ, എടാ നീ ഇത് എന്നെ ഉദ്ദേശിച്ച് അയാൾക്ക് സാധനം കൊടുത്തത്? എടാ നിനക്ക് അറിയില്ലാത്തത് കൊണ്ടാണ്, പാമ്പാണ് അങ്ങേര്, കഴുത്തി ചുറ്റിയാൽ തീർന്നു. അപ്പോൾ തോമസ്, എടാ അങ്ങേരെ ഒഴിവാക്കാൻ ഇതേ ഉള്ളൊരു വഴി. അപ്പോൾ ബേസിൽ, ഈ സാധനം കൊടുത്താൽ അങ്ങേര് ഒഴിവാകുമെന്ന് എന്നോട് ആരാ പറഞ്ഞത്?
എടാ ആളിങ്ങനെ ഇരിക്കുന്നതെന്ന് കൂട്ടണ്ട, അടി തുടങ്ങിയാൽ പിന്നെ അങ്ങോട്ട് നിർത്തത്തില്ല. അപ്പോൾ തോമസ്, എന്നാൽ ഇതങ്ങനെയല്ല, ആ കുപ്പിയിലെ സാധനം തീരുന്നതിന് മുമ്പ് അയാൾ തീരും. അപ്പോൾ ബേസിൽ ഞെട്ടലോടെ, നീ അതിൽ വിഷം വല്ലതും കലർത്തിയോ? അപ്പോൾ തോമസ്, അയ്യോ തീരുമെന്ന് ഉദ്ദേശിച്ചത് ഓഫാകും എന്നാണ്. പിന്നെ കലർത്തിയിട്ടുണ്ട്, പക്ഷേ വിഷമല്ല, ഗുളിക, ഉറക്ക ഗുളിക. അപ്പോൾ ബേസിലൊന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. അപ്പോൾ തോമസ്, ഇന്നലെ അമ്മാമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ച ഉറക്ക ഗുളിക കയ്യിലുണ്ടായിരുന്നു, മൊത്തം പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, ആളിപ്പോൾ ഓഫാവും, നീ കണ്ടോ? അവർ ബേസിലിനെയും കൊണ്ട് ഗ്രിഗറി ഇരുന്നിടത്തേക്ക് തിരിച്ചു വന്നു. എന്നാൽ മുന്നിൽ കണ്ട കാഴ്ച കണ്ട് അവർ രണ്ടുപേരും ഞെട്ടി. മുന്നിൽ ഗ്രിഗറിയും അലക്സിച്ചായനും ബോധം കെട്ട് കിടക്കുകയാണ്. അപ്പോൾ തോമസ് അച്ചായൻ്റെ അടുത്തേക്ക് എന്ന് നോക്കി. അപ്പോൾ കയ്യിൽ കുപ്പിയുണ്ട്. അപ്പോൾ ബേസിൽ, കർത്താവേ അച്ചായനും കുടിച്ചോ? അപ്പോൾ തോമസ്, അച്ചായനോട് ആരാ കുടിക്കാൻ പറഞ്ഞത്? അപ്പോൾ ബേസിൽ, നിന്നോടാരാ ഉറക്ക ഗുളിക കലർത്താൻ പറഞ്ഞത്? അപ്പോൾ തോമസ്, സോറി. അപ്പോൾ ബേസിൽ തലയിൽ കൈവച്ച് അവിടെ ഇരുന്നു. അപ്പോൾ ഇൻറ്റീരിയർ ഹോസ്പിറ്റലിൽ ഡോക്ടർ പുറത്തേക്ക് വരുന്നു. അവിടെ ഗ്രേസിയും ജോസഫും അമ്മായിയമ്മയും അലക്സായൻ്റെ ഭാര്യയും ട്രീസിയൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മായിയമ്മ, എങ്ങനെയുണ്ട് ഡോക്ടറെ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറ. അപ്പോൾ ഡോക്ടർ, ആളുടെ കണ്ടീഷൻ നോർമലായിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ വർക്കിച്ചായൻ്റെ ഭാര്യ, ഭാഗ്യം. അപ്പോൾ ജോസഫ്, അപ്പോൾ ഇനി വാർഡിലേക്ക് മാറ്റാമോ? അപ്പോൾ ഡോക്ടർ, ശരിക്കും വാർഡിലേക്ക് മാറ്റണമെന്നില്ല, റെസ്റ്റാണ് വേണ്ടത്, വേണമെങ്കിൽ ഡിസ്ചാർജ് ആകാം. അപ്പോൾ അലക്സിച്ചായൻ്റെ ഭാര്യ, എങ്കിൽ ഡിസ്ചാർജ് മതി. അപ്പോൾ വർക്കിച്ചൻ്റെ ഭാര്യ, ഈ ഡിസ്ചാർജായിട്ട് ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നത് എങ്ങനെയാണ്? അതിലും നല്ലത് 2 ദിവസം ഇവിടെ കിടക്കുന്നതല്ലേ. അപ്പോൾ അലക്സിച്ചായൻ്റെ ഭാര്യ, തറവാട്ടിലേക്ക് ഇപ്പോൾ പോയിട്ട് എന്തിനാ, ഒരാഴ്ച ഇവിടെ വീട്ടിൽ നിൽക്കാം, അത് കഴിഞ്ഞ് പതിയെ അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ അമ്മായിയമ്മ, അത് അലക്സിക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? അപ്പോൾ അലക്സിച്ചായൻ്റെ ഭാര്യ, അമ്മ എന്തായി പറയുന്നത്, എന്ത് ബുദ്ധിമുട്ട്? രണ്ടുപേരും ചേരില്ലെങ്കിലും മനസ്സിൽ വയ്ക്കുന്ന സ്വഭാവമൊന്നും ഇച്ചായനില്ല. അപ്പോൾ ഡോക്ടർ, എങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം. അപ്പോൾ അലക്സിച്ചായൻ്റെ ഭാര്യ, എങ്കിൽ അങ്ങനെ ആവട്ടെ. അപ്പോൾ ജോസഫ്, താമസം ഉണ്ടാവോ? അപ്പോൾ ഡോക്ടർ, ഇല്ല, ബില്ലടച്ചതായി ഇപ്പോൾ ഇറങ്ങാം. അപ്പോൾ ജോസഫ്, എങ്കിൽ ഞാൻ ബില്ലടച്ചിട്ട് വണ്ടിയായിട്ട് വരാം. എന്നിട്ട് അയാൾ അവിടെ നിന്നും പുറത്തേക്ക് പോയി. ഇൻറ്റീരിയർ കാറ് സഞ്ചരിക്കുന്നു. ജോസഫാണ് കാർ ഓടിക്കുന്നത്, അകത്ത് എല്ലാവരും ഉണ്ട് കാറിൽ. അപ്പോൾ അമ്മായിയമ്മ, നിങ്ങളിവിടെ വീട്ടിൽ ചെന്നിട്ട് അവനോട് പൊല്ലാപ്പനൊന്നും നിൽക്കരുത്. അപ്പോൾ വർക്കിച്ചൻ, ഞാനായിട്ട് ഒന്നിനും പോകുന്നില്ല, അവനോട് തിരിച്ചും അങ്ങനെ വേണമെന്നൊന്ന് പറഞ്ഞേക്ക്. അപ്പോൾ അലക്സിച്ചായൻ്റെ ഭാര്യ, അച്ഛൻ അതോർത്ത് പേടിക്കണ്ട, ഞാൻ അതിയാനോട് പറഞ്ഞേക്കാം. അവിടെ നിന്ന് കട്ടാകുന്നു. അതായത് ഇവർ ആ വീട്ടിലേക്ക് വരുവാണ്. ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വീട് കുറച്ച് സമയത്തിന് ശേഷം വീടിന് വെളിയിൽ കാർ വന്ന് നിർത്തുന്നു. ബേസിലിൻ്റെ അച്ഛൻ വർക്ക് ചെയ്യാൻ കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി. മുറ്റത്ത് അലക്സിച്ചായൻ്റെ ജീപ്പ് കിടക്കുന്നുണ്ട്. അപ്പോൾ അലക്സിച്ചായൻ്റെ ഭാര്യ, ഇച്ചായൻ വന്നോ? അപ്പോൾ അമ്മായിയമ്മ, എന്നിട്ടാണോ അവൻ ഇത്ര ഇടം വരെ ഒന്ന് വരാഞ്ഞത്? അപ്പോൾ വർക്കി, അവൻ അത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ. അപ്പോൾ അമ്മായിയമ്മ മെല്ലെ, മിണ്ടാതിരി. അവർ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ഒരു മുറിയുടെ വാതിൽ തുറന്നപ്പോഴേക്കും അവിടെ അലക്സിച്ചായനും ഗ്രിഗറിയും കട്ടിലിൽ കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ അമ്മായിയമ്മ, ഇതൊന്ന് കണ്ടേ. അപ്പോൾ എല്ലാവരും വന്ന് നോക്കുന്നു. അപ്പോൾ അലക്സിച്ചായൻ്റെ ഭാര്യ, അത് ശരി, എറണാകുളത്ത് പോയെന്നും പറഞ്ഞ് പറ്റിച്ചിട്ട് ഇവിടെ രണ്ടും അടിച്ച് കോന്തിരി കിടക്കുക, ശരിയാക്കി തരാം. അലക്സിച്ചായൻ്റെ ഭാര്യ പോയൊരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് തലവഴി കോരി ഒഴിക്കുന്നു. അപ്പോൾ രണ്ടുപേരും ഞെട്ടി എണീക്കുന്നു. അപ്പോൾ അലക്സിച്ചായൻ ആലസ്യത്തോടെ, നിങ്ങളിതെപ്പോൾ എത്തി? അപ്പോൾ അലക്സിച്ചായൻ്റെ ഭാര്യ ഗ്രിഗറിയോട്, കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയത് ഇതേൻ്റെ കൂടെ വെള്ളം അടിക്കാനായിരുന്നല്ലേ? അപ്പോൾ ഗ്രിഗറി, എൻ്റെ പൊന്നു മോളെ അല്ല, ഇവൻ്റെ മോനും കൂടി എന്നെ കുടിപ്പിച്ച് ബോധം കെടുത്തിയതാണ്. ഇവിടെ ഉമാർ വേറെന്തോ പരിപാടിയിലായിരുന്നു. അപ്പോൾ അലക്സിച്ചായൻ, എന്ത് പരിപാടി? അപ്പോൾ ഗ്രിഗറി, എന്തോ ഊടായ്പ പരിപാടി. അപ്പോൾ അലക്സിച്ചായൻ, അത് കണ്ട ഊടായ്പകൾക്ക് അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ ഗ്രിഗറി, ആരാ ഊടായ്പെന്ന് ഞാൻ തെളിയിച്ചു തരാം. അപ്പോൾ ഗ്രിഗറി ചുറ്റിനും നോക്കി. എന്നിട്ട് ഗ്രിഗറി, ഇവിടെ എനിക്കൊന്ന് പരിശോധിക്കണം, ഞാൻ കാണിച്ചു തരാം ഇവിടെ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോയെന്ന്. അപ്പോൾ അലക്സിച്ചായൻ, ഇവിടെ എന്ത് കള്ളത്തരം? അപ്പോൾ അലക്സിച്ചായൻ്റെ ഭാര്യ, ഇച്ചായൻ ഇവിടെ നിന്നേ, അപ്പോൾ നോക്കട്ടെ, ഒന്നുമില്ലെങ്കിൽ പിന്നെ ഇച്ചായൻ ഇങ്ങനെ പേടിക്കുന്നത് എന്തിനാ? അപ്പോൾ ഇച്ചായൻ, പേടിയോ? ആർക്ക് പേടി? അപ്പോൾ ഗ്രിഗറി എല്ലായിടത്തും നോക്കുകയാണ്. അപ്പോൾ വർക്കി, ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവന് ഞാൻ പുല്ല് വില കൊടുക്കാത്തത്. അപ്പോൾ ഒടുവിൽ ഗ്രിഗറി എല്ലായിടത്തും തപ്പി അവസാനം ചായപ്പ് തുറക്കുമ്പോൾ ഉള്ളിലൊരു ശവപ്പെട്ടി ഉണ്ട്. അത് കണ്ട് അച്ചായൻ ഞെട്ടലോടെ നിൽക്കുകയാണ്. അപ്പോൾ ഗ്രിഗറി, മോളെ ഇത് നോക്കിയേ. അപ്പോൾ അവരങ്ങോട്ടേക്ക് ചെന്ന് നോക്കുന്നു. എല്ലാവരും അവിടേക്ക് വരുന്നു. അപ്പോൾ അവിടെ ശവപ്പെട്ടി. അപ്പോൾ അലക്സിച്ചായൻ്റെ ഭാര്യ, അയ്യോ ഇതെന്നെ ശവപ്പെട്ടി. അപ്പോൾ അലക്സിച്ചായൻ എല്ലാം അവസാനിച്ചെന്ന മട്ടിൽ അങ്ങോട്ട് ചെന്നു. അപ്പോൾ ഗ്രിഗറി, ശവപ്പെട്ടിയുടെ മറവിൽ ലഹരി കടത്താണ് പരിപാടിയെന്ന് തോന്നുന്നു. അപ്പോൾ അലക്സിച്ചായൻ, അനാവശ്യം പറയരുത്. അപ്പോൾ ഗ്രിഗറി, പിന്നെ നിനക്കെന്തിനാ പെട്ടി? അപ്പോൾ അലക്സിച്ചായൻ്റെ ഭാര്യ കരയുന്നു. കരഞ്ഞോണ്ട്, സത്യം പറഞ്ഞോണം, എന്താ ഇവിടെ പരിപാടി? ഈ പെട്ടി എങ്ങനെ ഇവിടെ വന്നു? അപ്പോൾ ഗ്രിഗറി പെട്ടി തുറന്നു നോക്കുന്നു. അലക്സി എല്ലാം കഴിഞ്ഞെന്ന മട്ടിൽ നിശ്ചലനായി കണ്ണടച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ ഈ സസ്പെൻസ് മ്യൂസിക് ചാർജ് ചെയ്ത് വരുന്നുണ്ട്. എന്നാൽ പെട്ടി തുറന്നതും ഉള്ളിൽ ആരുമില്ല, പെട്ടി കാലിയാണ്. അപ്പോൾ അലക്സിച്ചായൻ ഒന്നും മനസ്സിലാവാതെ നിന്നു. അപ്പോൾ പെട്ടെന്ന് പുറത്ത് ബൈക്കിൽ തോമസും ബേസിലും വന്ന് നിൽക്കുന്നു. അപ്പം
ഒരു പെട്ടി ഓട്ടോറിക്ഷയും ഉണ്ട്. അപ്പോൾ ബേസിൽ പെട്ടി അകത്താണ്, നിങ്ങൾ അകത്തേക്ക് വാ. അപ്പോൾ ഓട്ടോയിൽ നിന്ന് രണ്ടുപേര് പുറത്തേക്ക് ഇറങ്ങി. ബേസിൽ അവരുമായിട്ട് അകത്തേക്ക് കയറി വന്നു. എന്നിട്ട് അപ്പോൾ ജോസഫ്, നീ ഇതെവിടെയായിരുന്നു, ഇവരൊക്കെ ആരാ? അപ്പോൾ ബേസിൽ കൂടെ വന്നവരോട് ഇതാ പെട്ടി. അപ്പോൾ വന്നവർ പെട്ടി ആകെ മൊത്തത്തിൽ നോക്കുന്നു. അപ്പോൾ ബാക്കിയുള്ളവരൊന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. അപ്പോൾ ആ വന്നയാൾ, കൊള്ളാം നല്ല പെട്ടി, പറഞ്ഞു കേട്ടപ്പോൾ ഇത്ര എടുപ്പ് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ബേസിൽ കണ്ടപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ വന്നയാൾ മനസ്സിലായി, സംഭവം കൊള്ളാം, ഞാൻ എടുത്തോളാം. എന്നിട്ട് പൈസ കൊടുക്കുന്നു. അപ്പോൾ വന്നയാൾ പറഞ്ഞ തുകയുണ്ട്. എന്നിട്ട് അപ്പോൾ ബേസിൽ പൈസ വാങ്ങി. അപ്പോൾ വന്നയാൾ വലിയ ഉപകാരം. അപ്പോൾ ബേസിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ ചെല്ല്. എന്നിട്ട് അവരവിടെ നിന്ന് ആ പെട്ടിയെടുത്ത് അവിടെ നിന്ന് പോവാണ്. പെട്ടി ഓട്ടോറിക്ഷയിൽ കയറ്റി ആ പെട്ടിയായിട്ട് അവരവിടെ നിന്ന് പോകുന്നു. അലക്സിസ് ചായന് ഒന്നും മനസ്സിലാവാതെ മിണ്ടാതെ നിൽക്കുകയാണ്. ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല, ജസ്റ്റ് ലൈക്ക് ഓഡിയൻസിന്. അപ്പോൾ ബേസിൽ, നിങ്ങളെപ്പോഴാണ് ഡിസ്ചാർജ് ആയത്? അപ്പോൾ അലക്സിസ് ചായൻ്റെ ഭാര്യ, എന്താടാ ഇതൊക്കെ, ആ പെട്ടി ഏതാ? അപ്പോൾ ബേസിൽ, ഒന്നും പറയണ്ട ആൻറ്റി, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വല്യമ്മ മരിച്ചു, നല്ലൊരു പെട്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ അലക്സിസ് ചായന് ഒപ്പിച്ച് തന്ന പെട്ടിയാണ്. പെട്ടി ഞങ്ങൾ ഏർപ്പാടാക്കിയപ്പോൾ പറഞ്ഞ പൈസ അവർക്ക് തരാൻ പറ്റില്ലെന്ന്, വെറുതെ നഷ്ടം ഉണ്ടാക്കി വയ്ക്കാൻ പറ്റില്ലെന്ന് കരുതി പെട്ടി ഇവിടെ തൽക്കാലത്തിന് കൊണ്ടുവന്ന് വെച്ചു. പക്ഷേ കർത്താവ് സഹായിച്ച് പെട്ടി അവസാനം അവരെടുത്തോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരാരും ഒന്നും മിണ്ടിയില്ല. എൻ്റെ ബേസിൽ, ഇപ്പോൾ വിറ്റുപോയില്ലെങ്കിൽ പിന്നെ നടക്കില്ല, ഇതൊന്ന് വിൽക്കാൻ വേണ്ടി നിന്നതാ, അതാ ഹോസ്പിറ്റലിലേക്ക് വരാഞ്ഞത്. അപ്പോൾ തോമസ്, അതെ. അത് കേട്ട് ബാക്കിയുള്ളവരുടെ വായടയുന്നു. അപ്പോൾ അലക്സിസ് ചായൻ ഭാര്യയോട്, കൊല്ലം കുറേ ആയില്ലേ കൂടെ കഴിയാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് നീ എന്നോട്ട് മനസ്സിലാക്കിയിട്ടില്ല അല്ലേ? അപ്പോൾ ഭാര്യ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ വർക്കിച്ചൻ ഇഷ്ടപ്പെടാത്ത മട്ടിൽ, ഗിരിഗിരി വീട്ടിലേക്ക് പോയിക്കോ, ഇവിടെ ഇനി ആവശ്യമില്ലല്ലോ. അപ്പോൾ ഗിരിഗിരി, അല്ല ഞാനൊരു 2 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ വർക്കിച്ചൻ, വേണ്ട, ഇവിടെ ഞാൻ എൻ്റെ മോളുടെയും മരുമോൻ്റെയും കൂടിയാണ് നിൽക്കുന്നത്, വേറെ ആരുടെയും സഹായം തൽക്കാലം വേണ്ട, പോയിക്കോ. അതായത് ഇവർ തെറ്റിദ്ധരിച്ചു എന്നുള്ള ആ ഒരു ഡൗട്ട് ഇവിടെ ക്ലിയറായി. ഈ അലക്സിസ് ചായൻ എന്നുള്ള പുള്ളിയുടെ മേളിലുള്ള ഒരു കൺഫ്യൂഷൻ ഇവിടെ സോൾവായി. അത് കേട്ട് അലക്സിസ് ചായൻ സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്നു. അപ്പോൾ ഗിരിഗിരി അവിടെ നിന്നും പോയി. അവർ പോയതും ഇച്ചായൻ ബേസിലിൻ്റെ അടുത്തേക്ക് വരുന്നു. അലക്സിസ് ചായൻ, എന്താടാ ഇപ്പോൾ ഇവിടെ നടന്നത്? അപ്പോൾ ബേസിൽ, എൻ്റെ പൊന്നിച്ചായ ഒന്നും ഓർമ്മിപ്പിക്കല്ലേ, ഓർക്കുമ്പോൾ തന്നെ തല ഇറങ്ങുന്നു. അപ്പോൾ അലക്സിസ് ചായൻ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാടാ, നീ കാര്യം പറ, ആ ശവം എവിടെ? അപ്പോൾ ബേസിൽ, ഇച്ചായൻ പേടിക്കണ്ട, ശവത്തിൻ്റെ പേരിൽ ഒരു കുഴപ്പം ഇനി ഉണ്ടാവില്ല. അപ്പോൾ ബേസിൻ്റെ കയ്യിൽ ഒരു മുറിവ് മരുന്ന് വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അലക്സിസ് ചായൻ, ഇതെന്ത് പറ്റിയതാടാ? അപ്പോൾ ബേസിൽ മുറിവിലേക്ക് നോക്കുന്നു. ശേഷം അവൻ തോമസിനെ നോക്കുന്നു. രണ്ടുപേരും പരസ്പരം നോക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കട്ടാകുന്നു. എക്സ്റ്റീരിയർ വീട് കുറേ സമയത്തിന് മുൻപ്, അതായത് ഫ്ലാഷ് ബാക്ക്. ഈ പറയുന്ന അച്ചായനും ഗിരിഗിരിയും ബോധം കെട്ട് കിടന്ന ആ ടൈമിലുള്ള സീനാണ്. എന്ത് വേണമെന്നറിയാതെ രണ്ടുപേരും നിൽക്കുന്നു. അപ്പോൾ തോമസ്, സോറി, ഇങ്ങനെ പറ്റുമെന്ന് ഞാൻ ഓർത്തില്ല. അപ്പോൾ ബേസിൽ, പറ്റിയത് പറ്റി, ഇച്ചായൻ അടുത്തൊന്നും എണീക്കില്ല, നമ്മളെന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പോൾ തോമസ്, എന്തു ചെയ്യും? അപ്പോൾ ബേസിൽ ആലോചിക്കുന്നു. എന്നിട്ട് ബേസിൽ, നീ ഇച്ചായൻ്റെ കാലി പിടി. അപ്പോൾ ബേസിൽ, മാപ്പ് ചോദിക്കേണ്ട സമയമല്ല ഇത്. അപ്പോൾ തോമസ്, മാപ്പ് ചോദിക്കാനല്ല, എടുത്ത് കട്ടിലിൽ കിടത്തണ്ടേ, ഇവിടെ ഇങ്ങനെ കിടത്താൻ പറ്റുമോ രണ്ടിനെയും? അപ്പോൾ അവർ അച്ചായനെയും ഗിരിഗിരീനെയും പൊക്കിയെടുത്ത് കട്ടിലിൽ കിടത്തുന്നു. എന്നിട്ട് ബേസിൽ, ഒന്നും ആലോചിക്കണ്ട, ബോഡി നമുക്ക് ഡാമിലെറിയാം. അപ്പോൾ തോമസ്, 2ാമത്തെ ദിവസം പൊങ്ങില്ലേ? അപ്പോൾ ബേസിൽ, പൊങ്ങുമ്പോൾ പൊങ്ങട്ടെ, വേറെ വഴിയില്ല. അപ്പോൾ തോമസ്, പെട്ടിയും കൊണ്ട് പോകുന്നത് നാട്ടുകാർ കാണില്ലേ? അപ്പോൾ ബേസിൽ, അതിന് പെട്ടിയും കൊണ്ടല്ല പോകാൻ പോകുന്നത്. അപ്പോൾ തോമസ്, പിന്നെ ശവം എങ്ങനെ കൊണ്ടുപോകും? അപ്പോൾ ബേസിൽ ആലോചിക്കുന്നു. അവൻ്റെ മുഖത്തേക്ക് സൂം ആവുന്നു. എക്സ്റ്റീരിയർ റോഡ് സഞ്ചരിക്കുന്നു. ആളില്ലാത്ത റോഡിലൂടെ ബൈക്ക് സഞ്ചരിക്കുന്നു. ബേസിലാണ് ബൈക്ക് ഓടിക്കുന്നത്. ബൈക്കിൽ 3 പേരുണ്ട്. ബേസിലിനും തോമസിനും നടുവിൽ ശവത്തെ ഇരുത്തിയിരിക്കുന്നു. കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് കൊടുത്ത് നല്ല ഭംഗിയായിട്ടാണ് ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ തോമസ്, എന്തൊരു മാന്യൻ. അപ്പോൾ ബേസിൽ, പിടിച്ചിരിക്കുക. അപ്പോൾ തോമസ്, ഞാൻ താഴെ പോയാലും പുള്ളി പോവില്ല. അപ്പോൾ ബേസിൽ, ഈ അവസ്ഥ ശത്രുക്കൾക്ക് പോലും കൊടുക്കല്ലേ ഈശ്വര. അപ്പോൾ തോമസ്, ശവത്തെ കസേരയിലിരുത്തി കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ട് അങ്ങ് തമിഴ്നാട്ടിൽ, പക്ഷേ ബൈക്കിലിരുത്തി കൊണ്ടുപോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ബേസിൽ, നീ അതിനെ മുറുക്കെ പിടിച്ചോ, ഇല്ലെങ്കിൽ താഴെ വീഴും. അപ്പോൾ തോമസ്, പിന്നെ താഴെ നീ പുറകിലേക്ക് ഇരുന്ന ബാക്കി പുള്ളി ഓടിച്ചോളും, ആ രീതിയിലെ ഇരിപ്പ്. അപ്പോൾ കട്ടാവുന്നു. എക്സ്റ്റീരിയർ റോഡ്. ഇതേ റോഡിൻ്റെ തന്നെ മറ്റൊരു ഭാഗത്ത് പോലീസ് ജീപ്പ് നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ കോൺസ്റ്റബിൾ 2 പേര് പുറത്തിറങ്ങി നിൽക്കുന്നു. സിജു ഉള്ളിലിരിക്കുകയാണ്. സിജു, നിങ്ങൾ വന്ന് വണ്ടി കയറി, വെറുതെ വെയിൽ കൊണ്ട് നിൽക്കണ്ട. അപ്പോൾ ഒരു കോൺസ്റ്റബിൾ, അല്ല സാറേ, നമുക്ക് കിട്ടിയ വിവരം തെറ്റാവാൻ ഒരു സാധ്യതയില്ല. സാറ് നോക്കിക്കോ, ഒരു ബാഗ് നിറയെ കഞ്ചാവുമായിട്ട് ആരെങ്കിലും വരും, അവനെ പിടിച്ചാൽ പിന്നെ സാർ ആരാ? അപ്പോൾ സിജു, ആരാ? അപ്പോൾ 2ാമത്തെ കോൺസ്റ്റബിൾ, ആരാ? അപ്പോൾ കോൺസ്റ്റബിൾ, സാറ് വേറെ ലെവലാവും, അപ്പോൾ നമ്മളെയൊക്കെ ഓർത്താൽ മതി. അപ്പോൾ സിജു, വല്ലതും നടന്നാൽ മതി. അപ്പോൾ ഇതേ സമയം ബൈക്കിൽ ഒരു വളവ് തിരിഞ്ഞതും മുന്നിൽ പോലീസ് ജീപ്പ് കിടക്കുന്നത് കാണുന്നു. അപ്പോൾ ബേസിൽ, അയ്യോ പോലീസ്. അപ്പോൾ തോമസ്, എനിക്ക് വണ്ടി തിരിച്ചോ?
പോലീസ് ജീപ്പിന് മുന്നിൽ നിൽക്കുന്ന കോൺസ്റ്റബിൾ അത് കാണുന്നു. പക്ഷേ ഇവരെ മുഖം കണ്ടിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു ബൈക്ക് തിരിച്ചു പോകുന്ന അവർ കാണുവാണ്. അപ്പോൾ കോൺസ്റ്റബിൾ, സാർ ഒരു ബൈക്ക് നമ്മളെ കണ്ടപ്പോൾ തിരിച്ചു പോയി സാർ, ഇത് അവന്മാർ തന്നെ ഉറപ്പാ. അപ്പോൾ സിജു, എവിടെ, ഞാൻ കണ്ടില്ലല്ലോ. അപ്പോൾ കോൺസ്റ്റബിൾ, അയ്യോ ഞാൻ കണ്ടു, എനിക്ക് ഉറപ്പാണ് ഇത് അവന്മാർ തന്നെ. അപ്പോൾ സിജു, എനിക്ക് വണ്ടി കയറാം, അവന്മാരെ കയ്യോടെ വെക്കാം. എന്നിട്ട് അവർ വണ്ടി കയറുന്നു. സിജു ആണ് ഡ്രൈവിംഗ് സീറ്റിൽ. എന്നിട്ട് സിജു, നിങ്ങൾ എൻ്റെ ചേസ് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് സിജു സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പോൾ വേറെ കോൺസ്റ്റബിൾ, എവിടെ? അപ്പോൾ കോൺസ്റ്റബിൾ, സാറേ വണ്ടി എടുക്ക്, നമുക്ക് മിസ്സാകുമാരെ. അപ്പോൾ സിജു, അതിന് ഇതൊന്ന് സ്റ്റാർട്ട് ആവണ്ടേ? അപ്പോൾ ഒരു സെക്കൻഡ് 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ആവുന്നു. അപ്പോൾ സിജു, വണ്ടി കേട്ടെന്ന് തോന്നുന്നു. എന്നിട്ട് അവർ വണ്ടി എടുക്കുന്നു. പോലീസ് വരുന്നതിന് മുമ്പേ അവർ വേഗത്തിലാണ് ബൈക്ക് ഓടിക്കുന്നത്. ഇവർ ബേസിലും തോമസും. ബേസിൽ പിടിച്ചിരുന്നോണേ. അപ്പോൾ തോമസ്, എന്നോടാണോ ശൗത്തിനോടാണോ? അപ്പോൾ ബേസിൽ, രണ്ടുപേരോടും. എന്നാൽ കുറച്ച് മുന്നോട്ട് വന്നതും ഒരു കാറ് വേഗത്തിൽ ഓപ്പോസിറ്റ് വന്നു. അത് കണ്ട് വെട്ടിച്ചതും നിയന്ത്രണം വിട്ട് ബൈക്ക് റോഡരികിൽ മറിയുന്നു. അങ്ങനെ 3 പേര് തെറിച്ചു വീഴുന്നു. കാറിൽ നിന്നും ഒരാൾ ഇറങ്ങി വന്നു. അതാ ശവപ്പെട്ടിക്കാരനാണ്, അതായത് ശവപ്പെട്ടിക്കടക്കാരനാണ്. തെറിച്ചു വീണ ബേസിലിൻ്റെ കൈ മുറിഞ്ഞ് ചോര ഒലിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ശവപ്പെട്ടിക്കാരനെ കണ്ടതും ബേസിന് ദേഷ്യം വന്നു. അവൻ ഓടി വന്ന് പുള്ളിനെ ദേഷ്യത്തിൽ കുത്തിന് പിടിച്ചു. എന്നിട്ട് ബേസിൽ, എടാ തെണ്ടി, നീ ഒരുത്തനെ കൊന്ന പെട്ടിക്കൊള്ളി വെച്ചിരിക്കുകയായിരുന്നല്ലേ, അതിപ്പോൾ ഞങ്ങളുടെ തലയല്ല, നിന്നെ ഞങ്ങൾ പോലീസിലേൽപ്പിക്കും. അപ്പോൾ ശവപ്പെട്ടിക്കാരൻ, നമുക്ക് വഴിയുണ്ടാക്കാം, നിങ്ങൾ പേടിക്കാതെ, ശവം എവിടെ? അപ്പോൾ തോമസ്, ദാ ഇവിടെ. അവരങ്ങോട്ട് നോക്കുന്നു. അപ്പോൾ തോമസ് ശവത്തെ സുഹൃത്തിനെ പോലെ തോളത്ത് കൈയിട്ട് എഴുന്നേപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ശവപ്പെട്ടിക്കാരൻ അന്തം വിട്ട് നോക്കിയിരിക്കുന്നു. അപ്പോൾ തോമസ്, പോലീസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു മിനിറ്റ് ഗ്യാപ്പിൽ പോലീസ് ജീപ്പ് അവിടേക്ക് വരുന്നു. അപ്പോൾ ബേസിലും തോമസും ബൈക്ക് നിവർത്തുകയാണ്. അതായത് ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് കഴിഞ്ഞെന്ന മട്ടിൽ ബൈക്ക് നിവർത്തുന്നു. എന്നിട്ട് സിജു, എന്താ പറ്റിയത്? അപ്പോൾ ബേസിൽ, ഒരു ബൈക്ക് വെട്ടിച്ച് കയറി വന്നു, എനിക്കും പിടിച്ചിട്ട് കിട്ടിയില്ല, ഈ കാറുകാരനും പിടിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ സിജു, വല്ലതും പറ്റിയോ? അപ്പോൾ ബേസിൽ, കൈയൊന്നും മുറിഞ്ഞു, സാരമില്ല. അപ്പോൾ സിജു, ആ ബൈക്ക് എങ്ങോട്ടാണ് പോയത്? അപ്പോൾ തോമസ്, അത് നേരെ പോയി. അപ്പോൾ സിജു, എനിക്ക് വേഗം ഹോസ്പിറ്റലിലേക്ക് അല്ലേ. എന്നിട്ട് ആ ശവപ്പെട്ടിക്കാരൻ, ആ കാറിൻ്റെ ഓണറിനോട്, ആ കാറുകാരനോട്, മര്യാദയ്ക്ക് ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഫുൾ ചിലവ് നോക്കണം, ഇല്ലെങ്കിൽ ഞാനങ്ങ് വരും. അപ്പോൾ ശവപ്പെട്ടിക്കാരൻ, അയ്യോ സാറേ, ഞാൻ എൻ്റെ അപ്പൂപ്പനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിയാണ്, അതാ ഞാൻ വേഗത്തിൽ വന്നത്. അപ്പോൾ സിജുവും കോൺസ്റ്റബിളും കാറിലേക്ക് നോക്കുന്നു. അപ്പോൾ കാറിൽ മുൻസീറ്റിൽ ഈ ശവം കണ്ണടയൊക്കെ വെച്ച് നല്ല മാന്യനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ബേസിൽ, ഇയാളുടെ കുഴപ്പമല്ല സാറേ, ആ ബൈക്കുകാരന്മാർ പറ്റിച്ച പണിയാണ്. അപ്പോൾ സിജു, എങ്കിലും നിങ്ങൾ ഹോസ്പിറ്റലിലേക്കല്ലേ, എനിക്ക് സമയമില്ല, കഞ്ചാവും കൊണ്ട് പോകുന്ന പാർട്ടികളാണ്, കയ്യോടെ പൊക്കണം. അപ്പോൾ എന്നിട്ട് സിജു അവിടെ നിന്നും ജീപ്പുമായിട്ട് പോകുന്നു. അപ്പോൾ തോമസ്, കഞ്ചാവ് പാർട്ടികളോ, ഏത്? അപ്പോൾ ബേസിൽ, അപ്പോൾ ബേസിലും തോമസും ശവപ്പെട്ടിക്കാരൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് തോമസ്, കോളേജിൽ വെച്ച് നീ ഊടായിപ്പായിരുന്നെന്ന് എനിക്കറിയാം, പക്ഷേ ഇത്രയും കരുതിയില്ല. ബേസിൽ, ഈ ശവത്തേന് നീ ചുമന്നോ? അപ്പോൾ ശവപ്പെട്ടിക്കാരൻ, ഞാൻ കൊണ്ടുപോയിക്കോളാം, സത്യം പറഞ്ഞാൽ ഈ ബോഡി നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചാലും അന്വേഷണം വരുമ്പോൾ അവസാനം അത് എൻ്റെ തലയ്ക്ക് തന്നെ വരും, അതറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അന്വേഷിച്ച് പിടിച്ച് വന്നത്, നിങ്ങൾ പേടിക്കണ്ട, എനിക്ക് ആ പൈസയും വേണ്ട. അതാ അയാൾ അച്ചായൻ കൊടുത്ത ആ പൈസയും മോതിരം തിരിച്ചു കൊടുക്കുന്നു. എൻ്റെ ശവപ്പെട്ടിക്കാരൻ, അപ്പോൾ ശരി, ഈ ശവത്തിൻ്റെ കാര്യം മറന്നേക്ക്. അവർ കാറിൽ കയറി അവിടെ നിന്നും പോകുന്നു. അപ്പോൾ ബേസിലത് നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് തോമസ്, ചോര നിൽക്കുന്നില്ലല്ലോ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം വാ. എൻ്റെ ബേസിലും തോമസും ബൈക്കിൽ അവിടെ നിന്നും പോയി. ഇൻറ്റീരിയർ ഹോസ്പിറ്റൽ. നേഴ്സ് മുറിവിൽ മരുന്ന് വെച്ച് കെട്ടുകയാണ്. ബേസിൽ, അച്ചായൻ്റെ അവസ്ഥ എന്താണോ എന്തോ. മരുന്ന് വെച്ച് കെട്ടിക്കഴിഞ്ഞ് അവർ പുറത്തേക്ക് വന്നതും വാർഡിൽ നിന്നും ഒരു കൂട്ടക്കരച്ചിൽ കേൾക്കുന്നു. അത് കണ്ട് ബേസിൽ ഒരു നേഴ്സിനോട്, ബേസിൽ, സിസ്റ്ററെ എന്താ അത്? അപ്പോൾ നേഴ്സ്, അതൊരു പേഷ്യൻ്റ് മരിച്ചതാണ്. അത് കേട്ട് ബേസിലും തോമസും പരസ്പരം നോക്കുന്നു. ആ കൂട്ടത്തിൽ മറ്റൊരാളുടെ അടുത്തേക്ക് ബേസിൽ ചെല്ലുന്നു. എന്നിട്ട് ബേസിൽ, മരിച്ച ആളുടെ ആരെങ്കിലും ആണോ? അപ്പോൾ നാട്ടുകാരൻ, ഞാൻ ഇയാളുടെ അയൽക്കാരനാണ്, എന്താ? അപ്പോൾ ബേസിൽ, നല്ല മനുഷ്യനായിരുന്നെന്ന് തോന്നുന്നല്ലേ? അപ്പോൾ ആ നാട്ടുകാരൻ, പിന്നല്ലാതെ, ആർക്കും ഒരു ദോഷവും വരുത്താത്ത മനുഷ്യനായിരുന്നു. അപ്പോൾ ബേസിൽ, ഓ, ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്, പെട്ടി വേണോ? അപ്പോൾ നാട്ടുകാരൻ ഞെട്ടി, എന്താ? അപ്പോൾ ബേസിൽ, പെട്ടിയേ, ശവപ്പെട്ടി. അപ്പോൾ അവിടെ നിന്ന് കട്ടാവുന്നു. എക്സ്റ്റീരിയർ അലക്സ് അച്ചായൻ്റെ വീട് തുടർച്ച. ബേസിലിൻ്റെ മുഖത്തേക്ക് തന്നെ അച്ചായൻ നോക്കി നിൽക്കുകയാണ്. ബേസിലിൻ്റെ പൈസയും മോതിരം അച്ചായന് തിരിച്ചു കൊടുക്കുന്നു. അച്ചായൻ സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു. തോമസ് അത് നോക്കി നിൽക്കുകയാണ്. അച്ചായൻ അവനോടും അടുത്തേക്ക് വരാൻ കൈകൊണ്ട് കാണിച്ചു. അവർ 3 പേര് അടുത്തേക്ക് വന്നതും അച്ചായൻ 2 പേരെയും കെട്ടിപ്പിടിച്ചു. അപ്പോൾ ബേസിൽ, എൻ്റെ ജോലി. അപ്പോൾ അച്ചായൻ, ശരിയാക്കാം. അപ്പോൾ തോമസ്, അപ്പം 2 അടിച്ചാലോ? പെട്ടെന്ന് അലക്സ് അച്ചായൻ തോമസിൻ്റെ മുഖത്തേക്ക് നോക്കി. അലക്സ് അച്ചായൻ, ഞാൻ എങ്ങനെയാണ് ബോധം കെട്ടത്? അപ്പോൾ തോമസ് ഞെട്ടുന്നു. അപ്പോൾ അലക്സ് അച്ചായൻ, അല്ലെങ്കിൽ അത് പറയണ്ട, ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് എല്ലാം പ്രശ്നവും തീർന്നില്ലേ? എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു. ഈ ഒരു കാര്യത്തിൽ മാത്രം നിന്നോട് എനിക്ക് നന്ദിയുണ്ട്.
അപ്പോൾ തോമസ് ചിരിക്കുന്നു. അപ്പോൾ തോമസ് താങ്ക് യു അച്ചാച്ച, അല്ല അച്ചായ. അങ്ങനെ അവർ ചിരിക്കുകയാണ്. അവിടെ നിന്ന് കട്ടാവുന്നു. ഇൻറ്റീരിയർ സൂപ്പർ മാർക്കറ്റിന് വെളിയിൽ അലക്സി ചായനും സെബാസ്റ്റ്യനും സംസാരിക്കുകയാണ്. അപ്പോൾ ബേസിൽ ഒപ്പമുണ്ട്. അപ്പോൾ സെബാസ്റ്റ്യൻ, ചേട്ടായി ഇവനൊരു എക്സ്പീരിയൻസും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ട്രെയിനിങ്ങിനൊക്കെ വിട്ടത്, ഇതാദ്യം പറയണ്ടേ, ഞാനൊന്ന് നോക്കട്ടെ. എന്നിട്ട് ആലോചിക്കുന്നു, നാളെ മുതൽ ട്രെയിനിങ്ങിനൊന്നും പോകണ്ട, നേരെ ഓഫീസിൽ ചെന്ന് മാനേജറിൻ്റെ ഒപ്പം ഇരുന്നോ, അവനെ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് മാറ്റിക്കോളാം. ബേസിൽ സന്തോഷത്തോടെ അച്ചായനെ നോക്കുന്നു. അച്ചായൻ ചിരിക്കുന്നു. ഇപ്പോൾ സെബാസ്റ്റ്യൻ, ഇച്ചായൻ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അവിടെ നിന്ന് കട്ടാവുന്നു. ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ. വീടിന് മുന്നിൽ ബൈക്ക് നിർത്തി ബേസിൽ അകത്തേക്ക് കയറി. അപ്പോൾ അമ്മ, സർക്കിട്ടൊക്കെ കഴിഞ്ഞ് വന്നോ? അപ്പോൾ ബേസിലൊന്നും പറഞ്ഞില്ല. അപ്പോൾ പെങ്ങൾ, ചെല്ല് ചേച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടിക്കോളും. അപ്പോൾ ബേസിൽ മെല്ലെ മുറിയിലേക്ക് കയറുന്നു. ട്രീസ ഉണക്കിയ തുണികളൊക്കെ മടക്കി വയ്ക്കുകയാണ്. അപ്പോൾ ബേസിലിനെ കണ്ടിട്ടും കാണാത്ത മട്ടിൽ ട്രീസ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബേസിൽ അവളുടെ അടുത്തേക്ക് വന്നു. ബേസിൽ, സോറി. അപ്പോൾ ട്രീസ, എനിക്കൊന്നും കേൾക്കണ്ട. അപ്പോൾ അവൾ ബേസിലിനെ ഉന്തി മാറ്റി. അപ്പോഴാണ് കയ്യിൽ മുറിവ് വെച്ച് കെട്ടിയിരിക്കുന്നത് കണ്ടത്. അപ്പോൾ ട്രീസ, ഇതെന്തു പറ്റി? അപ്പോൾ ബേസിൽ, ഒന്നും കേൾക്കണ്ടല്ലോ, അപ്പോൾ ഒന്നും പറയുന്നില്ല. അത് കേട്ട് ട്രീസയുടെ മുഖം മാറി. അപ്പോൾ ബേസിൽ, ഇച്ചായൻ്റെ കൂടെ ഒരു പരിപാടിക്ക് ഇറങ്ങി പെട്ടുപോയതാ, അതാ ഫോൺ എടുക്കാനും വിളിക്കാനും ഒന്നും പറ്റാഞ്ഞത്, സത്യം. അപ്പോൾ ട്രീസയൊന്നും പറഞ്ഞില്ല. അപ്പോൾ ബേസിൽ, അതുകൊണ്ടൊരു ഗുണമുണ്ടായി, ജോലി നാളെ മുതൽ മാനേജർ. അപ്പോൾ ബേസിൽ ട്രീസയെ കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് ബേസിൽ, നിന്നോട് പറയാത്ത ഒരു രഹസ്യം എനിക്കില്ല, സത്യം, നീ എന്നെ വിശ്വസിക്കും. അപ്പോൾ ട്രീസ, സത്യം? അപ്പോൾ ബേസിൽ സത്യം എന്ന് മൂളുന്നു. അപ്പോൾ ട്രീസ ശാന്തമായത് കണ്ട് ബേസിൽ ഭിത്തിയിൽ മാതാവിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി കെട്ടിപ്പിടിച്ച് ആശ്വസിക്കുന്നു. ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് കട്ടാവുന്നു. എക്സ്റ്റീരിയർ ഫ്ലാറ്റ് മറ്റൊരു ദിവസം. ഇതൊക്കെ ഇങ്ങനെ മറ്റേ വോയിസിലൊക്കെ ഗ്രാഫ് കൂടിയും കുറഞ്ഞും വരുന്നുണ്ട്. ഓരോ സീനിൻ്റെ എലവേഷനും കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് വൈസ് നടക്കുന്നുണ്ട്. അതൊന്നും ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല പ്രത്യേകിച്ച്. ഓക്കെ. അപ്പോൾ ഇതൊരു എല്ലാം കലങ്ങി തെളിഞ്ഞു എന്നുള്ളൊരു രീതിയിലാണ് ഇവിടെ ആ ഒരു അന്തരീക്ഷം വരുന്നത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് എക്സ്റ്റീരിയർ ഫ്ലാറ്റ് മറ്റൊരു ദിവസം. അച്ചായൻ സ്റ്റെപ്പുകൾ ഓരോന്നായി വേഗത്തിൽ കയറുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കുന്നു. കിതപ്പോടെയാണ് കയറുന്നത്. അതായത് മുൻപ് കയറിപ്പോയ അതേ സെയിം ഫ്ലാറ്റ് മറ്റൊരു ദിവസം. കയറി മുകളിൽ ചെന്ന് മുറിയുടെ വാതിലിൻ്റെ മുമ്പിൽ ചെന്ന് ദീർഘശ്വാസം വിട്ട് ക്ലോണിംഗ് ബെൽ അടിക്കാൻ തുടങ്ങിയതും ഫോണിലൊരു കോൾ വരുന്നു. അത് ഭാര്യയാണ്. അച്ചായൻ വീണ്ടും അത് അറ്റൻഡ് ചെയ്തു. കിതപ്പോടെയാണ് സംസാരിക്കുന്നത്. എന്നിട്ട് അച്ചായൻ, ഹലോ. അപ്പോൾ ഭാര്യ, ഇച്ചായ പോയി, ചാച്ചൻ പോയി. അത് കേട്ട് അച്ചായൻ ഒരേ നിൽക്കുന്നു. ഫോൺ കയ്യിൽ നിന്ന് താഴേക്ക് വീഴുന്നു. അവിടെ നിന്ന് കട്ടാവുന്നു. എക്സ്റ്റീരിയർ പാലം. ഒരു പാലത്തിലൂടെ ശവപ്പെട്ടിയായിട്ട് അച്ചായൻ്റെ ജീപ്പ് പോകുന്നതിൻ്റെ ദൃശ്യം കാണിക്കുന്നു. അതായത് വേറൊരു ശവപ്പെട്ടി വാങ്ങി അച്ചായൻ വീണ്ടും ജീപ്പിൽ പോയ കാര്യം നടത്താതെ തിരിച്ച് ഇടുക്കിയിലേക്ക് വരുന്നത് ഒരു പാലത്തിലൂടെ ക്രോസ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്റ്റീരിയർ ഷോട്ട് കാണിച്ച് ഇവിടെ സിനിമ അവസാനിക്കുന്നു. സോ ഒരു ഫൺ, പ്രത്യേകിച്ച് സീരിയസ് ആയിട്ടൊരു പരിപാടിയില്ല, ജസ്റ്റ് ലൈറ്റ് ഹേർട്ടായിട്ട്, എന്താ പറയുക, ഫീൽ ഗുഡ് എന്നല്ല, ജസ്റ്റ് എ ഹ്യൂമർ, വെറുതെ ഒന്നും ആലോചിക്കാതെ വെറുതെ ഇരുന്ന് കാണാം എന്നുള്ള രീതിയിലുള്ളൊരു സിനിമയുടെ തിരക്കഥയാണിത്. ആൻഡ് ഇത് ഫസ്റ്റ് ഡ്രാഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇനി അഡീഷണൽ ചെറിയ സീൻസും ഇത് ഫുൾ ഇതിൻ്റെ ഇമോഷൻ കറക്റ്റായിട്ട് ആ ഒരു ഗ്രാഫ് കണക്റ്റ് ആവുന്ന രീതിയിൽ വീണ്ടും സീൻസൊക്കെ ആഡ് ആവേണ്ടതുണ്ട്. ബട്ട് ഇത് ഫസ്റ്റ് ഡ്രാഫ്റ്റാണ്. സോ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കുകളുണ്ട്. ബട്ട് മെയിൻലി നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പോകുന്ന സ്റ്റോറിയും കാര്യങ്ങളും ഇത് തന്നെയായിരിക്കും, സിനിമയുടെ മൂഡും ഇതായിരിക്കും. അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇത് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആയിപ്പോയി, ബിക്കോസ് ഇതൊരു ഫീച്ചർ ലെങ്ത്ത് സിനിമയുടെയാണ്. ഒരു 2 മണിക്കൂർ 2 മണിക്കൂർ ലെങ്ത്ത് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം പറയുക. അതേപോലെ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു തിരക്കഥയായിട്ട് വീണ്ടും വരാം. അതുവരേക്കും കട്ട്.